Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാണ്ടാവിഷന്റെ എപ്പിസോഡ് 8 ആണ്. ഇന്ന് ഫിനാലെ ഇടാവെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എപ്പിസോഡ് 8 എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴേക്കും ഈ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ 1.5 മണിക്കൂറോളമായി. അപ്പൊ എപ്പിസോഡ് 9 കൂടി ഇതിന്റെ കൂടെ ചേർത്താൽ ശരിയാവില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെയുള്ള സ്റ്റോറിയുടെ ആകെ തുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരുപക്ഷെ ലാസ്റ്റ് എപ്പിസോഡായിട്ടുള്ള എപ്പിസോഡ് 9നേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. അത് മാത്രമല്ല, ഈ വീഡിയോ ചെയ്യാൻ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഈ വീഡിയോയിലാണ് നിങ്ങളുടെ ഇതുവരെയുള്ള 99% ഡൗട്ടുകളും ക്ലിയർ ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതോ അല്ലാത്തതായിട്ടുള്ള മിക്ക ഡൗട്ടും ഇന്നത്തെ വീഡിയോ തന്നെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. എപ്പിസോഡ് 9 നമുക്ക് വൈകാതെ തന്നെ ഇടാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റ്വ്യൂവിൽ നടക്കുന്ന ഹാലോവിൻ പാർട്ടിക്ക് പോകാൻ വേണ്ടി വിഷന്റെ കുടുംബം ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ വിഷൻ മാത്രം സുരക്ഷയുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വിഷൻ ഇങ്ങനെ ചെയ്യുമെന്ന് വാണ്ട പ്രതീക്ഷിച്ചിരുന്നില്ല. പീട്രോയും കുട്ടികളും ഭയങ്കര കൂട്ടായി കഴിഞ്ഞു. പുതിയ മുഖമായിട്ട് വന്ന പീട്രോയെ വാണ്ടയ്ക്ക് നല്ല സംശയമുണ്ട്. ടൈലർ ഹേവാർഡ് വാണ്ടയുടെ പവർ ഫ്ലോ ചെയ്യുന്ന ആ ഡ്രോൺ എടുത്ത് എക്സ്പെരിമെന്റുകൾ ചെയ്യുവാണ്. മനഃപൂർവ്വം വാണ്ടയെ ഒരു കുറ്റക്കാരിയെന്ന് മുദ്രകുത്തി കൊല്ലാൻ ശ്രമിക്കുന്ന ടൈലർ ഹേവാർഡിനെതിരെ മോണിക്കയും ഡാർസിയും നിൽക്കുവാണ്. അത് ഇഷ്ടപ്പെടാത്ത ടൈലർ ഹേവാർഡ് അവരവിടുന്ന് പുറത്താക്കി. പക്ഷെ പുറത്തു പോകാൻ മനസ്സിലാത്തതുകൊണ്ട് അവർ കുറച്ച് ഏജൻസിനെ ഇടിച്ചു വീഴ്ത്തി അവരുടെ വേഷം ധരിച്ച് ഉള്ളി കടക്കുവാണ്. ഡാർസിക്ക് ഹാക്കിംഗ് അറിയുന്നതുകൊണ്ട് ടൈലർ ഹേവാർഡ് ഹെക്സിനുള്ള വിഷനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് മാത്രമല്ല, പ്രൊജക്ട് കാറ്ററാക്ട് എന്ന് പറയുന്ന എന്തോ ഒരു പ്ലാൻ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ വണ്ടി റെഡിയാക്കാൻ വേണ്ടി മോണിക്കയും കൂടി പോവാണ്. അവളുടെ ഹാക്കിംഗ് തുടരുന്നു. വാണ്ട പീട്രോയോട് ഇത് ശരിക്കുള്ള തന്റെ പീട്രോ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അങ്ങോട്ട് പിടികൊടുക്കുന്നില്ല. വിഷൻ സുരക്ഷയുടെ മീറ്റിംഗ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാണ് പോയതെന്ന് ഹെർബിനോട് ചോദിച്ചപ്പോൾ വാണ്ടയ്ക്ക് മനസ്സിലായി. വാണ്ടയുടെ പ്ലാൻ അനുസരിച്ച് തന്നെയല്ലേ താൻ പെരുമാറുന്നതെന്ന് വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഹെർബ് ചോദിക്കുന്നുണ്ട്. വിഷൻ നടന്ന് വെസ്റ്റ്വ്യൂവിന്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തി. അവിടെ അനങ്ങാതെ നിൽക്കുന്ന കുറെ പേരെയാണ് വിഷന് കാണാൻ പറ്റുന്നത്. ചിലർ റിപ്പീറ്റ് അടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷൻ വെസ്റ്റ്വ്യൂവിന്റെ അതിർത്തി പരിശോധിക്കുന്നു. ആ സമയത്ത് കാറിന്റെ ഉള്ളിൽ അനങ്ങാതിരിക്കുന്ന ആഗ്നസിനെ കണ്ട് വിഷൻ അങ്ങോട്ട് ചെല്ലുന്നു. വിഷൻ തന്റെ പവർ ഉപയോഗിച്ച് ആഗ്നസിന്റെ മേൽ വാണ്ടയ്ക്കുള്ള മൈൻഡ് കൺട്രോൾ കളയുമ്പോൾ അവൾ നോം പെരുമാറിയതുപോലെ ഭയങ്കരമായിട്ട് പേടിക്കുവാണ്. ഇതൊക്കെ വാണ്ടയാണ് ചെയ്യുന്നതെന്നും നമ്മളെ ഇവിടുന്ന് പുറത്തേക്ക് വിടാൻ വാണ്ട അനുവദിക്കില്ലെന്നും ആഗ്നസ് വിഷനോട് പറയുന്നു. വീണ്ടും വാണ്ടയുടെ മൈൻഡ് കൺട്രോളായ ആഗ്നസ് അവിടുന്ന് കാർ ഓടിച്ചു പോകുന്നു. വിഷന്റെ സംശയം കൂടി വന്നു. വാണ്ട വെസ്റ്റ്വ്യൂവിനെ മാറ്റിയ കാര്യവും എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യവും പീട്രോയ്ക്ക് അറിയാമെന്ന് പറയുന്നു. പക്ഷെ വാണ്ട അങ്ങനെ ചെയ്തെന്ന് വെച്ച് അത് വലിയൊരു തെറ്റായിട്ടൊന്നും താൻ കാണുന്നില്ലെന്നാണ് പീട്രോ അവളോട് പറയുന്നത്. വാണ്ടയ്ക്ക് സന്തോഷമായെങ്കിലും പീട്രോ അടുത്തതായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് വാണ്ട ചെയ്യുന്നതെന്ന് വീണ്ടും ചോദിക്കുന്നു. വാണ്ടയ്ക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഈ സമയത്ത് വിഷൻ വെസ്റ്റ്വ്യൂവിന്റെ ബോർഡറിലേക്ക് വന്ന് ഏറ്റവും അറ്റത്തുള്ള എനർജി ഷീൽഡിൽ കൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുവാണ്. വിഷന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവന് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. അവന്റെ ശരീരത്തിൽ നിന്ന് പീസുകൾ വേർപെട്ട് ഹെക്സിന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ വിഷൻ താഴെ വീണു. ഡാർസി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വോർഡിന്റെ ആളുകൾ അവരെ തടയുന്നു. ടോമിക്ക് സൂപ്പർ സ്പീഡ് കിട്ടിയതുപോലെ ബില്ലിക്കും വാണ്ടയുടേത് പോലെയുള്ള കുറച്ച് പവറുകൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛൻ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ബില്ലിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു. അവൻ ഈ കാര്യം പെട്ടെന്ന് പോയി വാണ്ടയോട് പറയുവാണ്. വിഷൻ അപകടത്തിലാണെന്ന് മനസ്സിലായതോടെ വാണ്ട പെട്ടെന്ന് എല്ലാവരെയും സ്റ്റക്കാക്കി ഹെക്സിന്റെ പരിധി വർദ്ധിപ്പിക്കുവാണ്. ഹെക്സിന്റെ ഉള്ളിലേക്ക് വന്നതോടെ വിഷൻ പഴയതുപോലെയായി. പക്ഷെ ഹെക്സിന്റെ ഉള്ളിലായ വാഹനങ്ങളും മറ്റ് സ്ഥലങ്ങളും കൂടെ തന്നെ സ്വോർഡിന്റെ ആളുകളും ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയി പോവാണ്. ആളുകൾ വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലായി അവർ സർക്കസ് കളിക്കുന്ന കോമാളികളായിട്ട് മാറി. ഇതുപോലെ തന്നെ ഹെക്സിന്റെ ഉള്ളിലായി പോയ എല്ലാം മാറി മറിഞ്ഞു. ഡാർസിയെ സ്വോർഡിന്റെ ആളുകൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവളും ഹെക്സിന്റെ ഉള്ളിൽ പെട്ടു. ടൈലർ ഹേവാർഡ് കുറച്ചുപേരെ കൂട്ടി രക്ഷപ്പെട്ടു. താൻ കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്തിന്റെയും ആളുകളുടെയും പരിധി കൂടിയതോടെ വാണ്ടയുടെ കൺട്രോൾ പതുക്കെ പോകാൻ തുടങ്ങി. അവൾക്ക് കൂടുതൽ പവർ ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ടയർഡായി. ഇതിന്റെ കൂടെ പിള്ളേരുടെ തലവേദന വേറെ. പിള്ളേർ അവരുടെ മാമൻ പീട്രോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വാണ്ട അതിന് ഉത്തരവൊന്നും കൊടുക്കുന്നില്ല. അവിടെയുള്ള സാധനങ്ങളൊക്കെ വാണ്ടയുടെ കൺട്രോൾ പോയതുകൊണ്ട് പല കാലഘട്ടങ്ങളിലേക്ക് ചാടി കളിക്കാൻ തുടങ്ങി. വാണ്ടയ്ക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയൊരു കുറ്റബോധവും വരാൻ തുടങ്ങി. ഈ സമയത്ത് ആഗ്നസ് എല്ലാ വട്ടവും വരുന്നത് പോലെ തന്നെ വന്ന് വാണ്ടയ്ക്ക് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടി അവളുടെ പിള്ളേരെ കൂടെ കൊണ്ടുപോവാണ്. സ്വോർഡ് ടീമിന് വെസ്റ്റ്വ്യൂവിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്ന വാണ്ടാവിഷൻ എന്ന് പറയുന്ന TV ഷോയുടെ സിഗ്നൽ ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കാണാനും പറ്റുന്നില്ല. അടുത്ത ദിവസം എഴുന്നേക്കുന്ന വിഷൻ ചുറ്റും ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കണ്ട് ഞെട്ടി. പക്ഷെ തന്നെ ഇന്നലെ സഹായിക്കാൻ ശ്രമിച്ച ഡാർസിയെ കണ്ടപ്പോൾ വിഷൻ അവൾ മനസ്സിലായി. ഒരുപക്ഷെ ഡാർസിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് വിഷന് തോന്നിയതുകൊണ്ട് അവൻ ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ പിന്നാലെ പോവാണ്. ഹെക്സിന്റെ ഉള്ളായതുകൊണ്ട് മൈൻഡ് മാറിപ്പോയ ഡാർസി ഇപ്പൊ ഒരു സർക്കസുകാരി പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് വിഷൻ തന്നെ വളയ്ക്കാൻ വരുന്ന ഒരാളായിട്ട് മാത്രമാണ് ഡാർസി കാണുന്നത്. കുറെ ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതോടെ വിഷൻ അവന്റെ പവർ ഉപയോഗിച്ച് ഡാർസിയുടെ മൈൻഡ് നോർമലാക്കുവാണ്. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് ആദ്യം ചോദിച്ചപ്പോൾ കോഫി തരാതെ എന്നൊരുത്തന് ഡാർസി മൂക്കിനിടിച്ച് നിലത്തിടുന്നുണ്ട്. ശരിക്കുള്ള വിഷന്റെ സ്റ്റോറി എന്താണെന്നും വാണ്ടയും വിഷനും എങ്ങനെയായിരുന്നുവെന്നും പുറം ലോകത്ത് എന്തൊക്കെ
എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഡാർസിയിൽ നിന്ന് വിഷൻ മനസ്സിലാക്കി. ഈ സമയത്ത് ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി മോണിക്കയ്ക്ക് ആവശ്യമുള്ള വണ്ടി റെഡിയായി. അവൾ സ്യൂട്ടൊക്കെ ഇട്ട് ആ വണ്ടി ഹെക്സിലേക്ക് ഓടിച്ച് കയറ്റിയെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയ വണ്ടിയുടെ മുൻഭാഗം അങ്ങനെ തന്നെ ചേഞ്ച് ആയി. എന്നാലും തോൽവി സമ്മതിക്കാതെ മോണിക്ക് നേരെ ഉള്ളിലേക്ക് കയറുവാണ്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവൾക്ക് ഹെക്സിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവൾക്ക് കുറച്ച് സൂപ്പർ പവറുകളും കിട്ടി. നേരത്തെ 2 വട്ടം ഹെക്സിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോയപ്പോൾ അവളുടെ DNA ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ 3ാമത്തെ വട്ടം കൂടിയായപ്പോൾ അത് പൂർത്തിയായി. അവളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അവൾക്കിപ്പോ ചുറ്റും ഫ്ലോ ചെയ്യുന്ന എനർജി കാണാൻ പറ്റുന്നുണ്ട്. വേറെ എന്തൊക്കെ ഫേക്ക് ആണെങ്കിലും വാണ്ടയ്ക്ക് വിഷനോടുള്ള സ്നേഹം മാത്രം ഫേക്ക് അല്ലെന്ന് ഡാർസി പറയുന്നു. വിഷൻ ഡാർസി ഒറ്റയ്ക്കാക്കി വീട്ടിലേക്ക് പറന്നു പോകുന്നു. ഡാർസി സീരീസിൽ വീണ്ടും വീണ്ടും മൂഞ്ചുന്നു. വാണ്ടയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി കയറി ചെല്ലുന്ന മോണിക്കയെ വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് ഉയർത്തുവാണ്. എന്നിട്ട് നേരെ നിലത്തേക്ക് അടിക്കാൻ പോകുമ്പോൾ മോണിക്ക സൂപ്പർ ഹീറോയെ പോലെ വന്ന് ലാൻഡ് ചെയ്യുന്നു. അവൾക്ക് എനർജിയെ കാണാൻ മാത്രമല്ല എനർജിയെ അബ്സോർബ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെയാണ് താഴെ വീഴുമ്പോൾ ഉണ്ടാവുമായിരുന്ന ഡാമേജിൽ നിന്ന് മോണിക്ക രക്ഷപ്പെടുന്നത്. മോണിക്ക വാണ്ടയെ പേടിക്കാതെ സംസാരിക്കുന്നു. പക്ഷെ വാണ്ടയുടെ മനസ്സ് മാറ്റാൻ പോകുമ്പോഴേക്കും ആഗ്നസ് വന്ന് മോണിക്കയോട് പോകാൻ പറഞ്ഞ് വാണ്ടയെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാണ്. മോണിക്കയും പിന്നാലെ പോകുന്നുണ്ട്. ആഗ്നസിന്റെ വീട്ടിലേക്ക് കയറുന്ന വാണ്ട അവിടെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കാണുവാണ്. പക്ഷെ അവളുടെ മക്കളെ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അവര് താഴെ ബേസ്മെന്റിൽ കളിക്കുന്നുണ്ടെന്നാണ് ആഗ്നസ് വാണ്ടയോട് പറയുന്നത്. പക്ഷെ അടിയിലേക്ക് ചെല്ലുന്ന വാണ്ട ചില സത്യങ്ങൾ വൈകിയാണ് മനസ്സിലാക്കുന്നത്. വെസ്റ്റ്യൂവിനെ കൺട്രോൾ ചെയ്തിരുന്നത് വാണ്ടയായിരുന്നെങ്കിലും അതിന്റെ ഇടയ്ക്ക് കൂടെ പലപ്പോഴും ചരട് വലിച്ചുകൊണ്ടിരുന്നത് ആഗ്നസ് ആയിരുന്നു. അഗത ഹാർക്നസ്. ഇത്രയും നാൾ വെസ്റ്റ്യൂവിൽ വാണ്ടയുടെ അയൽക്കാരിയാണെന്നുള്ള പേരിൽ എപ്പോഴും സഹായിക്കാൻ ഓടി വന്നുകൊണ്ടിരുന്ന ആഗ്നസ് മാന്ത്രിക വിദ്യകൾ കൈവശമുള്ള ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു, ഒരു വിച്ച്. ഇപ്പൊ ബില്ലിയും ടോമിയും അവളുടെ കൈകളിലാണ്. വാണ്ടയുടെ മൈൻഡിനെ സ്വാധീനിക്കാനും അഗതയ്ക്ക് പറ്റുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക? നമുക്ക് സമയം കളയാതെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. കഥയിൽ അല്പം പിന്നിലേക്ക് പോവാം. 1693 സെയിലം എന്ന് പറയുന്ന സ്ഥലം, അതായത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന കാഴ്ചകൾ. ചെറുപ്പക്കാരിയായ അഗതയാണ് നമ്മൾ കാണുന്നത്. ഒരു കൂട്ടം മന്ത്രവാദിനികൾ അവളെ പിടിച്ചുകെട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഗത വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൂടെയുള്ള മന്ത്രവാദിനികൾ അതൊന്നും കേൾക്കുന്നില്ല. അവരഗതയെ കൊണ്ടുപോയി ഒരു മരത്തെ പിടിച്ച് കെട്ടുവാണ്. അവിടെ മന്ത്രവാദിനികളുടെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കാൻ തുടങ്ങി, അഗത ഹാർക്നസ്, നീ ഒരു മന്ത്രവാദിനിയാണോ? അതെ, ഞാനൊരു മന്ത്രവാദിനിയാണ്. എന്നിട്ട് നീ എന്തിന് ഞങ്ങളുടെ കൂട്ടത്തിനെ ചതിച്ചു? നമ്മൾക്കിടയിൽ ഒരു നിയമമുണ്ട്. മാജിക് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഡാർക്ക് മാജിക് ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. പക്ഷേ നീ അത് ചെയ്തു. നോ, ഞാൻ നിങ്ങളെ ആരും ചതിച്ചിട്ടില്ല. മന്ത്രവാദിനികളുടെ നിയമം നിനക്കറിയാം അഗത. ഓരോരുത്തരുടെ സ്ഥാനത്തിനും വയസ്സിനും അപ്പുറത്തേക്കുള്ള വിദ്യകൾ അവർ പഠിക്കാൻ പാടില്ല. പക്ഷേ നീ ആ നിയമം തെറ്റിച്ചു. ഇപ്പോൾ നീ അതിന് ശിക്ഷയായി മരിക്കേണ്ടി വരും. ഇല്ല, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ആരും ചതിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. എന്നെ കൊല്ലരുത്. മതി അഗത, നിന്റെ അഭിനയം കൊണ്ട് ഇവിടെ കാര്യമില്ല. ഞാൻ നിന്റെ അമ്മയാണ്. പക്ഷേ നിന്റെ വിധികളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. മന്ത്രവാദിനികൾക്കൊരു നിയമമുണ്ട്. അതാര് തെറ്റിച്ചാലും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഓക്കേ, ഞാൻ നിങ്ങളുടെ നിയമം തെറ്റിച്ചിട്ടില്ല. എന്റെ അർഹത എന്താണെന്ന് എനിക്കറിയാം. അത് നിങ്ങളാരും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. എന്റെ കഴിവിനനുസരിച്ചുള്ള മന്ത്രങ്ങളാണ് ഞാൻ പഠിച്ചത്. അതിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും മന്ത്രവാദിനികളുടെ നിയമത്തിനെതിരായി ഡാർക്ക് മാജിക് പഠിക്കാൻ ശ്രമിക്കുന്ന അഗതയെ അവരെല്ലാവരും കൊല്ലാൻ പോവുകയാണ്. താൻ ചെയ്ത കാര്യത്തിൽ അഗതയ്ക്ക് കുറ്റബോധമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവിടെ കൂട്ടം കൂടി നിന്ന മന്ത്രവാദിനികൾ എല്ലാവരും കൂടി അഗതയെ ആക്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യരുതെന്ന് അഗത അവളുടെ അമ്മയും ഈ സംഘത്തിന്റെ മെയിൻ നേതാവായിട്ടുള്ള സ്ത്രീയോട് കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ അഗതയെ വെറുതെ വിടാൻ അവരും തയ്യാറല്ല. അവരെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അഗതയെ ആക്രമിക്കുന്നു. അഗത വേദന കൊണ്ട് അലറി കരയാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. അഗതയുടെ കരച്ചിൽ പതുക്കെ ഒരു ആവേശമായിട്ട് മാറി. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാ മന്ത്രവാദിനികളുടെയും ലൈഫ് ഫോഴ്സ്, അല്ലെങ്കിൽ അവരുടെ ജീവനെയും അവരുടെ ഉള്ള ശക്തിയെയും എനർജിയെയും ഒക്കെ അഗത അവളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇത് അഗതയ്ക്കുള്ള ഒരു പ്രത്യേക കഴിവാണ്. ഈ ഒരു മൊമെന്റിലാണ് അവൾ അത് തിരിച്ചറിയുന്നത്. ശരീരത്തിൽ നിന്ന് എല്ലാ എനർജിയും പോകാൻ തുടങ്ങിയതോടെ ചുറ്റും കൂടി നിൽക്കുന്ന മന്ത്രവാദിനികൾ ആകെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. മറ്റു മന്ത്രവാദിനികളെ കൊണ്ട് പറ്റുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അഗതയുടെ അമ്മയും അവൾക്ക് നേരെ മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അവരെല്ലാവരും കൂടുതൽ മന്ത്രവിധി ഉപയോഗിക്കും തോറും അതൊക്കെ വലിച്ചെടുത്ത് അഗത കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുവാണ്. തന്റെ കൈകൾ ബന്ധിച്ചു വെച്ചിരിക്കുന്ന മാന്ത്രിക വിദ്യ അഗത പൊട്ടിക്കുന്നു. അവൾ കൈകൾ ചലിപ്പിച്ചതും മുഴുവൻ ലൈഫ് ഫോഴ്സും പോയി കഴിഞ്ഞ മന്ത്രവാദിനികൾ ജീവനറ്റ് താഴെ വീഴുവാണ്. ഇതെല്ലാം നിർത്താൻ വേണ്ടി അമ്മയ്ക്ക് അഗത ഒരു അവസരം കൂടി കൊടുക്കുന്നുണ്ട്. അമ്മ പ്ലീസ്, ഇനി നമ്മൾ തമ്മിലൊരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ നന്നായിക്കോളാം. ഇല്ല അഗത, ഇനി നിനക്കൊരു തിരിച്ചുവരവില്ല. നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ അതെല്ലാവരുടെയും നാശത്തിന് കാരണമാവും. അങ്ങനെ പറഞ്ഞ അമ്മ അഗതയെ വീണ്ടും ആക്രമിക്കുകയാണ്. അവരുടെ ഫുൾ കഴിവും പുറത്തെടുക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു കിരീടമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ലീഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും പവർഫുള്ളും അഗതയുടെ അമ്മയായിരുന്നു. പക്ഷേ അവരുടെ പവറിന് പോലും അഗതയെ തളയ്ക്കാൻ സാധിച്ചില്ല. അഗതയുടെ പർപ്പിൾ കളറിലുള്ള മാജിക് അവളുടെ അമ്മയെയും തകർത്തു കളഞ്ഞു. അമ്മയുടെ മുഴുവൻ മാജിക്കും ലൈഫ് ഫോഴ്സും വലിച്ചെടുക്കുന്ന അഗത ഒരുപാട് പവർഫുൾ ആയി മാറി. അവസാനം ജീവനറ്റ്
വീണറ്റ് ഉണങ്ങിക്കരിഞ്ഞൊരു ശരീരമായിട്ട് അഗതയുടെ അമ്മയും അവിടെ വീഴുവാണ്. തനിക്ക് വിലക്കപ്പെട്ട ഡാർക്ക് മാജിക് പഠിക്കാനും കൂടുതൽ പവർ നേടിയെടുക്കാനും അഗത തീരുമാനിച്ചുറപ്പിച്ചു. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച മന്ത്രവാദിനികളെക്കാൾ ഉയരത്തിലാണ് തന്റെ സ്ഥാനം ഉണ്ടാവേണ്ടത്. താൻ ഇവിടെ ഒന്നും ഒതുങ്ങേണ്ട ആളല്ല. ഒരുപക്ഷെ നാളെ ലോകം തന്നെ ഭരിക്കേണ്ട ആളാണ് താൻ. അതിന് എത്രത്തോളം മാജിക്കൽ പവർ കിട്ടുമോ അതൊക്കെ കൈക്കലാക്കിയേ പറ്റൂ. ഈ ചിന്തയോടെ അഗത ചിരിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ കഴുത്തിൽ ഒരു പ്രത്യേക ലോക്കറ്റ് പൊട്ടിച്ചെടുത്ത് അവിടുന്ന് പറന്നുയരുകയാണ്. ഇതാണ് അഗതയുടെ ബാക്ക് സ്റ്റോറി. പണ്ടുകാലത്ത് മന്ത്രവാദിനികളെ ഗ്രാമത്തിലെ ആളുകളൊക്കെ പിടിച്ചുകെട്ടി കത്തിച്ച് കൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ മന്ത്രവാദിനികൾക്കിടയിൽ തന്നെ ഡാർക്ക് മാജിക് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നല്ല മാജിക്കും ഡാർക്ക് മാജിക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡാർക്ക് മാജിക് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് വലിയ രീതിയിൽ പവർഫുൾ ആവാൻ പറ്റുമെങ്കിലും ആ ഡാർക്ക് മാജിക് പതുക്കെ അയാളുടെ മൈൻഡിനെ സ്വാധീനിക്കാൻ തുടങ്ങും. അത് അയാളെ ഒരു ദുഷ്ടനാക്കി മാറ്റും. ഒരു ദയയും കരുണയും ഇല്ലാത്ത ഒരാളായിട്ട് അയാൾ മാറും. ഇതുകൊണ്ടാണ് ഡാർക്ക് മാജിക് ഉപയോഗിക്കരുതെന്ന് മജീഷ്യൻസിന്റെ ഇടയിൽ ഒരു നിയമം നിലനിൽക്കുന്നത്. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൽ കണ്ടിട്ടുണ്ട്. കൈസിലിയസും അവന്റെ ആളുകളും കൂടുതൽ പവർഫുൾ ആവാൻ വേണ്ടി ഡാർക്ക് ഡയമെൻഷനിൽ നിന്നും ഡോർമാമിന്റെ അടുത്ത് നിന്നും പവർ വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ പല മാറ്റങ്ങളും കൈസിലിയസിന് ഉണ്ടായിരുന്നു. അയാളുടെ മുഖവും കൈകളും ഒക്കെ ആകെ വികൃതമായി പോയി. ഡാർക്ക് മാജിക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ കമതാജിൽ നിന്ന് പുറത്താക്കിയതാണ്. കാരണം ഡാർക്ക് മാജിക് ഉപയോഗിക്കാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ നമ്മളുടെ ആൻഷ്യൻ വണ്ണും സീക്രട്ട് ആയിട്ട് ഡാർക്ക് ഡയമെൻഷനിൽ നിന്ന് പവർ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും അഗതയുടെ ഈ ഫുൾ ബാക്ക് സ്റ്റോറി നമ്മളെപ്പോലെ തന്നെ വാണ്ടയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ വാണ്ടയുടെ മൈൻഡിനെ അഗത കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വാണ്ടയുടെ മൈൻഡിനെ അഗത കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവളെ കൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ അഗതയ്ക്ക് പറ്റുന്നില്ല. കാരണം വാണ്ട പവർഫുൾ ആണ്. പക്ഷെ വാണ്ടയുടെ മൈൻഡിൽ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും മനസ്സിനെ സ്വാധീനിക്കാനും അഗതയ്ക്ക് പറ്റും. ഇപ്പൊ അഗത എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഏകദേശം 300 വർഷം മുൻപ് തൊട്ട് മറ്റുള്ള മന്ത്രവാദിനികളുടെ ഒക്കെ അടുത്ത് പോയി അവരുടെ മാന്ത്രിക ശക്തി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അഗത. അങ്ങനെ വലിച്ചെടുത്ത് അഗത ഒരുപാട് പവർഫുൾ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ വാണ്ടയുടെ കയ്യിലുള്ള ഈ പവർ കാണുമ്പോൾ അതും തനിക്ക് വേണമെന്നാണ് അഗതയുടെ ആഗ്രഹം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളിവിടെ വാണ്ടയെ ചുറ്റിപ്പറ്റി വാണ്ടവിഷനിൽ കഴിഞ്ഞതും ഒരു അയൽക്കാരിയായിട്ട് അഭിനയിച്ചതും. ഈ സമയത്ത് വാണ്ട അഗതയെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുവാണ്. പക്ഷെ അവൾക്ക് അതിന് പറ്റുന്നില്ല. എന്റെ പൊന്നു വാണ്ട, നീ വെറുതെ ട്രൈ ചെയ്ത് സമയം കളയണ്ട. നിനക്ക് എന്റെ മൈൻഡ് വായിക്കാനും പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അതിന് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആരാന്ന് നീ മുന്നേ മനസ്സിലാക്കുമായിരുന്നല്ലോ. അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനും അത്ര മോശമൊന്നുമല്ല. എന്റെ കയ്യിലും കുറെ വിദ്യകളുണ്ട്. അപ്പൊ വാണ്ട, നമുക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. ആഗ്നസ് എന്റെ പിള്ളേരെവിടെ? എനിക്കവരെ കാണണം. ഓ, ഞാനവിടെ പേടിച്ചു പോയി. എന്റെ പിള്ളേരെവിടെ? എനിക്കവരെ കാണണം, ഇല്ലെങ്കിൽ നീ എന്നെ ഒലത്തു. ഈ സമയത്ത് വാണ്ട അഗതയെ ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ അതിനും പറ്റുന്നില്ല. വാണ്ടയുടെ പവർ ഒന്നും ഇവിടെ വർക്ക് ആവുന്നില്ല. മോളെ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ എന്തിനാ ട്രൈ ചെയ്യുന്നത്? പിന്നെ പിള്ളേരെ പറ്റി ഓർത്തിട്ടാണെങ്കിൽ അവര് തൽക്കാലം സേഫ് ആയിട്ടിരിക്കുക. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. മോൾ എനിക്ക് വേണ്ടതൊക്കെ തരുവാണെങ്കിൽ ഞാൻ നിന്റെ പിള്ളേരെ വിട്ടുതരാം. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ. അങ്ങനെ പറഞ്ഞ അഗത അവളുടെ മാജിക് ഉപയോഗിച്ച് വാണ്ടയുടെ കൈയും കാലും കെട്ടി അവളെ മുകളിലേക്ക് ഉയർത്തി തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. വാണ്ടയ്ക്ക് വേദനിക്കാൻ തുടങ്ങി. അവൾ കരയുന്നുണ്ട്. വാണ്ട, നിനക്ക് മാജിക് അറിയാം. നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? എന്നിട്ട് ഈ സിമ്പിൾ ആയ കാര്യം നീ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ദേ, നിന്റെ ചുറ്റുമുള്ള ചുമരിലേക്ക് നോക്ക്. അവിടെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പ് കണ്ടില്ലേ? ഇതാണ് റൂൺസ്. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇതൊരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ വെച്ചാ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഇത് വെച്ച മന്ത്രവാദിനിക്ക് മാത്രമേ പവർ ഉണ്ടാവൂ. മറ്റൊരു മന്ത്രവാദിക്കും അവിടെ പവർ ഉണ്ടാവില്ല. വാണ്ട, നീ ഒരു വിച്ചാണ്, ഒരു മന്ത്രവാദിനി. എന്നിട്ടും ഇങ്ങനത്തെ കാര്യം നിനക്ക് എന്താ അറിയാത്തത്? മാജിക്കിനെ പറ്റി നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. നീ ആരാ? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ പിള്ളേരെ വിട്ടുതാ. എന്റെ അമ്മോ, ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഷോയും നിന്റെ പ്രത്യേക സ്റ്റൈലിലുള്ള ഹെയർ സ്റ്റൈലും ഡ്രസ്സും എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടോ? എന്ത് സഹായത്തിന് നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അയൽക്കാരി. ആഗ്നസ്, എല്ലാം നീ വിശ്വസിച്ചല്ലേ വാണ്ട? ഇതാണ് പറയുന്നത്, ആരെയോ അത്ര പെട്ടെന്ന് വിശ്വസിക്കരുതെന്ന്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വാണ്ട. ഇപ്പൊ നീ നിന്റെ യഥാർത്ഥ മുഖം വെളിവാക്കി. വെൽ, നിന്റെ അനിയനായിട്ട് വന്ന പിയട്രോ അയച്ചത് ഞാൻ തന്നെയാ. വാണ്ട, എനിക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതാണ്? ഈ വെസ്റ്റ്യൂ, ഇവിടുത്തെ ആളുകൾ, ഇതിനൊക്കെ നീ എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്? പിയട്രോയെ ഞാൻ കൺട്രോൾ ചെയ്ത് അവനെ കൊണ്ട് ഈ കാര്യം ഞാൻ നിന്നോട് ചോദിച്ചതാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, നീ ഒരു ഉത്തരവും തന്നില്ല. അപ്പൊ പിയട്രോ അയച്ചത് നീ ആയിരുന്നല്ലേ? എന്തിനായിരുന്നു ഇതൊക്കെ? മോളെ, നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നീ തന്നെ ആലോചിച്ച് നോക്ക്. നിന്റെ അനിയൻ പിയട്രോ ചത്തുപോയതല്ലേ? വെടികൊണ്ടല്ലേ അവൻ ചത്തു വീണത്. അങ്ങനെ മരിച്ചു പോയൊരുത്തൻ വേറൊരു മുഖത്തോടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ എന്തിനാ അവനെ വീട്ടിൽ കയറ്റി? നീ എന്തുകൊണ്ട് അവനെ സംശയിച്ചില്ല? അപ്പൊ ഇത് എന്റെ തെറ്റാണോ നിന്റെ തെറ്റാണോ? പക്ഷെ വേണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. നിന്റെ മനസ്സിലുള്ള ഈ വിഷമം കാരണം പിയട്രോ നിനക്കൊരു സമാധാനമായിട്ട് തോന്നിക്കാണും. അതുകൊണ്ട് നീ അവനെ ഒരു അനിയനായിട്ട് അംഗീകരിച്ചു. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു മാജിക്കിന്റെ ഉപയോഗം കാണുന്നത്. ഞാൻ ഇവിടേക്ക് വന്ന സമയത്ത്
സമയത്ത് ഞെട്ടിപ്പോയി. എങ്ങനെയാണ് നിന്നെ കൊണ്ട് ഇത്രയും മാജിക് ചെയ്യാൻ പറ്റുന്നത് വാണ്ട? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ എനിക്കറിയുന്ന കുറച്ച് ട്രിക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദേ ഞാനിങ്ങനെ ഒരു പാറ്റയെ കയ്യിലെടുക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിനെങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. ഇപ്പൊ ആ പാറ്റ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. പക്ഷെ വാണ്ട, നീ ഒരു പാറ്റയല്ല മൈൻഡ് കൺട്രോൾ ചെയ്തത്, ഒരു മനുഷ്യനെയല്ല, 3000-ലധികം ആളുകളെയാണ് നീ മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചത്. എങ്ങനെയാ വാണ്ട ഇത് സാധിക്കുന്നത്? എന്ത് പവറാ ഇത്? എല്ലാവരും നീ പറയുന്ന പോലെ കേൾക്കുന്നു, നീ പറയുന്ന പോലെ ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുന്നു. എന്താ ഇതൊക്കെ? നീ ആളൊരു പുലി തന്നെ. പക്ഷെ ഞാനായിട്ട് നീ ഒരു മാജിക് ഇതുവരെ കൈകൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാ വേണ്ട ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് പറ, എനിക്ക് അതാണ് അറിയേണ്ടത്. അത് മാത്രമല്ല, അതിന്റെ ഒപ്പം ട്രാൻസ്മ്യൂട്ടേഷൻ, റിയാലിറ്റി ചേഞ്ചിങ് വാണ്ട. നീ റിയാലിറ്റിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഇത് നോക്ക്, ഞാൻ ഈ പാറ്റയെ ഇതുപോലെ കൈ പിടിച്ച് കുറെ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചൊല്ലിയിട്ട് വേണം ഞാൻ ഇതിനൊരു പ്രാവാക്കി മാറ്റാൻ. കണ്ടോ, പാറ്റയെ ഞാൻ പ്രാവാക്കി. പക്ഷെ എത്ര സമയമെടുത്തു. പക്ഷെ നീ അങ്ങനെയല്ല, ഒരു സെക്കൻഡ് കൊണ്ടല്ലേ വേണ്ട നീ എല്ലാം മാറ്റിമറിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം, അത് കഴിഞ്ഞ് കളർഫുൾ ലോകം, അത് കഴിഞ്ഞ് HD. എന്റെ അമ്മോ, വല്ലാത്തൊരാള് തന്നെ നീ. നിനക്കറിയോ, ഞാനിപ്പോ കാണിച്ച മാജിക് പഠിക്കാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും എന്നെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നീ ഒരു മന്ത്രം പോലും ചെയ്യാതെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? ഓരോരോ ചെറിയ ഡീറ്റെയിൽസ് പോലും നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും അത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറുന്നു. കിലോമീറ്ററുകൾ അകലെ വരെ നിന്റെ മാജിക്കിന്റെ പ്രഭാവം ഉണ്ട് വേണ്ട. അതും ഇതൊക്കെ തന്നെത്താനെ നടക്കുവാണ്, നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ എങ്ങനെ, എന്ത് ടൈപ്പ് പവറാണ് ഇത്? എങ്ങനെയാണ് നീ ചെയ്യുന്നത്? ഇത് എന്താ മോളെ നിന്റെ രഹസ്യം? അതെന്നോട് തുറന്നു പറ. നിനക്ക് ഇനിയും മനസ്സിലായില്ല വേണ്ട, എന്താണ് നിന്റെ മാജിക്? നിനക്ക് എങ്ങനെ ആ മാജിക് കിട്ടി? നീ എങ്ങനെയാണ് ഈ മാജിക് ചെയ്യുന്നത്? എങ്ങനെയാണ് നീ ഇത്ര പവർഫുൾ ആയത്? ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അത് കഴിഞ്ഞ് നീ നിന്റെ പവർ എനിക്ക് തരും, അല്ലെങ്കിൽ നിന്റെ കുട്ടികളെ നീ ഇനി ഒരിക്കലും കാണില്ല. നോക്ക് ആഗ്നസ്, അഗത നോക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് എനിക്ക് അറിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും വാണ്ട അവളുടെ രഹസ്യം പറയാത്തത് അഗതയെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചു. അവൾ വാണ്ടയെ 2 ചുമരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുവാണ്. പാവം വാണ്ടയ്ക്ക് ശരിക്കും വേദനിച്ചു. വാണ്ട, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഞാൻ നിന്നോട് ഇത്രയും നേരം മാന്യമായിട്ടല്ല ചോദിച്ചത്, അപ്പൊ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? എന്റെ അടുത്ത് അങ്ങനെയുള്ള വിദ്യകളൊന്നും നടക്കില്ല. എന്നെ കാണാൻ പ്രായം കുറവാണെങ്കിലും എനിക്ക് 300 വയസ്സിലധികം പ്രായമുണ്ട്. വാണ്ട, ലുക്ക്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മരണങ്ങൾ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച വേർപാടുകൾ, ദുരന്തങ്ങൾ, ഇതിനെ നിനക്ക് ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് നീ റിയാലിറ്റിയെ തന്നെ ചേഞ്ച് ചെയ്യുന്നു. ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ വാണ്ട. നിന്റെ സഹോദരനായി വേഷം കെട്ടിപ്പിച്ച് ഞാൻ അയച്ച പീറ്ററോയോട് നീ എന്താ പറഞ്ഞ? നീ ശരിക്കും ഒറ്റയ്ക്കായതുപോലെ തോന്നിയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. പിന്നെ ഉണ്ടായതൊന്നും നിനക്ക് ഓർമ്മയില്ലെന്നല്ലേ നീ പറഞ്ഞു? അപ്പോ നിന്റെ ഉള്ളിലെ വിഷമങ്ങളിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾക്ക് അവിടുന്ന് തുടങ്ങേണ്ടി വരും. നിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് പിന്നിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. അത് മാത്രമാണ് ഇതിനുള്ള ഒരേ ഒരു വഴി വാണ്ട. അങ്ങനെ പറഞ്ഞ് അഗത വാണ്ടയുടെ തലയിൽ നിന്ന് ഒരു മുടി പറിച്ചെടുക്കുവാണ്. എന്നിട്ട് അവളുടെ മാജിക് ഉപയോഗിച്ച് വാണ്ടയുടെ പാസ്റ്റിലേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. കാരണം വാണ്ടയുടെ ശക്തിയെ പറ്റിയുള്ള അഗതയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വാണ്ടയുടെ പാസ്റ്റിലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അഗതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരുപക്ഷെ വാണ്ടയ്ക്ക് ഇത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അഗതയുടെ മാജിക് ഉപയോഗിച്ച് വാണ്ടയിലൂടെ തന്നെ അതിലേക്ക് എത്താൻ അവൾക്ക് പറ്റും. എന്തായാലും എന്തിനാണ് അഗത ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വാണ്ടയുടെ പവറിനെ പറ്റി മനസ്സിലാക്കാനും അതിനെ വലിച്ചെടുക്കാനും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റൂൺസ്. വാണ്ട ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുന്നേ ഈ ബേസ്മെന്റിന്റെ 4 ചുമരുകളിലായിട്ട് അഗത റൂൺസ് മാജിക് ഉപയോഗിച്ചു. പ്രത്യേക ഷേപ്പുകളിലുള്ള ഈ മാജിക് സ്പെല്ലുകൾ ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാണ് അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാജിക് യൂസ് ചെയ്യാൻ പറ്റൂ. മറ്റൊരു മന്ത്രവാദിനി അല്ലെങ്കിൽ വിച്ച് അങ്ങോട്ട് കയറി വന്നാൽ അവൾക്ക് അവിടെ പവർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വാണ്ടയ്ക്ക് അഗതയെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതാണ് റൂൺസ് മാജിക്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് കഥയിൽ മുന്നിലേക്ക് പോവാം. വാണ്ടയുടെ പാസ്റ്റിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഒരുപക്ഷെ മക്കളെ അഗത പിടിച്ചു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ വാണ്ട അഗത പറയുന്നൊന്നും കേൾക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വാണ്ടയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. അഗത തുറക്കുന്ന ഒരു വാതിലിലൂടെ വാണ്ട മുന്നിലേക്ക് കടക്കുന്നു. അവിടെ അവൾക്ക് കാണാൻ പറ്റുന്നത് വാണ്ടയുടെ കുട്ടിക്കാലത്തെ ചില കാഴ്ചകളാണ്. 1999 സോക്കോവിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് വാണ്ടയുടെ ചെറിയ കുടുംബം ജീവിക്കുന്നത്. അച്ഛനും അമ്മയും പീറ്ററോയും വാണ്ടയും മാത്രം. തന്റെ കുട്ടിക്കാലം വീണ്ടും ഒരിക്കൽ കൂടി മുന്നിൽ കണ്ടപ്പോൾ വാണ്ടയ്ക്ക് സന്തോഷമായി. കാരണം തന്റെ അച്ഛനെയും അമ്മയും കുട്ടിക്കാലത്ത് തന്റെ അനിയൻ പീറ്ററോയെയും വീണ്ടും ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വാണ്ട വിചാരിച്ചിട്ടേ ഇല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ടൈം ട്രാവൽ ഒന്നുമല്ല നടക്കുന്നത്. വാണ്ടയുടെ മൈൻഡിലുള്ള ഓർമ്മകളിൽ കൂടെയാണ് അഗതയും വാണ്ടയും കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ വാണ്ടയ്ക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. വാണ്ടയുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു. അന്നത്തെ കാലത്ത് പ്രശസ്തമായിരുന്ന കുറെ TV ഷോകളുടെ DVD-യും വാണ്ടയുടെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലെല്ലാവരും TV ഷോകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പുതിയതായിട്ട് കിട്ടുന്ന എല്ലാ TV ഷോകളും അവരൊരുമിച്ച് കുടുംബത്തോടെ ഇരുന്ന് കാണാറുണ്ട്. ഈ യുദ്ധത്തിന്റെയും കോലാഹലത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് അതായിരുന്നു അവർക്കുള്ള ഒരേ ഒരു ആശ്വാസം. ഈ സമയത്ത് കുഞ്ഞായിരിക്കുന്ന വാണ്ടയും പീറ്ററയും ഓടി വന്ന് അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിക്കുവാണ്. വാണ്ടച്ഛൻ പുതിയതായിട്ട് ഏത് TV ഷോയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുവാണ്. കാരണം അവൾക്ക് TV ഷോകൾ ഭയങ്കര ഇഷ്ടമാണ്. ജനലിക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ യുദ്ധത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വാണ്ടയുടെ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവരതിനെ കാര്യമാക്കാതെ ജനലിന്റെ കർട്ടൻ ഇടുവാണ്. ഇന്ന് വാണ്ടയും കുടുംബവും കാണാൻ പോകുന്നത് വാണ്ടയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഡിക് വാൻ ഡൈൻ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ഇതിനെ സീരീസ് എന്നും TV ഷോ എന്നും സിറ്റ്കോം എന്നും ഒക്കെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട്
ആയതുകൊണ്ട് വാണ്ടയും പീട്രോയും ഒക്കെ കൂടി അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടിയിരിക്കുവാണ്. വാണ്ട ഈ TV ഷോ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിലെ സ്റ്റോറിയോടും ക്യാരക്ടേഴ്സിനോടും ഒക്കെ അവൾ വളരെ അഡിക്റ്റഡ് ആണ്. അങ്ങനെ അവർ ദ ഡിക് വാൻ ഡൈക്ക് എന്ന് പറയുന്ന ഷോ കാണാൻ തുടങ്ങി. ഈ TV ഷോയിലെ രംഗങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വാണ്ട വിഷൻ എപ്പിസോഡ് 1ലും 2ലും ഒക്കെ കാണിക്കുന്ന രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മാത്രമല്ല അവരുടെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ജീവിതവും ഒക്കെ ഏകദേശം ഈ ഡിക് വാൻ ഡൈക്കിനോട് വളരെ സാമ്യമുള്ളതായിരുന്നു. ചിലർക്ക് കാര്യങ്ങൾ ഇപ്പോൾ കണക്ട് ആവുന്നുണ്ടാവും, പക്ഷെ നമ്മൾക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. അങ്ങനെ അവർ ഫാമിലിയായിട്ട് വളരെ ആകാംക്ഷയോടെ ആ TV ഷോ കണ്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അത് അധികം നേരം ഉണ്ടായില്ല. വാണ്ടയുടെ മുഖത്തെ ചിരി ഒരുപാട് നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് അവിടെ മുഴുവൻ ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. അവിടെ നിന്നാണ് വാണ്ടയുടെ ജീവിതം തകർന്നടിയാൻ ആരംഭിച്ചത്. അതൊരു മിസൈലായിരുന്നു. യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇവരുടെ വീടിന്റെ മുകളിൽ വന്നു വീണ ഒരു മിസൈൽ അവരുടെ വീടിനെ അങ്ങനെ തന്നെ തകർത്ത് കളഞ്ഞു. ആ അറ്റാക്കിന്റെ ഇടയ്ക്ക് വാണ്ടയുടെ അച്ഛനും അമ്മയും മരിച്ചു പോവാണ്. ഭാഗ്യത്തിന് പീട്രോയും വാണ്ടയും രക്ഷപ്പെട്ടു. ചുറ്റും നോക്കുന്ന വാണ്ടയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും കാണാൻ പറ്റുന്നില്ല. തന്റെ തകർന്നു കിടക്കുന്ന വീട് കണ്ടവൾ ഞെട്ടിപ്പോയി. അവളും പീട്രോയും കൂടി രക്ഷപ്പെടാൻ വേണ്ടി ഒരു മേശയുടെ അടിയിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ഷോ കണ്ടുകൊണ്ടിരുന്ന TV ഇപ്പോഴും ചെറുതായിട്ട് വർക്ക് ആവുന്നുണ്ട്. വാണ്ട അത് ശ്രദ്ധിക്കുന്നു. പീട്രോ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അത്ര ഈസി ആയിരുന്നില്ല. പുറത്തേക്ക് കടന്നാൽ ഒരു പക്ഷേ ഇവരെ കൊല്ലാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. ഇവരുടെ മുന്നിൽ ഇപ്പോൾ ഒരു മിസൈൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ നിന്ന് മോഷ്ടിച്ച ഒരുപാട് മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മിസൈലാണ് ഇപ്പൊ വാണ്ടയുടെ മുന്നിൽ വന്ന് വീണിരിക്കുന്നത്. അതിൽ റെഡ് കളറിൽ ഒരു ലൈറ്റ് മിന്നി മിന്നി കത്തുന്നുണ്ട്. അതൊരു ടൈമറാണ്. കുറച്ച് സമയങ്ങൾക്കകം ഈ മിസൈലും പൊട്ടിത്തെറിക്കും. പക്ഷെ വാണ്ടയ്ക്ക് പെട്ടെന്ന് ഒരു പ്രതീക്ഷ വരുവാണ്. അവൾ പല TV ഷോകളിലും കണ്ടിട്ടുള്ളതുപോലെ ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുമെങ്കിലും ഷോയുടെ അവസാനം അതൊക്കെ ഒരു സ്വപ്നമായിരുന്നെന്നും സ്വപ്നം കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാം നോർമൽ ആയിരിക്കുമെന്നും അവൾ വിശ്വസിക്കുകയാണ്. പക്ഷെ റിയാലിറ്റി അതായിരുന്നില്ല. ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ മുന്നിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മിസൈലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് അറിയില്ലെങ്കിലും വാണ്ട തന്റെ കൈകൾ ആ മിസൈലിന്റെ നേരെ ഉയർത്തുകയാണ്. മിസൈലിലെ റെഡ് ലൈറ്റ് വീണ്ടും വീണ്ടും മിന്നിക്കൊണ്ടിരുന്നു. പക്ഷെ അത് പൊട്ടിത്തെറിച്ചില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ മിസൈലാണ് ഞങ്ങളുടെ ജീവിതം തകർത്തതെന്ന് വാണ്ടയും പീട്രോയും പറയുന്നുണ്ട്. ടോണി സ്റ്റാർക്കിനോട് വാണ്ടയ്ക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യം തോന്നാൻ ഇതും കൂടി കാരണമാണ്. ഏജ് ഓഫ് അൾട്രോണിൽ ഇവർ പറയുന്നുണ്ട് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ പൊട്ടാതെ പോയ ഒരു മിസൈൽ കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. 2 ദിവസം അവിടെ കാത്തിരുന്നതിന് ശേഷം അവരെ കുറച്ചുപേർ രക്ഷപ്പെടുത്തിയെന്നും വാണ്ട പറയുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ആ മിസൈൽ പൊട്ടാതെ ഇരുന്നത് മിസൈലിന്റെ പ്രശ്നം കൊണ്ടല്ല, അത് വാണ്ടയുടെ മാജിക് കാരണമാണ്. വാണ്ട അന്ന് കൈകൾ ഉയർത്തി ഈ മിസൈൽ പൊട്ടരുതെന്ന് ആഗ്രഹിച്ചു. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. എന്റെ വാണ്ട മോളെ, അപ്പൊ ഇങ്ങനെയാണ് നീ അന്ന് രക്ഷപ്പെട്ടതല്ലേ? നീ അവിടെ മാജിക് ഉപയോഗിച്ചു, നീ പ്രോബബിലിറ്റി ഹെക്സ് ഉപയോഗിച്ചു. അകത എനിക്കിതൊന്നും അറിയില്ല. അന്ന് ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ മിസൈൽ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടതാ. ഓ, അത് അത്ഭുതമായിരിക്കുന്നല്ലോ. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഒരു മിസൈലും അങ്ങനെ പൊട്ടാതെ പോവാറില്ല. നിനക്ക് മനസ്സിലാവാനിട്ടാണ് വേണ്ട. ഇതൊക്കെ നിന്റെ റിയാലിറ്റിയെ മാറ്റിമറിക്കാനുള്ള കഴിവുകൊണ്ട് സംഭവിക്കുന്നതാണ്. ആ മിസൈലിനെ നിർവീര്യമാക്കിയത് നിന്റെ കഴിവാണ്. നീ പോലും അറിയാതെ അത് സംഭവിച്ചു. പിന്നെ അടുത്ത 2 ദിവസം നിങ്ങൾക്കൊന്നും പറ്റാതിരുന്നെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ? ഇത്രയും യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ പൂച്ചക്കുട്ടികളെ പോലെ പതുങ്ങിയിരുന്ന് രക്ഷപ്പെട്ടു? വേണ്ട, ഇതൊക്കെ നീ തന്നെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിന്റെ കഴിവ് കാരണം സംഭവിക്കുന്നതാണ് വേണ്ട. നീ ജനനം മുതലേ ഒരു മന്ത്രവാദിനിയായിരുന്നു. നിന്റെ ഉള്ളിൽ എന്നും മാജിക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ഇതല്ല. ഈ ചെറിയ കഴിവ് കൊണ്ടൊന്നും നീ ഇപ്പൊ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ശരിക്കുള്ള നിന്റെ കഴിവ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് വേണ്ട? നമ്മൾക്ക് ഇനി എവിടേക്കാണ് പോകേണ്ടത്? എന്തായാലും അങ്ങനെ പറഞ്ഞ കഥ വാണ്ടയുടെ പാസ്റ്റിൽ കൂടെ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. വാണ്ടയ്ക്ക് ഏറ്റവും കഴിവുകൾ കിട്ടിയ അടുത്ത സ്ഥലം, അതായത് ബാരൻ സ്ട്രക്കർ നേതാവായിരിക്കുന്ന ഹൈഡ്രയുടെ കേന്ദ്രത്തിലേക്ക്. അവിടെ വെച്ചാണ് മൈൻഡ് സ്റ്റോൺ കൊണ്ടുള്ള എക്സ്പെരിമെന്റിന്റെ ഇടയ്ക്ക് വാണ്ടയ്ക്ക് ഈ പവറുകൾ കിട്ടിയതായിട്ട് നമ്മൾക്ക് അറിയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. വാണ്ട ജന്മനാ ഒരു വിച്ചായിരുന്നു, അതായത് മന്ത്രവാദിനി. അവളുടെ ഉള്ളിൽ ഈ മാജിക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എന്തായാലും കഥയിൽ മുന്നോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ഈ പ്രോബബിലിറ്റി ഹെക്സ് എന്ന് പറയാം. അഗതയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. വാണ്ട ഇതിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. വാണ്ട ചെറുപ്പത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവൾ മിസൈൽ പൊട്ടാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു, അത് പൊട്ടാതിരിക്കാനുള്ള സാധ്യതയെ കൂട്ടുന്നു. നമ്മൾ ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് പറയാറില്ലേ? അതായത് പെയ്യാം പെയ്യാതിരിക്കാം. നിങ്ങളൊരു കോയിൻ മുകളിലേക്ക് ഇടുകയാണെങ്കിൽ ഒന്നുകിൽ ഹെഡ്സ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. രണ്ടിനും പകുതി സാധ്യതയാണുള്ളത്. പക്ഷെ വാണ്ടയ്ക്ക് കഴിവുകൾ ഉള്ളതുകൊണ്ട് അവൾക്കൊരു കാര്യം നടക്കാനുള്ള സാധ്യതയെ കൂട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതയെ അവൾക്ക് 99% വരെ കൂട്ടാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ അവൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മിസൈൽ പൊട്ടാതിരിക്കാനുള്ള സാധ്യതയെ അവൾ കൂട്ടുന്നു. അതുകൊണ്ടാണ് അന്ന് ആ മിസൈൽ പൊട്ടാത്തത്. നിങ്ങൾ ഈ പ്രോബബിലിറ്റി ഹെക്സിനെ പറ്റി വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായി പറഞ്ഞാൽ എന്ത് റിയാലിറ്റി ആവണമെന്ന് വാണ്ട ചിന്തിക്കുന്നു, റിയാലിറ്റി അതായി മാറും. അതാണ് വാണ്ടയ്ക്ക് പണ്ട് മുതലേയുള്ള അവളുടെ കഴിവ്. എന്തായാലും ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകാൻ വാണ്ടയ്ക്ക് അത്ര ഇഷ്ടമില്ല. അവിടെ വെച്ച് വാണ്ടയ്ക്ക് ഒരുപാട് ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നോഗത, എനിക്ക് അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. എനിക്കതിന് വയ്യ. മോളെ, നിനക്ക് വയ്യെങ്കിലും വേറെ വഴിയൊന്നും ഇല്ല. നിന്റെ പിള്ളേരെ ഞാൻ കൊല്ലണോ? അങ്ങനെയാണെങ്കിൽ നീ വരണ്ട. എന്തിനാ വാണ്ട മടിക്കുന്നേ? നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി നിന്റെ പാസ്റ്റിലേക്ക് പോകലാണ്. അങ്ങനെ പറഞ്ഞ അകത വാതിൽ തുറക്കുന്നു. വാണ്ട മനസ്സിലോടെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. 2014 ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുക. അതായത് 2012 അവഞ്ചേഴ്സ് എല്ലാവരും ആദ്യമായിട്ട് ഒത്തുചേർന്ന് ലോക്കിയെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. ലോക്കിയുടെ കയ്യിൽ അന്നൊരു സെപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഉള്ളിലായിരുന്നു
കയ്യിലായിരുന്നു നീല നിറത്തിലുള്ള മൈൻഡ് സ്റ്റോൺ. ഈ സെപ്റ്റർ പിന്നീട് പോകുന്നത് ഷീൽഡിന്റെ കയ്യിലേക്കാണ്. പക്ഷേ ഷീൽഡിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഹൈഡ്രയുടെ ബേസിലേക്കാണ് ഈ സെപ്റ്റർ പിന്നീട് എത്തിപ്പെടുന്നത്. ഇവിടെ വെച്ച് ബാരൻ സ്ട്രക്കർ എന്ന് പറയുന്ന ഹൈഡ്രയുടെ ഏജന്റ് നടത്തുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാണ്ടയും പീറ്ററോയും ഇങ്ങോട്ട് എത്തുന്നത്. അവസാനം മൈൻഡ് സ്റ്റോൺ വെച്ചുള്ള പരീക്ഷണത്തിൽ വാണ്ടയുടെ കൂടെ എത്തി. ഓ വാണ്ട, സോക്കോയിലെ ഓർമ്മകളൊക്കെ നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? നിന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുത്തിയോ? എന്താ അയാളുടെ പേര്? മിസ്റ്റർ ബാരൻ സ്ട്രക്കർ. ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വീട് തകർത്തതും നിന്റെ അച്ഛനും അമ്മയും കൊന്നുകളഞ്ഞതും തീവ്രവാദികളാ. എന്നിട്ട് നീ പോയി പെട്ടതാണെങ്കിലോ ഇവന്മാരുടെ അടുത്ത്. എന്റെ പൊന്നുമോളെ, ഇവന്മാരും തീവ്രവാദികളാ. എനിക്കറിയില്ലായിരുന്നു അകത. ഈ ലോകം നന്നാവണമെന്ന് മാത്രമേ ഞാനും എന്റെ അനിയനും എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഓട്ടോ വേണ്ട, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എന്താ ഉണ്ടായതെന്ന്. എങ്ങനെയാണ് വേണ്ട നിനക്ക് പവറുകൾ കിട്ടിയത്? എനിക്കത് ഇപ്പൊ അറിയണം. അങ്ങനെ സെപ്റ്റർ വെച്ചുള്ള പരീക്ഷണത്തിലേക്ക് വാണ്ട മാക്സിമോഫ് കടന്നു വരുവാണ്. 2014 വാണ്ട മാക്സിമോഫ് അവൾ ആ റൂമിലേക്ക് കടന്നതും പിന്നിലെ വാതിലടഞ്ഞു. കാരണം ഈ സെപ്റ്ററിൽ ഇരിക്കുന്നത് മൈൻഡ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ലൊരളവിൽ റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അധിക സമയം ഈ സെപ്റ്ററിന്റെ അടുത്ത് നിന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവെഞ്ചേഴ്സ് തമ്മിൽ വാക്കുതർക്കം നടക്കുമ്പോൾ സെപ്റ്ററിലിരിക്കുന്ന മൈൻഡ് സ്റ്റോൺ ബ്രൂസ് ബാനറിനെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാരൻ സ്ട്രക്കർ ഇത് വെച്ച് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഹൈഡ്രയുടെ ആളുകൾ വാണ്ടയെ അങ്ങോട്ട് കടത്തിവിട്ട് എന്താണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റർ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നതിൽ ആരും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല. അവിടെ ബാക്കി വന്നത് വാണ്ടയും പീറ്ററോയും മാത്രമാണ്. വാണ്ട അങ്ങോട്ട് നടന്നെടുത്തതും സെപ്റ്ററിന്റെ ഉള്ളിരിക്കുന്ന മൈൻഡ് സ്റ്റോൺ പുറത്തേക്ക് പറന്നു വരുവാണ്. അത് നേരെ വാണ്ടയുടെ അടുത്തേക്ക് വരുന്നു. മൈൻഡ് സ്റ്റോൺ തന്നെ നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണുന്ന വാണ്ട എന്തോ കാരണം കൊണ്ട് തൊടാൻ വേണ്ടി അതിലേക്ക് കൈ എത്തിക്കുവാണ്. പക്ഷെ പെട്ടെന്ന് പുറത്തുള്ള നീല കവചം പൊട്ടിപ്പിളർന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് കണ്ടുപരിചയമുള്ള മഞ്ഞ മൈൻഡ് സ്റ്റോൺ പുറത്തേക്ക് വരുവാണ്. ഇത് ഒരുപാട് പേർക്കുണ്ടായിരുന്ന സംശയമാണ്. ആദ്യം സെപ്റ്ററിൽ മൈൻഡ് സ്റ്റോൺ കാണിക്കുമ്പോൾ അത് നീല കളർ ആയിരുന്നല്ലോ, പിന്നീട് എങ്ങനെ അത് മഞ്ഞ നിറവായി? അതിനുള്ള ഉത്തരവാണിത്. ആ നീല കവചത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു മഞ്ഞ നിറത്തിലുള്ള മൈൻഡ് സ്റ്റോൺ. അത് പുറത്തേക്ക് വന്ന ഉടനെ ഒരു വലിയ പ്രകാശം അതിന്റെ ഉള്ളിൽ നിന്ന് വരുവാണ്. വാണ്ട അതിനെ അതിജീവിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വാണ്ട അതിനെ നേരെ തിരിഞ്ഞു നോക്കി. അവിടെ വാണ്ടയ്ക്ക് അജ്ഞാതമായ ഒരു രൂപം കാണാൻ പറ്റുന്നുണ്ട്. വായുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രത്യേകതരം സ്യൂട്ടൊക്കെ ധരിച്ച ഒരു സ്ത്രീയുടെ രൂപം. അതാരാണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ വാണ്ട ബോധം കെട്ടവിടെ വീഴുവാണ്. എന്തായാലും മറ്റുള്ളവരുടെ പോലെ വാണ്ടയും മരിച്ചോന്ന് അറിയാൻ വേണ്ടി ഹൈഡ്രയുടെ ആളുകൾ അങ്ങോട്ട് ഓടി വരുന്നു. വാണ്ടയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റെല്ലാവരെയും പോലെ അവൾ മരിച്ചില്ല. അവൾ എപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് വാണ്ടയെ ഒറ്റയ്ക്ക് റൂമിലേക്ക് മാറ്റുവാണ്. ഇവിടെ വെച്ച് വാണ്ടയ്ക്കും പീറ്ററോയ്ക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വളരെ പണ്ട് കണ്ടിരുന്നത്. ഇങ്ങനെ മൈൻഡ് സ്റ്റോൺ വെച്ചുള്ള പരീക്ഷണങ്ങൾ കഴിയുന്നതോടെയാണ് വാണ്ടയ്ക്കും പീറ്ററോയ്ക്കും അവരവരുടെ പവറുകൾ കിട്ടുന്നത്. വാണ്ടയെ പാർപ്പിച്ചിരിക്കുന്ന ഈ റൂമിലും അവൾക്ക് കാണാൻ വേണ്ടി TV ഷോകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും വിഷമത്തോടെ ഇരിക്കുന്ന വാണ്ടയുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ പറ്റുന്നത് TV ഷോകൾക്കാണ്. അവിടെ കാണിക്കുന്ന ഒരു TV ഷോയിൽ ഒരു കുട്ടി കുഞ്ഞിനെ പോലെ ഒരു പാവക്കുട്ടിയെ എടുത്ത് കളിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹൈഡ്രയുടെ ആളുകൾ എന്തുകൊണ്ടാണ് വാണ്ട ബോധം കെട്ട് വീണതെന്ന് CCTV ഫുട്ടേജിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിചിത്രം എന്ന് പറയട്ടെ, വാണ്ട സെപ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നതും അത് കഴിഞ്ഞ് വാണ്ട ബോധം കെട്ട് വീഴുന്നതും മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ ഇടയിലുണ്ടായ കാര്യങ്ങളൊക്കെ CCTV ഫുട്ടേജിൽ കാണാനില്ല. ആരോ അത് കട്ട് ചെയ്ത് മാറ്റിയതുപോലെ. വാണ്ട വിഷൻ TV ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് സീനുകൾ കട്ടായി മാറുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഹൈഡ്രയുടെ ആളുകൾക്ക് പിടികിട്ടിയില്ല. ഹേയ് ഹലോ വാണ്ട, നീ പഴയ ഓർമ്മകളിൽ പെട്ട് അങ്ങോട്ട് മയങ്ങിപ്പോയോ? നിനക്ക് ഒട്ടും ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത ഓർമ്മകളായിരുന്നല്ലോ ഇത്. ഇപ്പോഴല്ലേ മോളെ ഒരു കാര്യം പിടികിട്ടിയത്? അച്ഛനും അമ്മയും മരിച്ച അനാഥരായ 2 പിള്ളേര് വാണ്ടയും പീറ്ററോയും ഒരു തീവ്രവാദി സംഘടനയിൽ ചെന്ന് കയറി കൊടുത്ത് സ്വയം എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെന്നു. വേറെ എല്ലാവരും മരിച്ചപ്പോഴും നീയും പീറ്ററോയും എന്തുകൊണ്ടാണ് വാണ്ട ഈ ഇൻഫിനിറ്റി സ്റ്റോൺ കാരണം മരിക്കാതിരുന്നത്? അത് വെറുതെ നടന്നതാണെന്നാണോ നിന്റെ വിചാരം? അല്ല, ആ മൈൻഡ് സ്റ്റോൺ നിന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു വാണ്ട. നിന്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് ആ മൈൻഡ് സ്റ്റോണിന് മനസ്സിലായി. അതുകൊണ്ടാണ് അത് നിന്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തുക മാത്രമാണ് മൈൻഡ് സ്റ്റോൺ ചെയ്തത്. നിനക്ക് ശക്തി കിട്ടിയിരിക്കുന്നത് മൈൻഡ് സ്റ്റോണിൽ നിന്നല്ല വാണ്ട. നിന്റെ ഉള്ളിലെ ശക്തി, നിന്റെ ഉള്ളിലെ മാജിക്, അതെന്നും നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെ അഴിച്ചുവിടുക മാത്രമാണ് മൈൻഡ് സ്റ്റോൺ ചെയ്തത് വാണ്ട. അല്ലെങ്കിൽ നീയും മറ്റുള്ളവരെ പോലെ അവിടെ കിടന്ന് മരിച്ചേനെ. നിനക്കും നിന്റെ അനിയൻ പീറ്ററോയ്ക്കും എന്തോ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ആ മൈൻഡ് സ്റ്റോൺ തെരഞ്ഞെടുത്തത്. ഇപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടി വാണ്ട. ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നീ ഇത്രയും പവർ എങ്ങനെ ഉപയോഗിച്ചെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിന്നെപ്പറ്റി എനിക്ക് ചില സംശയങ്ങളുണ്ട് വാണ്ട. പക്ഷെ അത് ഉറപ്പിക്കാറായിട്ടില്ല. അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾക്കിനിയും നിന്റെ ഓർമ്മകളിലൂടെ പിന്നിലേക്ക് പോവേണ്ടി വരും. അങ്ങനെ പറഞ്ഞ കഥ അടുത്ത വാതിൽ തുറക്കുവാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് 2014 കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. അതായത് അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിലെ അവസാനത്തെ യുദ്ധം കഴിഞ്ഞ് പീറ്ററോയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. ഇപ്പൊ വാണ്ട അവെഞ്ചേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അവിടെ അവളുടെ ഒപ്പം വിഷനും ഉണ്ട്. ഇവിടെ വെച്ചാണ് വാണ്ടയും വിഷനും തമ്മിൽ കൂടുതൽ അടുക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ അവെഞ്ചേഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് സിവിൽ വാറിന്റെ സമയത്ത് വാണ്ടയെ കൊണ്ടുപോകാൻ വേണ്ടി ക്ലിന്റ് ബാർട്ടൺ വരുന്നത്. ആ സമയത്ത് വിഷൻ ക്ലിന്റിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷനെ തോൽപ്പിച്ചുകൊണ്ട് വാണ്ട ക്ലിന്റിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെയും സിവിൽ വാറിന്റെയും ഇടയ്ക്കുള്ള ഒരു സമയമാണിത്.
അവിടെ ഒരു റൂമിൽ വാണ്ട ഒറ്റയ്ക്കിരിക്കുവാണ്. അവൾ ഇപ്പോഴും TV ഷോകൾ കാണുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തില് അല്ലെങ്കിൽ ഒരു 2000-ന് ശേഷമൊക്കെ ഇറങ്ങിയ ഒരു TV ഷോയാണ് വാണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബില്ലിയുടെയും ടോമിയുടെയും ഒക്കെ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ അഭിനയിക്കുന്ന സീനുകളാണ്. ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിന്റെ കഥയാണ് ആ സീരിയലിലൂടെ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വാണ്ടയിലുള്ള വിഷമങ്ങളെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ ഈ റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ഇതുപോലെയുള്ള TV ഷോകളെയാണ്. വാണ്ട, നമ്മളിത് എവിടെ എത്തിയിരിക്കുന്നത്? ഇതിന്റെ കഥ ഒന്ന് പറ. ഇത് അവെഞ്ചേഴ്സ് കോമ്പൗണ്ട് ആണ്. ഞാനും വിഷ്ണു ആദ്യമായിട്ട് ഒരുമിച്ച് താമസിച്ചത് ഇവിടെയായിരുന്നു. പിയട്രോ അവൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങി, പുതിയൊരു രാജ്യത്തേക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ വിഷൻ എനിക്ക് എപ്പോഴും ഒരു കൂട്ടായിരുന്നു. അവൻ എന്റെ നല്ലൊരു ഫ്രണ്ടായി മാറി. ഈ സമയത്ത് വാണ്ട വീണ്ടും അന്നത്തെ ഓർമ്മകളിലേക്ക് പോവാണ്. അന്ന് വാണ്ട ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ വിഷൻ പുറത്ത് നിൽക്കുന്നത് അവൾക്ക് സെൻസ് ചെയ്യാൻ പറ്റി. അവൾ വിഷന്റെ പേര് വിളിക്കുമ്പോൾ വിഷൻ ചുമരിന്റെ ഉള്ളിൽ കൂടെ കടന്ന് വാണ്ടയെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് വരുവാണ്. സോറി വാണ്ട, ഞാൻ നിന്റെ പെർമിഷൻ ചോദിക്കാതെ ഇങ്ങോട്ട് വന്നേ. ഐ എം സോറി. അപ്പൊ വിഷൻ എന്തിനാ അവിടെ നിന്നത്? വിഷൻ എങ്ങോട്ട് പോവായിരുന്നു? ആക്ച്വലി ഞാൻ വാണ്ടയെ കാണാൻ വേണ്ടി തന്നെ വരുമായിരുന്നു. പക്ഷെ എനിക്ക് നേരിട്ട് കയറി വരാൻ തോന്നിയില്ല. കുഴപ്പമില്ല വിഷൻ, നീ എന്തിനാ എന്നെ കാണാൻ വന്നേ? അങ്ങനെ ചോദിച്ചു വാണ്ട വിഷനോട് അവളുടെ ബെഡിൽ ഇരുന്നോളം പറയുന്നു. ഇപ്പൊ ആ TV ഷോയിൽ ഒരു കോമഡി സീൻ നടക്കുവാണ്. കഥയിലെ ഒരു ക്യാരക്ടറിന്റെ മേലേക്ക് കുറെ സംഭവങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ ഇതൊരു തമാശയായിട്ടാണ് കാണിക്കുന്നത്. വിഷൻ ഒരു റോബോട്ട് ആയതുകൊണ്ട് അവൻ മനുഷ്യരുടെ ഇമോഷൻസിനെ പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ. അവന്റെ മൈൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന്റെ മേലേക്ക് കുറെ സാധനങ്ങൾ ഇടിഞ്ഞു വീണു. അയാൾക്ക് എന്തെങ്കിലും പറ്റി കാണില്ലേ? അയാൾക്ക് മുറിവുകൾ പറ്റി കാണും, ഒരുപക്ഷെ മരിച്ചു കാണും. പിന്നെ എന്തിനാണ് ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നത്? ഇതെങ്ങനെ ഒരു കോമഡി ആവുന്നത്? ഈ കാര്യവും വാണ്ടയോട് ചോദിക്കുമ്പോൾ വാണ്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ TV ഷോയിലുള്ളതൊന്നും റിയാലിറ്റി അല്ല, ഇതൊരു കോമഡി ഷോ ആണ്. ഇതിൽ ആളുകൾ അഭിനയിക്കുന്നതാണ്. ഇത് റിയാലിറ്റി അല്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ കോമഡി ആസ്വദിക്കാനും പറ്റും. എന്നാലും വിഷന് പെട്ടെന്ന് ഈ കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വിഷൻ വേറെ ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വാണ്ട, നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയാം. അതാരെപ്പറ്റി ആലോചിച്ചിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ നിനക്ക് സംസാരിക്കാം. ഞാൻ അതിനെപ്പറ്റി നിന്നോട് സംസാരിച്ചാൽ എനിക്ക് ആശ്വാസം കിട്ടുമെന്ന് നിനക്ക് തോന്നാൻ എന്താ കാരണം? എനിക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ എന്റെ അനിയനെ എനിക്ക് വീണ്ടും കാണണം. പക്ഷെ നഷ്ടപ്പെട്ടതിന് തിരിച്ചു കിട്ടില്ലല്ലോ. എനിക്ക് പീറ്ററോയിനെ കാണാൻ സാധിക്കില്ല. ഐ എം സോറി വിഷൻ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല. നീ ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ ജീവിതം മടുത്തു തുടങ്ങി. ഒന്ന് സന്തോഷിച്ചിട്ട് കാലങ്ങളേറെയായി. ജീവിതത്തിൽ ഞാനൊന്ന് ഉയർത്തെഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ വീണ്ടും ആരോ അടിച്ച് നിലത്തിടുന്നത് പോലെ എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. രക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക്. നോ വാണ്ട, നീ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നിനക്കെങ്ങനെ അറിയാം വിഷൻ? നീ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വാണ്ട, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും സങ്കടം മാറാതിരിക്കില്ലല്ലോ. നിനക്കറിയോ വാണ്ട, ഞാനും എന്നും ധരിച്ചായിരുന്നു എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഇല്ലാതാവുന്നതിന്റെ വേദന എനിക്ക് അറിയില്ല. ആ ഒരു ഫീൽ എനിക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല വാണ്ട. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു കാര്യം പറയാം. വാട്ട് ഈസ് ഗ്രീഫ് ഇഫ് നോട്ട് ലവ് പെർസീവറിംഗ്? ഇങ്ങനെയാണ് വിഷൻ പറയുന്നത്. MCUവിലെ എന്നല്ല, ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡയലോഗായിട്ട് കണക്കാക്കുന്ന ഡയലോഗാണിത്. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വളരെ മികച്ചൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം ക്രിറ്റിക്സ് പോലും ഈ ഡയലോഗിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. വാട്ട് ഈസ് ഗ്രീഫ് ഇഫ് നോട്ട് ലവ് പെർസീവറിംഗ്? ഇതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന സ്നേഹം അല്ലെങ്കിൽ പിന്നെ എന്താണ് വിരഹം? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ നമ്മൾക്ക് തീർച്ചയായിട്ടും വിഷമം തോന്നും. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ബ്രേക്കപ്പ് കഴിഞ്ഞ് 2 വർഷം എടുത്തു എനിക്ക് അവളെ മറക്കാൻ, 5 വർഷം എടുത്തു, 10 വർഷം എടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരാളുടെ മരണത്തിന്റെ കാര്യത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നഷ്ടപ്പെടൽ കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്ന സങ്കടം സത്യത്തിൽ നിങ്ങൾക്ക് അയാളോട് തോന്നിയിരുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ഒരാളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം തന്നെ കാലമെടുക്കും നിങ്ങൾക്ക് അയാളെ നഷ്ടപ്പെട്ട സങ്കടം മാറാൻ. ചിലരൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അയാളെ മറന്ന് പുതിയ ആളെ തേടിപ്പോകും. എന്ന് വെച്ചാൽ പഴയ ആളോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ചിലർ ആ വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ വർഷങ്ങളെടുക്കും. അതിന്റെ അർത്ഥം പഴയ ആളോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു. അതായത് നീണ്ടു നിൽക്കുന്ന ഈ വിഷമം ഒരാളോട് നമ്മൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതാണ് വിഷൻ വാണ്ടയോട് പറയുന്നത്. ഒരാൾ നമ്മളെ വിട്ടു പോയാൽ പിന്നെ നമ്മൾക്ക് അയാളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ബാക്കിയാവുന്ന സ്നേഹമാണ് ഈ സങ്കടമായിട്ട് പുറത്തേക്ക് വരുന്നത്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വരികൾ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ സമ്മതിച്ചേ പറ്റൂ. എന്തായാലും വിഷൻ പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ട് വാണ്ട ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയാണ്. ഒരു റോബോട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് വാണ്ട മറന്നുപോയി. ഇപ്പൊ വാണ്ട കുറച്ച് ചിരിക്കാനൊക്കെ തുടങ്ങി. വിഷൻ ആവട്ടെ ഒരു കോമഡി TV ഷോയിലെ കോമഡികൾ ആസ്വദിക്കാനും പഠിച്ചു വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ കൂടുതൽ അടുക്കുവാണ്. വാണ്ടയുടെ സ്വന്തം സഹോദരൻ പിയട്രോ അല്ലാതെ അവളോട് വേറെ ആരെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു മനുഷ്യനല്ല, അത് റോബോട്ടായിട്ടുള്ള വിഷനായിരുന്നു. ഈ കാഴ്ചകൾ വീണ്ടും കണ്ട് നമ്മുടെ വാണ്ട ശരിക്കും ഇമോഷണൽ ആവുകയാണ്. അവിടെ നിന്ന് അഗത പോലും കരഞ്ഞുപോയി. പക്ഷെ സത്യം പറയാമല്ലോ, അത് അഗത വെറുതെ കാണിച്ചതാണ്. കാരണം അഗതയ്ക്ക് അങ്ങനെയുള്ള ഒരു വികാരവും ഇല്ല. ഒരു കറക്റ്റ് വില്ലത്തിയാണ് അഗത. ഒരാളോടും ദയയോ കാരുണ്യോ അവൾക്കില്ല. എവിടെയൊക്കെ മാജിക് ഉണ്ടോ അതൊക്കെ പോയി വലിച്ചെടുത്ത് സ്വയം പവർഫുൾ ആയി മാറുക എന്നത് മാത്രമാണ് അഗതയുടെ ചിന്ത. വിഷമിച്ചു നിൽക്കുന്ന വാണ്ടയെ അഗത വീണ്ടും കുത്തി നോക്കാൻ തുടങ്ങി. വാണ്ട, നീ കരയുവാണോ? മരിച്ചവരിനി തിരിച്ചു വരില്ലല്ലോ വാണ്ട. ചെറുപ്പത്തിലെ തന്നെ പാരന്റ്സ് മരിച്ചു, പിന്നെ വെടിയേറ്റ് പിയട്രോ മരിച്ചു, പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്ന വിഷനും മരിച്ചു. ഇവരൊക്കെ മരിച്ചത് നിനക്ക് ഭയങ്കര വിഷമമായല്ലേ? അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം വന്നപ്പോ നീ എന്താ ചെയ്തേ വാണ്ട? അഗത പ്ലീസ്, എനിക്കിനി ഇത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ഏയ് നോ, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ അതിന്റെ അടുത്തെത്തി വാണ്ട. എനിക്ക് കണ്ടെത്തേണ്ട കാര്യത്തിന്റെ അടുത്ത്
അവസാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നിർത്താൻ പറ്റില്ല. നിനക്ക് നിന്റെ പിള്ളേരെ വേണ്ടേ? നിനക്ക് നിന്റെ മനോഹരമായ ജീവിതം തിരിച്ചു വേണ്ടേ? എന്ന് ഞാൻ പറയുന്ന പോലെ ചെയ്യ്. നീ നിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലിട്ട് ആലോചിക്ക്. പിയട്രോ മരിച്ചു, പാരന്റ്സ് മരിച്ചു, വിഷം മരിച്ചു. പക്ഷെ നിനക്ക് ആ പഴയ ജീവിതവും സന്തോഷവും തിരിച്ചു വേണമായിരുന്നു. നിനക്ക് വിഷനെ തിരിച്ചു വേണമായിരുന്നു വാണ്ട. ശരിയല്ലേ? അതെ, എനിക്ക് എന്റെ വിഷനെ തിരിച്ചു വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ വാണ്ടയുടെ ഓർമ്മകളിലൂടെ വീണ്ടും ഒരു ഡോർ തുറക്കുവാണ്. ഈ സമയത്ത് തുറക്കുന്നത് സ്വോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഇത് നടക്കുന്നത് എൻഡ് ഗെയിം കഴിഞ്ഞ് കുറച്ചാഴ്ചകൾക്ക് ശേഷമാണ്. നമുക്കറിയുന്നത് പോലെ ഇൻഫിനിറ്റി വാറിൽ മൈൻഡ് സ്റ്റോൺ എടുക്കാൻ വേണ്ടി താനോസ് വിഷനെ കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് താനോസ് സ്നാപ്പ് ചെയ്തപ്പോ വാണ്ടയും മാഞ്ഞുപോയി. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് 2023 ഹൾക്ക് ബ്ലിപ്പ് ചെയ്തപ്പോ എല്ലാവരും തിരിച്ചു വന്ന കൂട്ടത്തിൽ വാണ്ടയും തിരിച്ചു വരുന്നത്. പക്ഷെ അപ്പോഴേക്കും വിഷന്റെ ബോഡിയൊക്കെ സ്വോർഡ് ഏജൻസി എടുത്തുകൊണ്ട് പോയി. ആ ബോഡി തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് വാണ്ട ഇങ്ങോട്ട് വരുന്നത്. വിഷൻ മരിച്ചെങ്കിലും അവന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്യൂണറൽ ചടങ്ങ് കൊടുക്കണമെന്നാണ് വാണ്ടയുടെ ആഗ്രഹം. ഒരു ശവസംസ്കാര ചടങ്ങ്. കാരണം വാണ്ട വിഷനെ കണ്ടിരുന്നത് വെറും റോബോട്ടായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി തന്നെയാണ് വിഷൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ വിഷന്റെ ബാക്കിയുള്ള ബോഡി അടക്കം ചെയ്യണമെന്നാണ് വാണ്ട ആഗ്രഹിക്കുന്നത്. അവൾ നേരെ കയറി ചെല്ലുന്നത് സ്വോർഡ് ഏജൻസിയിലേക്കാണ്. അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ഏജന്റിനോട് വാണ്ട ഭയങ്കര വിഷമത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പ്ലീസ്, ഞാൻ 5 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എല്ലാവരും മാഞ്ഞുപോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോ അവൻ അവിടെ ഒന്നും കാണാനില്ല. അവൻ പോയിന്ന് എനിക്കറിയാം. പക്ഷെ അവന്റെ ബോഡിയെങ്കിലും എനിക്ക് വേണം. അതെവിടെയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും വേണ്ടിയാണ് വിഷം മരിച്ചത്. അവന് കുറഞ്ഞതൊരു ഫ്യൂണറലെങ്കിലും കൊടുക്കണ്ടേ? അത് അവൻ അറിയിക്കുന്നുണ്ട്. അവന്റെ ശരീരം എനിക്ക് വേണം. വിഷന്റെ ബോഡി കിട്ടാതെ അവിടെ നിന്ന് പോയില്ലെന്ന് കണ്ടപ്പോ ടൈലർ ഹേവാർഡ് അവളെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറയുവാണ്. ഈ സമയത്ത് ടൈലർ ഹേവാർഡ് അവളെ CCTV കൂടെ നോക്കുന്നത് അറിഞ്ഞിട്ടാണോ അറിയില്ല. വാണ്ടയും CCTVയിലേക്ക് അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. വാണ്ട ഉള്ളിലേക്ക് കടക്കുന്നു. ഒരാൾ വാതിൽ തുറന്നു തരാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് വാണ്ട അവളുടെ പവർ ഉപയോഗിച്ച് വാതിൽ തുറക്കുവാണ്. വിഷന്റെ ബോഡി ഒന്നും കൂടി കാണണമെന്ന ആഗ്രഹത്തോടെ അവൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൾ ടൈലർ ഹേവാർഡിന്റെ മുന്നിലേക്ക് എത്തുവാണ്. ഹൈ, വാണ്ട മാക്സിമോഫ്. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് നേരിട്ട് കാണാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷം. നിങ്ങളാരാ? വിഷന്റെ ബോഡിയോടെ? ഓ, ഐ എം മിസ്റ്റർ ടൈലർ ഹേവാർഡ്, സ്വോർഡിന്റെ പുതിയ ഡയറക്ടറാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി മാം. പക്ഷേ ശരിക്കും എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് വിഷന്റെ ബോഡി വിട്ടുതരണമെന്നാണ് പറയുന്നത്. ഞാൻ അവന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അവന്റെ ബോഡി എനിക്കാണ് കിട്ടേണ്ടത്. ഓക്കെ വാണ്ട, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്റെ കൂടെ വരും. അത് കഴിഞ്ഞ് എനിക്ക് അവനെ വേണം. അവനെ നിങ്ങൾ എനിക്ക് വിട്ടു തരുവില്ലയോ? പറയാം, പക്ഷെ ആദ്യം ഇതൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ പറഞ്ഞ ടൈലർ ഹേവാർഡ് അവളെ തൊട്ടടുത്തുള്ള ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് വാണ്ടയോട് താഴേക്ക് നോക്കാൻ പറയുന്നു. വാണ്ട അവിടെ നോക്കുമ്പോൾ സ്വോർഡിന്റെ കുറെ ആളുകൾ എന്തൊക്കെയോ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അവരെന്തൊക്കെയോ മുറിക്കുന്നുണ്ട്, വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട്, പല കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വാണ്ടയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ ടൈലർ ഹേവാർഡ് വാണ്ടയോട് പറയുന്നു, നീ എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചാണോ വന്നത് അത് തന്നെയാണ് നീ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. വാണ്ട തിരിഞ്ഞു നോക്കി. അവൾക്ക് ആ കാഴ്ച വിശ്വസിക്കാൻ പറ്റിയില്ല. അറുത്ത് വെച്ചിരിക്കുന്ന വിഷന്റെ തലയും കൈയും കാലുകളും ശരീരവുമാണ് വാണ്ടയ്ക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് വാണ്ടയുടെ നിയന്ത്രണം തെറ്റി. മരിച്ചുപോയ വിഷന്റെ ബോഡി സ്വോർഡ് ഏജൻസി പാർട്ടാക്കി വെച്ചിരിക്കുവാണ്, വീണ്ടും എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ വാണ്ടയ്ക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. വാണ്ടയെ ആകെ കൂടി സ്നേഹിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അത് വിഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ വിഷന് വാണ്ട ഒരു റോബോട്ടായിട്ടല്ല, മറിച്ചൊരു മനുഷ്യനായി തന്നെയാണ് കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്തെ എല്ലാവർക്കും വേണ്ടി മരിച്ചുപോയ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മുറിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ആ ബോഡി വിട്ടുതരാൻ പറ്റില്ലെന്ന് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അത് തന്നെയാണ് വാണ്ടയ്ക്കും തോന്നുന്നത്. പക്ഷെ വാണ്ട ഒറ്റയ്ക്കായിരുന്നപ്പോ അവളുടെ കൂടെ വിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെയാണ് ഇപ്പൊ ഈ കോലത്തിൽ വെച്ചിരിക്കുന്നത്. വാണ്ട അവിടെ നിന്ന് കരയാൻ തുടങ്ങി. നിങ്ങൾ എന്താ അവനോട് ചെയ്യുന്നത്? എന്തൊക്കെയത്? വാണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടത് വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ് വിഷൻ. അവനൊരു ആയുധമാണ്. നോ, വിഷൻ ഒരിക്കലും ഒരു ആയുധം അവൻ ആഗ്രഹിച്ചിട്ടില്ല. അതെനിക്കറിയാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇത് നിർത്തണം. എനിക്കിത് കാണാൻ വയ്യ. ഐ ആം സോറി വാണ്ട. എനിക്ക് നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ വിഷന്റെ ബോഡി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് മാത്രമല്ല, നിങ്ങൾ എന്തർത്ഥത്തിൽ അവനെ വേണമെന്ന് പറയുന്നത്? വിഷൻ എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ വിഷനെയും സ്നേഹിച്ചിരുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് വിഷന്റെ ബോഡി അവൻ അർഹിക്കുന്നത് പോലെ അടക്കം ചെയ്താൽ മാത്രം മതി. പക്ഷെ വേണ്ട, ഞാൻ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഒരു പക്ഷെ വിഷനെ കൊണ്ടുപോകുന്നത് വീണ്ടും ജീവൻ ഒപ്പിച്ച് പുതിയൊരു ആയുധമാക്കി മാറ്റാനാണെങ്കിലോ? ഒരിക്കലും ഇല്ല. അതെങ്ങനെ സാധിക്കും? എന്നെ കൊണ്ട് വീണ്ടും ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കില്ല. അതൊരിക്കലും എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ പറയുമ്പോൾ വാണ്ട ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. ടൈലർ ഹേവാർഡ് പറഞ്ഞതുപോലെ വീണ്ടും ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തനിക്ക് പറ്റില്ലായിരിക്കും. അങ്ങനെ ഒരു സാധ്യത തന്നെ വാണ്ട മുന്നിൽ കാണുന്നില്ല. നോക്കും മിസ്റ്റർ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് വിഷനെ തിരിച്ചു വേണം. നോ വാണ്ട, അതെനിക്ക് അനുവദിക്കാൻ പറ്റില്ല. വിഷന്റെ ബോഡി വൈബ്രേനിയം കൊണ്ടുണ്ടാക്കിയതാണ്. വൈബ്രേനിയത്തിന്റെ വില എത്രയാണെന്ന് അറിയോ? ഈ വിഷന്റെ ബോഡിയിൽ മാത്രമുള്ള വൈബ്രേനിയത്തിന്റെ വില ഏകദേശം $3 ബില്യൺ വരും. നിന്നെ കൊണ്ട് തരാൻ പറ്റൂ? അങ്ങനെയുള്ള വൈബ്രേനിയം കൊണ്ട് മണ്ണിലിട്ട് അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നിന്റെ വിഷനോട് ഒരു യാത്ര പറയാം, ഒരു ഗുഡ് ബൈ. അതിനുള്ള അവസരം ഞാൻ തരാം. നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് വിഷം മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ആരുമില്ല. പക്ഷെ അവൻ നിന്റെ അല്ല വാണ്ട. അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് കേട്ട് വാണ്ടയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ അവിടുത്തെ ചില്ല് പൊട്ടിത്തെറിപ്പിച്ച് നേരെ വിഷന്റെ ബോഡിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. സ്വോർഡ് ഏജൻസ് അവളെ വെടിവെക്കാൻ വേണ്ടി തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിലും ടൈലർ ഒന്നും ചെയ്യണമെന്ന് പറയുന്നു. ആക്ച്വലി അവരിപ്പോ വെടിവെച്ചാൽ പോലും വാണ്ടയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ അത് കാരണം വാണ്ടയ്ക്കോ മറ്റോ ശരിക്കും ദേഷ്യം വന്നിരുന്നെങ്കിൽ പിന്നെ ടൈലർ ഹേവാർഡോ സ്വോർഡ് ഏജൻസിയോ അവിടെ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല. വാണ്ട വിഷനടുത്തേക്ക് ചെല്ലുവാണ്. അവൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ
പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെയാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വാണ്ട വിഷന്റെ നെറ്റി തൊട്ട് അവനെ ഫീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇൻഫിനിറ്റി വാറിൽ വാണ്ട ഇതുപോലെ ചെയ്യുന്നുണ്ട്. വിഷന്റെ മൈൻഡും അവന്റെ നെറ്റിയിലിരിക്കുന്ന മൈൻഡ് സ്റ്റോണും വാണ്ടയ്ക്ക് അവനോടുള്ള ഏറ്റവും വലിയ കണക്ഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അന്ന് വാണ്ട വിഷ്ണുവോട് പറയുന്നുണ്ട്, ഐ ക്യാൻ ഫീൽ യു, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇന്ന് വാണ്ട പറയുന്നത് എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. ഇപ്പോൾ അത് അർത്ഥം മാറ്റി വെച്ചിരിക്കുന്ന വെറും ഒരു ശരീരം മാത്രമാണ്. അതിന്റെ ഉള്ളിൽ വിഷനില്ല. അങ്ങനെ വളരെ വിഷമത്തോടെ തകരാവുന്നതിന്റെ മാക്സിമം തകർന്നടിഞ്ഞ് വാണ്ട അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൾ തിരിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ലെറ്റർ കാണാൻ പറ്റുന്നുണ്ട്. അത് വിഷൻ വാണ്ടയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. വാണ്ട നേരെ കാർ ഓടിച്ച് ചെല്ലുന്നത് ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി ദൂരെയുള്ള ന്യൂ ജേഴ്സിയിലെ വെസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ്. ഈ ടൗൺ കാണുമ്പോൾ തന്നെ ഒട്ടും കളർഫുൾ അല്ലാതെ നശിച്ചു കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവിടുത്തെ ആളുകളായാലും ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അവിടെ ഹെർബിനെയും ഫില്ലിനെയും മിസ്സസ് ഹാർട്ടിനെയും നമ്മൾ ഇടയ്ക്ക് കാണാറുള്ള മെയിൽമാനെയും നോമിനെയും അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ വെസ്റ്റ് വ്യൂവിൽ താമസിച്ചിരുന്നവരായിരുന്നു. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒരു ലക്ഷ്യമില്ലാത്ത പോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വാറിൽ താനോസ് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മാഞ്ഞു പോയല്ലോ. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഹൾക്ക് സ്നാപ്പ് ചെയ്തപ്പോൾ എല്ലാവരും തിരിച്ചു വന്നിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയ്ക്ക് നശിച്ചു പോയതാണ് ഈ പറയുന്ന വെസ്റ്റ് വ്യൂ ടൗൺ. തിരിച്ചു വന്നവരൊക്കെ അവരുടെ വീട് അന്വേഷിച്ച് പിടിച്ച് മാഞ്ഞു പോയവരെയും കണ്ടുപിടിച്ച് ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. വാണ്ട കാർ ഓടിച്ച് ചെല്ലുന്നത് ഒരു വീടിന്റെ അടിത്തറ മാത്രം ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. വാണ്ട അതിന്റെ നടുക്ക് ചെന്ന് നിൽക്കുന്നു. അവളുടെ കയ്യിൽ വിഷൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ട് പോയ നോട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വാണ്ട ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാപ്പാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ടു ഗ്രോ ഓൾഡ് ഇൻ, അതായത് നമ്മൾക്ക് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് വളരാൻ വേണ്ടിയുള്ള സ്ഥലം. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ വാണ്ടയും വിഷനും ഈ യുദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ടുള്ള വെറും സാധാരണമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് നമ്മൾ ഈ കാണുന്ന വെസ്റ്റ് വ്യൂ വില്ലേജ് ആണ്. ഇവിടെ വിഷൻ അവർക്ക് വീട് വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. വാണ്ടയ്ക്കും വിഷനും വേണ്ടി മാത്രം, മറ്റാരുടെയും ശല്യമില്ലാതെ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ. വീടിന്റെ പണികളും തുടങ്ങിയിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതിന്റെ ഇടയ്ക്ക് വിഷൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇപ്പൊ 5 വർഷമായിട്ട് ഈ സ്ഥലം ആരും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടേക്കാണ് വാണ്ട തിരിച്ചു വരുന്നത്. എന്തുമാത്രം പ്രതീക്ഷകളായിരുന്നു വാണ്ടയ്ക്കും വിഷനും. പക്ഷെ അതൊക്കെ ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പോയിട്ട് അവന്റെ ബാക്കിയുള്ള ബോഡി പോലും വാണ്ടയ്ക്ക് കിട്ടുന്നില്ല. വാണ്ടയ്ക്ക് ഇനി കരയാൻ കണ്ണുനീരൊന്നും ബാക്കിയില്ല. അവൾ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ജീവിതം അവളെ ഇവിടെ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിലെ പാരന്റ്സ് നഷ്ടപ്പെട്ട്, പിന്നീട് പീട്രോ നഷ്ടപ്പെട്ട്, പിന്നീട് വിഷൻ നഷ്ടപ്പെട്ട് അവന്റെ ബോഡി പോലും കിട്ടാതെയാണ് വാണ്ട ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ഈ ലോകത്ത് വാണ്ട തികച്ചു ഒറ്റയ്ക്കാണ്. ഒരാൾ പോലും ഇല്ല അവളുടെ കൂടെ. ഒന്ന് വിഷമം പറഞ്ഞ് കരയാൻ പോലും അവൾക്ക് ആരും ഇല്ല. പിന്നെ വാണ്ട എന്ത് ചെയ്യും? അവൾ കരയും, പറ്റുന്നത്ര കരയും. അവസാനം കരച്ചിലിന്റെ ഒടുക്കം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തും. അത് മഹാനാശത്തിന്റെ തുടക്കമായിരിക്കും. അതാണെന്ന് അവിടെ സംഭവിച്ചത്. വാണ്ടയ്ക്ക് വിഷമം അടക്കാൻ പറ്റിയില്ല. കാരണം അടക്കാൻ പറ്റുന്ന വിഷമമല്ല അവൾക്കുള്ളത്. അതിനേക്കാൾ ഒരുപാട് മേലെയാണ്. ആ വിഷമം അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയുന്നത് പോലെ വാണ്ട വെറും ഒരു പെണ്ണല്ല, ജന്മനാ കഴിവുകളുള്ള ഒരു മന്ത്രവാദിനിയാണ് വാണ്ട. ഒരു വിച്ച്. മൈൻഡ് സ്റ്റോൺ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പവറുകളെ ഉണർത്തിവിട്ടു. അങ്ങനെയുള്ള ഒരാൾക്ക് വിഷമം താങ്ങാൻ പറ്റാതെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ യൂണിവേഴ്സ് മുഴുവൻ അവളുടെ കൂടെ നിന്ന് വരും. അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മാജിക് കാരണം അവളുടെ ചുറ്റുപാടുകൾ ആകെ മാറുകയാണ്. റിയാലിറ്റി ചേഞ്ച് ആവുകയാണ്. അവരെങ്ങനെയുള്ള വീടിലാണോ താമസിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു വീട് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഉയർന്നു പൊങ്ങി. ഒരുപാട് സമയമോ പണിക്കാരോ ഒന്നും വേണ്ടി വന്നില്ല. ഇത് വാണ്ടയുടെ മാജിക് മാത്രമാണ്. റിയാലിറ്റിയെ മാറ്റിമറിക്കുന്ന മാജിക്. പക്ഷെ അത് കഴിഞ്ഞ് വാണ്ട നിർത്തുന്നില്ല. വാണ്ടയ്ക്ക് അടങ്ങാത്ത വിഷമം ഉണ്ടായിരുന്നു. വീണ്ടും അവളുടെ മാജിക് പുറത്തേക്ക് വരികയാണ്. അത് പടർന്നുകൊണ്ടേയിരുന്നു. വെസ്റ്റ് വ്യൂ എന്ന് പറയുന്ന വില്ലേജിനെ മുഴുവനായിട്ട് വിഴുങ്ങുന്നത് വരെ അവളുടെ മാന്ത്രിക ശക്തി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം സ്ഥലത്തേക്ക് അവളുടെ മാജിക്കിന്റെ പവർ ചെല്ലുന്നുണ്ടോ അത്രത്തോളം സ്ഥലം റിയാലിറ്റി തന്നെ മാറി ചേഞ്ച് ആവുകയാണ്. വാണ്ട എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചേഞ്ച് ആവുകയാണ്. അടുത്തതായിട്ടാണ് നമ്മൾ എല്ലാവരും ഞെട്ടിക്കുന്ന സീൻ നമ്മൾ കാണുന്നത്. വാണ്ട വെസ്റ്റ് വ്യൂവിനെ മാത്രമല്ല മാറ്റിമറിച്ചത്, അവളുടെ കഴിവുകൾ നമ്മൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. റിയാലിറ്റിയെ തന്നെ മാറ്റിമറിക്കുന്ന വാണ്ട അവളുടെ കഴിവിൽ നിന്ന് ഒരു പുതിയ വിഷനെ തന്നെ നിർമ്മിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വിഷൻ ഉണ്ടായിരിക്കുന്നത്. വാണ്ടയാണ് വിഷനെ സൃഷ്ടിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാണ്ടയുടെ ഉള്ളിൽ അവൾക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന മാജിക്കും അതുപോലെ തന്നെ മൈൻഡ് സ്റ്റോണിന്റെ ശക്തിയുണ്ട്. മൈൻഡ് സ്റ്റോണിന്റെ ശക്തി മഞ്ഞ നിറത്തിലും വാണ്ടയുടെ പവർ ചുവപ്പ് നിറത്തിലുമാണ് കാണാൻ പറ്റാറ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈ പുതിയ വിഷനെ നിർമ്മിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവിടെയൊക്കെ മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാൻ തുടങ്ങി. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വാണ്ടയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു മാനസിക നിലയിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ വാണ്ട പോലും അറിയാതെ സംഭവിച്ചത്. മുന്നിൽ നിൽക്കുന്ന വിഷനെ കണ്ട് വാണ്ട ഞെട്ടിപ്പോയി. ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? പക്ഷേ വിഷന് വാണ്ടയെ കാണുമ്പോൾ സന്തോഷം മാത്രമാണ് തോന്നുന്നത്. അവൻ വാണ്ടയെ അടുത്തേക്ക് വിളിക്കുന്നു. വിഷനെ വീണ്ടും നേരി കണ്ട സന്തോഷത്തിൽ വാണ്ടയെ അവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ പിന്നീട് വാണ്ട കാലെടുത്ത് വെക്കുന്നത് ഒരു പുതിയ ആളായിട്ടാണ്. പുതിയ ഹെയർ സ്റ്റൈൽ, പുതിയ മേക്കപ്പ്, പുതിയ വസ്ത്രങ്ങൾ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം. വിഷൻ വാണ്ടയെ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവരുടെ മനോഹരമായ ജീവിതം ആരംഭിക്കുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ബെഡിലിരുന്ന് പരസ്പരം കിസ് ചെയ്യുവാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പിന്നിൽ നിന്ന് വാണ്ടയും കാണുന്നുണ്ട്. അപ്പോഴാണ് വാണ്ടയ്ക്ക് പോലും ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചതെന്ന്. പക്ഷെ അത് കണ്ടുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന വാണ്ടയെ അകത് വീണ്ടും ഇപ്പോഴത്തെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ മുന്നിൽ കണ്ടിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകവും സന്തോഷത്തോടെ ഇരിക്കുന്ന വാണ്ടയും വിഷനും അവിടുന്ന് മാഞ്ഞു
പറഞ്ഞു പോവാണ്. വാണ്ട നോക്കുമ്പോൾ ഇതൊരു TV ഷോ ഷൂട്ടിംഗ് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവിടെയൊക്കെ ക്യാമറയും ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. അവിടെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അഗത ഹാർക്നസ്. അഗത കൈയടിക്കാൻ തുടങ്ങി. വാണ്ടയുടെ ഈ സ്റ്റോറി അഗതയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെൽ ഡൺ മൈ ഗേൾ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, നീ ഒരു ചെറിയ പുള്ളിയല്ല. ഇപ്പോഴല്ലേ വാണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായേ. പക്ഷെ നമ്മളുടെ പണി തീർന്നിട്ടില്ല വാണ്ട, എന്നെ വിടുവാ. അങ്ങനെ പറഞ്ഞ് അഗത പുറത്തേക്ക് പോവാണ്. വാണ്ടയ്ക്ക് പുറത്തുനിന്ന് ബില്ലിയുടെയും ടോമിയുടെയും കരച്ചിൽ കേൾക്കാൻ പറ്റി. വാണ്ടയും പെട്ടെന്ന് അങ്ങോട്ട് ഓടുവാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത് അഗതയുടെ ശരിക്കുള്ള രൂപം. അഗത ഹാർക്നസ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള വിച്ച് അല്ലെങ്കിൽ ദുർമന്ത്രവാദിനി. ഇപ്പൊ അഗത അവളുടെ ശരിക്കുള്ള രൂപം എടുത്താണ് നിൽക്കുന്നത്. മാത്രമല്ല 2 കൈകളിൽ അവൾ ബില്ലിയെയും ടോമിയെയും ഇങ്ങനെ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. അവളുടെ ഡാർക്ക് മാജിക് കൊണ്ട് കുട്ടികൾ വേദനിച്ച് കരയുന്നുണ്ട്. പെട്ടെന്ന് അഗത അവരെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച് വാണ്ടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി വാണ്ട, നീ ആരാണെന്ന്, നിന്റെ പവറുകൾ എന്താണെന്ന് നിനക്ക് പോലും അറിയില്ല. നീ എത്രത്തോളം അപകടകാരിയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല വാണ്ട. യു ആർ കേപ്പബിൾ ഓഫ് സ്പോണ്ടേനിയസ് ക്രിയേഷൻ വാണ്ട. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം ഉണ്ടാക്കാനുള്ള കഴിവ് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. പുരാണങ്ങളിൽ നിന്നെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അതൊരു കെട്ടുകഥ മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിന്നെ നേരിട്ട് കാണുന്നത് വരെ, നീ ശരിക്കും ആരാണെന്ന് അറിയുന്നത് വരെ നീ ഒരുപാട് പവർഫുൾ ആണ് വാണ്ട. ലോകത്തെ മുഴുവൻ ഭരിക്കാനാവുന്ന കഴിവാണ് നിന്റെ കൈകളിലുള്ളത്. പക്ഷെ നീ അത് ഉപയോഗിക്കുന്നത് ഒരു കുടുംബത്തെ ഉണ്ടാക്കാനും പിള്ളേർക്കും കെട്ടിയവനും വെച്ച് വിളമ്പാനും. എങ്ങനെയാണ് വാണ്ട നിനക്കത് സാധിക്കുന്നത്? അതിന്റെ അർത്ഥം ഈ കഴിവ് നിനക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അറിയുന്ന എനിക്കത് വിട്ടുതാ. എനിക്ക് നിന്റെ പവർ വേണം, എനിക്ക് നിന്റെ മാജിക് വേണം വാണ്ട. മര്യാദക്ക് എന്റെ പിള്ളേരെ വിടുന്നതാണ് നിനക്ക് നല്ലത്. പിള്ളേരെയൊക്കെ ഞാൻ വിടാം, പക്ഷെ എല്ലാം മാറ്റിമറിക്കുന്നതിന്റെ ഒപ്പം നീ നിനക്ക് വേണ്ടി പുതിയൊരു ഭർത്താവിനെ ഉണ്ടാക്കി നിന്റെ പിള്ളേരായിട്ട് 2 ജീവനുകളെയും നീ നിർമ്മിച്ചു വാണ്ട. നിന്റെ ഈ കഴിവ് അല്പം കുഴപ്പം പിടിച്ചതാണ്. ഇത് ഒരേ ഒരാൾക്ക് കിട്ടുന്ന മാജിക് ആണ് വാണ്ട. നിന്റെ കഴിവിന്റെ പേരാണ് കായോസ് മാജിക്. അത് ഉപയോഗിക്കാൻ കഴിയുന്നവരെ ഞങ്ങൾ പുരാണത്തിൽ വിളിക്കുന്നത് സ്കാർലറ്റ് വിച്ച് എന്നാണ്. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയ 2 പേരുകളൊക്കെ അത് പറയുന്നുണ്ട്. ഒന്ന് കായോസ് മാജിക്, 2 സ്കാർലറ്റ് വിച്ച്. ഈ മന്ത്രവാദിനികളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പുരാണത്തിൽ സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന ഒരു മഹാമന്ത്രവാദിനിയെ പറ്റി പറയുന്നുണ്ട്. കായോസ് മാജിക് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു മാജിക് ഉപയോഗിക്കാൻ കഴിവുള്ളവളെയാണ് സ്കാർലറ്റ് വിച്ച് എന്ന് വിളിക്കുന്നത്. അഗതയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് പേടിപ്പിക്കുന്ന തരത്തിൽ മാജിക് ഉപയോഗിക്കുന്ന വേറൊരാളെയും അവൾ കണ്ടിട്ടില്ല. വാണ്ടയ്ക്ക് ജന്മനാ കിട്ടിയിരിക്കുന്ന ഈ കഴിവ്, മൈൻഡ് സ്റ്റോൺ, അവളുടെ ഉള്ളിൽ നിന്ന് അൺലോക്ക് ചെയ്തു വിട്ട ഈ പവർ, ഈ വിനാശകരമായിട്ടുള്ള മാജിക്, ഇതിന്റെ പേരാണ് കായോസ് മാജിക്. അതുകൊണ്ട് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന സ്കാർലറ്റ് വിച്ച് ആണ് നമ്മളുടെ വാണ്ട. എപ്പിസോഡിന്റെ അവസാനത്തിൽ വേറൊരു സീനും കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് സ്പോർട് ഏജൻസിയുടെ കയ്യിൽ നിന്ന് വിഷന്റെ ശരിക്കുള്ള ബോഡി വാണ്ട മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ്. അങ്ങനെയാണല്ലോ ടൈലർ ഹെയ്വാർഡ് എല്ലാവരോടും പറഞ്ഞതും CCTV വിഷ്വൽസിൽ കാണിച്ചതും. പക്ഷെ അത് അങ്ങനെയായിരുന്നില്ല. അത് ടൈലർ ഹെയ്വാർഡിന്റെ ഒരു പ്ലാൻ മാത്രമായിരുന്നു. ശരിക്കുള്ള വിഷന്റെ ബോഡി വാണ്ട കൊണ്ടുപോയിട്ടില്ല. ഹെക്സിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന വിഷനെ നമ്മൾ കണ്ടതുപോലെ വാണ്ട തന്നെ സൃഷ്ടിച്ചതാണ്. അപ്പൊ ശരിക്കുള്ള വിഷന്റെ ബോഡി എവിടെ പോയി? അത് ടൈലർ ഹെയ്വാർഡിന്റെ കയ്യിൽ തന്നെയുണ്ട്. അയാൾ അത് വെച്ച് പരീക്ഷണങ്ങൾ ചെയ്തു. വിഷനെ വീണ്ടും ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ, വിഷനെ വീണ്ടും ഒരു ആയുധമാക്കി മാറ്റാനുള്ള പരീക്ഷണങ്ങൾ. മുറിച്ചു വെച്ചിരിക്കുന്ന വിഷന്റെ ബോഡി കൂട്ടിച്ചേർത്ത് അയാൾ പുതിയൊരു വിഷനെ നിർമ്മിക്കുവാണ്. ഈ പ്രൊജക്ടിന്റെ പേരായിരുന്നു കാറ്ററാക്ട്. അതാണ് ഡാർസി കണ്ടുപിടിച്ചത്. വിഷന്റെ ബോഡി വീണ്ടും പഴയതുപോലെ ആക്കിയെങ്കിലും അവന്റെ നെറ്റിയിൽ ഇപ്പൊ മൈൻഡ് സ്റ്റോൺ ഇല്ല. അവന് പവർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെയുള്ള ഒരു വിഷനെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ടൈലർ ഹെയ്വാർഡിനും ടീമിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് ഒരു മികച്ച എനർജി സോഴ്സ് വേണം. അത് കണ്ടുപിടിക്കാൻ അവർ പാടുപെടുകയായിരുന്നു. അപ്പോഴാണ് വാണ്ട SWORD ടീം ഹെക്സിന്റെ ഉള്ളിലേക്ക് അയച്ച ഡ്രോൺ തിരിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മളന്ന് കണ്ടതുപോലെ അതിൽ വാണ്ടയുടെ എനർജിയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു, ഒരു ചുവപ്പ് നിറത്തിലുള്ള എനർജി, അതായത് വാണ്ടയുടെ മാജിക്. ഈ ഡ്രോൺ എടുത്തുകൊണ്ട് പോകുന്ന ടൈലർ ഹെയ്വാർഡ് ഇത് വെച്ച് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് ഈ ഡ്രോണിലുള്ള വാണ്ടയുടെ എനർജി അവർ എക്സ്ട്രാക്ട് ചെയ്യുവാണ്. എന്നിട്ട് ആ എനർജി വെച്ച് പുതിയ വിഷനെ അവർ ചാർജ് ചെയ്യുന്നു. ഒരുപക്ഷെ വാണ്ടയുടെ മാജിക് ഉള്ള എനർജി ആയതുകൊണ്ടായിരിക്കാം ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വിഷന് ഒരു ജീവൻ ലഭിക്കുകയാണ്. ഇതൊരു റോബോട്ടാണ്, പക്ഷെ പണ്ടത്തെ വിഷന്റേതുപോലെ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ ഈ വിഷന് കിട്ടുവാണ്. ഈ പുതിയ വിഷന് അവർ വൈറ്റ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ വൈറ്റ് വിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് വൈറ്റ് വിഷൻ ആണെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഹെക്സിന്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന വിഷനോ അവനെ നമ്മൾക്ക് ഹെക്സ് വിഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് എപ്പിസോഡ് 8 അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും. എന്നാലും നമ്മൾക്ക് എല്ലാ ഡൗട്ടുകളും തീർക്കാൻ ഇപ്പൊ സമയമായി. സോ ലെറ്റ് സ്റ്റാർട്ട്. ആരും ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ സീരീസിനെ പറ്റി മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതും കേട്ടേ പറ്റൂ. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? അവിടെ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. വിഷമം സഹിക്കാൻ പറ്റാത്ത വാണ്ടയുടെ ഉള്ളിൽ നിന്ന് അവളുടെ കായോസ് മാജിക് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ വെസ്റ്റിയും അവിടുത്തെ ആളുകളും എല്ലാം മാറി മറിയുന്നത്. റിയാലിറ്റി തന്നെ ചേഞ്ച് ആവുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വാണ്ട ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? വാണ്ട ഓരോരുത്തരായിട്ട് മൈൻഡ് കൺട്രോൾ ചെയ്യുവാണ്. വാണ്ട എപ്പോഴും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു എക്സാമ്പിളിൽ കൂടെ പറയാം. നിങ്ങൾ രാത്രി കട്ടിലിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുവാണ്. പണ്ടെങ്ങോ 1-2 വട്ടം നിങ്ങൾ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണ് കാണും. പക്ഷെ നിങ്ങൾ എപ്പോഴും അങ്ങനെ വീഴാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സുണർന്നിരിക്കുന്നുണ്ടോ? അതുമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കട്ടിലിൽ നിന്ന് നിലത്തേക്ക് വീഴാതെ കട്ടിലിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത്? അതിന്റെ കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് മനസ്സിന്റെ ഉള്ളിലെ മനസ്സ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കും. അതിനറിയാം നിങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് താഴേക്ക്
താഴേക്ക് വീഴുവാണെങ്കിൽ നിലത്ത് മൂക്കിടിച്ച് പാലം പൊട്ടുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾ ബെഡിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനെ തടയുന്നത്. ഉറങ്ങുമ്പോഴുള്ള ഒരു ബോധം, അങ്ങനെ ഇതിനെ വിളിക്കാം. സോ വാണ്ടയുടെ കേസിൽ വാണ്ടയുടെ കായോസ് മാജിക് കാരണം വെസ്റ്റ് മുഴുവൻ ഇങ്ങനെ മാറി കഴിയുന്നു. ഇത് നടക്കുന്നത് വാണ്ട പോലും അറിയുന്നില്ല. കാരണം വാണ്ടയുടെ മെന്റൽ സ്റ്റേറ്റ് ഇത്രത്തോളം പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ വെസ്റ്റുവിനെ മാറ്റിമറിച്ച് കഴിഞ്ഞ് പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ വാണ്ടയുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് കാരണമാണ് നടക്കുന്നത്. പിന്നെ വാണ്ട അറിഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പവർ നിലനിർത്തണമെന്നില്ല, എപ്പോഴും ആളുകളെ മൈൻഡ് കൺട്രോൾ ചെയ്യണമെന്നില്ല, എപ്പോഴും വെസ്റ്റുവിലെ ഓരോ നഗരങ്ങളും ഓരോ കടകളും ഓരോ സാധനങ്ങളും റിയാലിറ്റി ചേഞ്ച് ചെയ്ത് നിർത്തണമെന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നടന്നോളും. വാണ്ട അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പോലും ഇത്ര പവർ ഉണ്ടെങ്കിൽ വാണ്ടയെ പോലെ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എത്രത്തോളം പവർ ഉണ്ടാവും? എന്താണ് വാണ്ടയ്ക്ക് വേണ്ടതെന്ന് അവളുടെ മനസ്സിനറിയാമല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശ്രമിക്കും. ഇങ്ങനെയാണ് ഈ ചേഞ്ച് ആയ റിയാലിറ്റി നിലനിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഈ റിയാലിറ്റി ഇങ്ങനെ ചേഞ്ച് ആയി അത് വാണ്ടയുടെ കായോസ് മാജിക് കാരണമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിയാലിറ്റി, അതായത് ഈ കാണുന്ന TV ഷോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം പിന്നീട് അത് കളർഫുൾ ആവുന്നു? ആദ്യം 1950 തുടങ്ങി, പിന്നെ 60, 70, 80 ഒക്കെ ആയി, പിന്നെ 2000കളിലേക്ക് വന്നു. ആളുകൾക്ക് പലതരം കോസ്റ്റ്യൂമുകൾ, പല ടൈപ്പിലുള്ള അഭിനയം. എന്താണ് ഇതൊക്കെ? എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? അതിന്റെ കാരണം വ്യക്തമായിട്ട് പറയാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ വാണ്ടയുടെ ചെറുപ്പം മുതൽ അവൾ TV ഷോകൾക്ക് അഡിക്റ്റ് ആണ്. വാണ്ട കുട്ടിയായിരിക്കുമ്പോൾ ഡിക്ക് വാൻ ഡൈക്ക് എന്ന് പറയുന്ന ഒരു TV ഷോയ്ക്ക് അവൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഷോ. ഏകദേശം 1950കളിൽ നടക്കുന്ന ഒരു കഥയാണ് ഡിക്ക് വാൻ ഡൈക്കിനുള്ളത്. ആ ഷോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പെരുമാറുന്നതും ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതും ഇതൊക്കെ വാണ്ട വിഷന്റെ എപ്പിസോഡ് 1 പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മൾ വാണ്ട വിഷന്റെ ഓരോ എപ്പിസോഡുകൾ കാണുമ്പോഴും അതിൽ കാലഘട്ടം മാറുന്നത് വാണ്ട കണ്ടു വളർന്ന സീരിയലുകളുടെ ഓർഡറിലാണ്. വാണ്ടയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട, അവളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള, പണ്ട് മുതലേ അവൾ കണ്ടു വളർന്ന സീരിയലുകളുടെ പോലെയാണ് വെസ്റ്റ് യു മാറി മറിയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരെയും കട്ടിൽ കുറച്ച് മാറ്റിയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തൊട്ടടുത്ത് ഒരു ലൈറ്റും ഇരിക്കുന്നുണ്ട്. ഈ സീൻ കണ്ടാൽ വാണ്ട വിഷൻ എപ്പിസോഡ് 2 ഇതേപോലെയുള്ള ഒരു സീനായിട്ട് നമുക്ക് തോന്നും. അത് തന്നെയാണ് സംഭവം. വാണ്ട പണ്ടെന്നോ കണ്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള അവൾക്ക് ഇഷ്ടപ്പെട്ട സീരിയലിലെ സീനുകളാണ് അവൾ മാറ്റിമറിച്ച് റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാലഘട്ടം മാറി. ഹൈഡ്രാ ബേസിൽ വെച്ച് വാണ്ട കാണുന്ന TV ഷോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലൊരു ചെറിയ കുട്ടി ഒരു പാവയെടുത്ത് കുഞ്ഞിനെ പോലെ കളിപ്പിക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു TV ഷോയിൽ നിന്നാണ് വാണ്ടയുടെ മൈൻഡിലേക്ക് ഒരു പുതിയ കളർഫുൾ ലോകം കടന്നു വരുന്നത്. എപ്പിസോഡ് 2 അവസാനത്തിൽ കാണുന്നത് പോലെ വാണ്ട പ്രഗ്നന്റ് ആവുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതും ഈ സീനിൽ കാണുന്ന കുട്ടിയുടെ സീനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അത് മാത്രമല്ല അവിടേക്ക് ഒരു പട്ടിയും കടന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് സ്പാർക്കി എന്ന് പറയുന്ന ഒരു ഡോഗ് അവരുടെ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതായത് വാണ്ടയുടെ ആഗ്രഹം ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള അവൾ കണ്ടുമറന്ന TV ഷോകളിലെ പോലെയുള്ള ഒരു ജീവിതം അവൾക്ക് വേണമെന്നാണ്. അതാണ് അവൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നതല്ല. അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അവൾ പോലും അറിയാതെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഒരു സമയത്ത് കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെ അല്ല നടക്കുന്നതെന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ തന്റെ സമാധാനമുള്ള ഈ ജീവിതത്തെ തകർക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ വാണ്ട ഉടനെ അതിനെ ചേഞ്ച് ചെയ്യും. ഒന്നുകിൽ ആ സീൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആരാണോ അവിടെ ശത്രുവായിട്ടുള്ളത് അവരെ പുറത്തേക്ക് എറിഞ്ഞു കളയും. അല്ലാത്ത സമയത്തൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവെഞ്ചേഴ്സിന്റെ കെട്ടിടത്തിൽ വെച്ച് വാണ്ട കാണുന്ന TV ഷോ നമ്മൾ ഏകദേശം ഒരു എപ്പിസോഡ് 6 കണ്ടതുപോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ വാണ്ട ഇഷ്ടപ്പെട്ട് കണ്ടു വളർന്നത് വല്ല ഇന്ത്യൻ സീരിയലോ മറ്റോ ആണെങ്കിൽ അവൾ റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുമ്പോൾ വെസ്റ്റുവും അവിടുത്തെ ആളുകളും ഒക്കെ ഇന്ത്യൻ കോസ്റ്റ്യൂമിലും ഇന്ത്യൻ പെരുമാറ്റത്തിലേക്ക് മാറും. ഇനി വാണ്ട ഇഷ്ടപ്പെട്ട് കണ്ടു വളർന്നത് ഡിസ്നിയുടെ അനിമേറ്റഡ് മൂവീസ് ആണെങ്കിൽ അവൾ വെസ്റ്റുവിന്റെ റിയാലിറ്റിയെ മാറ്റിയ സമയത്ത് അതും അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ആയിട്ട് മാറും. ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. നമ്മൾ എല്ലാവരും എന്തിനാണ് സിനിമയും സീരീസും കാണുന്നത്? എന്തിനാണ് നമ്മൾ 2 മണിക്കൂർ തിയേറ്ററിൽ പോയിരിക്കുന്നത്? ഒരുപാട് പേർ സിനിമ ആസ്വദിക്കാനായിരിക്കും. പക്ഷെ കുറെ പേര് അവരുടെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയും സീരീസും ഒക്കെ കാണുന്നത്. റിയാലിറ്റി വളരെ ദുഃഖമുള്ളതാണ്. കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം അതിൽ നിന്ന് എസ്കേപ്പ് ആയി ഒരു സന്തോഷം കിട്ടാനും വേറൊരു ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നാനും വേണ്ടിയിട്ടാണ് പലരും സിനിമയും സീരീസും ഒക്കെ കാണുന്നത്. വാണ്ടയും അത് തന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിലും അവളുടെ കായോസ് മാജിക് കാരണം അവളുടെ ആഗ്രഹം റിയാലിറ്റിയിലേക്ക് വരുവാണ്. ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? ഏതെങ്കിലും സിനിമയുടെയോ TV ഷോയുടെയോ പോലെ നിങ്ങളുടെ റിയാലിറ്റി മാറി മറിയണമെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. TV സ്ക്രീനിന്റെ ഉള്ളിലേക്ക് കയറി ആ സിനിമയുടെയോ സീരീസിന്റെയോ ലോകത്ത് എത്താൻ പറ്റിയിരുന്നെങ്കിൽ, അവിടെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു TV ഷോയോ സിനിമയോ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ചിലർക്ക് ഹാരി പോട്ടർ ആവും, ചിലർക്ക് നമ്മളുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാവും, ചിലർക്കാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസോ പൈററ്റ്സ് ഓഫ് കരീബിയനോ ഒക്കെ ആയിരിക്കും. അവിടെ പോയി താമസിക്കാനും അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം തോന്നി കാണും. അങ്ങനെ തോന്നിയിട്ടുള്ളത് ഏതാണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് അതും മനസ്സിലായി. അടുത്ത സംശയം, ആരാണ് ഈ പുതിയ വിഷൻ? പുതിയ വിഷൻ ആരാണെന്ന് ചോദിച്ചാൽ വാണ്ട അവളുടെ കായോസ് മാജിക് കൊണ്ടും മൈൻഡ് സ്റ്റോണിന്റെ പവർ കൊണ്ടും ക്രിയേറ്റ് ചെയ്ത, സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരു പുതിയ വിഷനാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചിന്ത വരുന്നുണ്ടാവും, എങ്ങനെയാണ് വാണ്ടയെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നതെന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, വാണ്ടയ്ക്ക് ശരിക്കും സാധിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് വാണ്ട ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് പോലും. വാണ്ടയ്ക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് സാധനങ്ങളെയും ജീവനെയും പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുണ്ട്. വാണ്ടയ്ക്ക് വിഷനെ തിരിച്ചു വേണമെന്നായിരുന്നു ആഗ്രഹം. ടൈലർ
ടൈലർ ഹേവാർഡ് അവളോട് പറയുന്നുണ്ട് നിനക്ക് വിഷനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഒരു നിമിഷം വാണ്ട ആലോചിച്ചിരുന്നു. ആ ചിന്തയും കൂടി ചേർന്നാണ് അവളുടെ മുന്നിലേക്ക് പുതിയൊരു വിഷൻ എങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പൊ പലർക്കും സംശയം തോന്നും ഈ വിഷൻ എന്താണ്, ഈ വിഷനെ വൈബ്രേനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ഞാനും അല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വിഷന്റെ മേലുള്ളത് വൈബ്രേനിയം ആണ്, അല്ലെങ്കിൽ വൈബ്രേനിയത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹെക്സിന്റെ ഉള്ള ഈ വിഷനെ അല്ലെങ്കിൽ ഹെക്സ് വിഷനെ ടൈലർ ഹേവാർഡിന് പുറത്തിരുന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. അയാൾ വൈബ്രേനിയം ഡിക്കേ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഹെക്സ് വിഷനെ കണ്ടുപിടിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ, വാണ്ട നിർമ്മിച്ചിരിക്കുന്ന ഉള്ളിലുള്ള ഈ ഹെക്സ് വിഷന്റെ ബോഡി വൈബ്രേനിയം കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. അപ്പൊ പലർക്കും തോന്നും വാണ്ടയെ കൊണ്ട് എങ്ങനെയാണ് ഈ വൈബ്രേനിയം നിർമ്മിക്കാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറയുന്നത്, വാണ്ടയ്ക്ക് അത് സാധിക്കും. വാണ്ട എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും, വാണ്ട എന്ത് പറയുന്നോ അത് നടക്കും. റിയാലിറ്റി അങ്ങോട്ട് ചേഞ്ച് ആവും. വേറെ ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. അടുത്ത ചോദ്യം, വിഷന്റെ നെറ്റിയിലിരിക്കുന്നത് മൈൻഡ് സ്റ്റോൺ ആണോ? അതിന്റെ ഉത്തരം കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം മൈൻഡ് സ്റ്റോണിനെ വാണ്ട തന്നെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു പവർ വാണ്ടയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. വിഷനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ആ മഞ്ഞ നിറം കാണാൻ പറ്റും. കാവസ് മാജിക്കും മൈൻഡ് സ്റ്റോണിന്റെ പവറും കൂടിച്ചേർന്നാണ് ഈ വിഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷന്റെ നെറ്റിയിലിരിക്കുന്നത് മൈൻഡ് സ്റ്റോണിന്റെ ഒരു കോപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ദയവ് ചെയ്ത് ബോറടിക്കാതെ കാണണം. നമ്മൾ ആദ്യം തൊട്ട് ചെറിയ ചെറിയ ഡൗട്ടുകൾ നോക്കി വരാൻ പോവാണ്. എപ്പിസോഡ് 1-ൽ വാണ്ടയും വിഷ്ണു ഒരു കാറിൽ കല്യാണം കഴിഞ്ഞ് വെസ്റ്റ്യൂലേക്ക് വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ തൊട്ട് നേരത്തെ കണ്ടതനുസരിച്ച് ഇതങ്ങനെയല്ല സംഭവിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഈ കാറിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് വാണ്ട തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫിന്റെ തുടക്കം. അതാണ് വാണ്ട ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഹെക്സിന്റെ ഉള്ളിലെ വാണ്ട കൺട്രോൾ ചെയ്യുന്ന അത്രയും ഭാഗത്തെ കാര്യങ്ങൾ എങ്ങനെയാണോ വാണ്ട ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ചേഞ്ച് ആവും. ആ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ആരായിരിക്കും ഈ മിസ്റ്റർ ഹാർട്ടിനെയും മിസ്സസ് ഹാർട്ടിനെയും ഒക്കെ ഡിന്നറിന് വിളിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ തോന്നുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇതൊരു TV ഷോയുടെ മോഡലിലാണ് നടക്കുന്നത്. അപ്പൊ ഇവരുടെ ജീവിതം ഒരു TV ഷോയിലേതുപോലെ മനോഹരമാവണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരികയും അതിനെ ഇവർ രണ്ടുപേരും ചേർന്ന് നേരിടുകയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് TV ഷോയിൽ കണ്ടുമറന്ന ഏതൊക്കെയോ സീനുകളിലുള്ള കഥകൾ വാണ്ടയുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ വാണ്ട അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, സബ് കോൺഷ്യസ്ലി ഇതിങ്ങനെ സംഭവിച്ചു പോവാണ്. ഒരു കഥ പോലെ ഇവരുടെ മനോഹരമായ ജീവിതം ഒരു ഫ്ലോയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. വാണ്ട ഈ ഹെക്സ് നിർമ്മിച്ചു കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് അവിടെ അടുത്തുണ്ടായിരുന്ന അഗതയ്ക്ക് ഇത്രയും വലിയൊരു മാജിക് പവർ അടുത്തുണ്ടായിട്ടുണ്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാണ് അഗത അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നതും നേരെ കുറച്ച് പൂക്കളും എടുത്തുകൊണ്ട് വാണ്ടയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും. അന്ന് തൊട്ട് അഗത ഏത് ആവശ്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന ഒരു വിശ്വസ്തയായ അയൽക്കാരിയായിട്ട് മാറി. അവളുടെ ഉദ്ദേശം എന്താണ് വാണ്ടയുടെ പവർ എന്നറിയുക, എങ്ങനെയാണ് വാണ്ട ഈ പവർ ഉപയോഗിക്കുന്നതെന്ന് അറിയുക, എങ്ങനെയാണ് വാണ്ടയ്ക്ക് ഈ പവർ കിട്ടിയതെന്ന് അറിയുക, എന്നിട്ട് വാണ്ടയുടെ പവർ സ്വന്തം ശരീരത്തിലേക്ക് വലിച്ചെടുക്കുക. പക്ഷെ മുന്നിൽ നിൽക്കുന്ന വാണ്ട തന്നേക്കാൾ വലിയ മന്ത്രവാദിനിയാണോ എന്ന് അഗതയ്ക്ക് നല്ല പേടിയുണ്ട്. കാരണം തീർച്ചയായിട്ടും വന്ന ഉടനെ വാണ്ടയുടെ മനസ്സിലെന്താണെന്ന് അറിയാനും മൈൻഡ് കൺട്രോൾ ചെയ്യാനും അഗത ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വാണ്ടയുടെ അടുത്ത് നടന്നില്ല. തീർച്ചയായിട്ടും വാണ്ട പവർഫുൾ ആണ്. അതുകൊണ്ട് അഗത തീരുമാനിച്ചു വാണ്ടയുടെ വിശ്വാസം പിടിച്ചു പറ്റി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വാണ്ടയെ ടെൻഷൻ അടിപ്പിക്കണം. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് വാണ്ട ഒരു പക്ഷെ വീണ്ടും അവളുടെ മാജിക് ഉപയോഗിക്കും. ആ സമയത്ത് അഗതയ്ക്ക് മനസ്സിലാവും എന്താണ് വാണ്ടയുടെ രഹസ്യമെന്ന്. ഇങ്ങനെ വാണ്ടയെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി മാത്രം അഗത മനഃപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വാണ്ടയുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റാനും അഗത ശ്രമിക്കുന്നുണ്ട്. ഇനി എങ്ങാനും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ വാണ്ട തന്നെക്കാൾ പവർഫുൾ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും അഗതയ്ക്ക് പേടിയുണ്ടായിരുന്നു. വാണ്ടയും വിചാരിക്കുന്നത് അഗത വെസ്റ്റ്യൂവിലുള്ള ഏതെങ്കിലും ഒരാളായിരിക്കുമെന്നാണ്. ഒട്ടും സംശയം തോന്നാത്ത പോലെയായിരുന്നു അഗതയുടെ പെരുമാറ്റവും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും പിന്നെ എന്തുകൊണ്ടാണ് വിഷന് മാത്രം ഇങ്ങനെ ഡൗട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ് വിഷനെ മാത്രം വാണ്ട മൈൻഡ് കൺട്രോൾ ചെയ്യാത്തത്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വാണ്ട വിഷനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. വിഷനെ പറ്റി വാണ്ടയുടെ ഓർമ്മകളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് വാണ്ട വിഷനെ നിർമ്മിക്കുന്നത്. ഉണ്ടായ സമയത്ത് ഈ വിഷന് ഒരേ ഒരു കാര്യം മാത്രമേ അറിയൂ. മുന്നിൽ നിൽക്കുന്നത് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ വാണ്ടയാണ്. വാണ്ടയെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. ഇവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാൻ പോവാണ്. ഇത്രയുമാണ് ഈ പുതിയ വിഷന് ഓർമ്മയുള്ളൂ. അതുകൊണ്ടാണ് വിഷന് അവന്റെ പഴയ ജീവിതത്തെ പറ്റിയോ അവനെ താനോസ് കൊന്നതിനെ പറ്റിയോ ഒന്നും ഓർമ്മയില്ലാത്തത്. പക്ഷേ ഈ വിഷന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ വാണ്ടയ്ക്ക് ഓർമ്മയുള്ള പണ്ടത്തെ വിഷന്റേത് പോലെയാണ് വാണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ്യൂവിൽ നടക്കുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗെയിം ആയിട്ട് കാണാം. ഒരു പ്രോഗ്രാമർ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അയാൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിമിൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് നടന്നോളും. അതുപോലെ തന്നെയാണ് വെസ്റ്റ്യൂവിന്റെ കാര്യവും. അപ്പോൾ ഈ വിഷൻ എന്തുകൊണ്ടാണ് സംശയങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അയാൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വാണ്ട വിഷനെ കൺട്രോൾ ചെയ്യാത്തത്? വാണ്ട എന്തുകൊണ്ട് വിഷന്റെ മൈൻഡ് മാറ്റുന്നില്ല? എന്നാൽ ചില സമയങ്ങളിൽ, അതായത് വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം വാണ്ട വിഷന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പുറത്ത് സ്വാഡ് ഏജന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഒരു ഡ്രെയിനേജിനുള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ വാണ്ട നോ എന്ന് പറഞ്ഞ് ആ സീനൊക്കെ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഫ്രാങ്ക്ലിൻ എന്ത് പറ്റിയെന്ന് നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല. ഷോ കഴിഞ്ഞാലും അറിയില്ല. എന്തായാലും വാണ്ട ഫ്രാങ്ക്ലിനെ കൊന്നു കാണില്ല. ഒരുപക്ഷെ മോണിക്കയെ തെറിപ്പിച്ചതുപോലെ ഹെക്സിന്റെ പുറത്തേക്ക് തെറിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവനെയും വെസ്റ്റ്യൂവിൽ തന്നെ മറ്റൊരു ക്യാരക്ടറായിട്ട് മാറ്റിയിട്ടുണ്ടാവും. എന്തായാലും റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നടന്ന കാര്യമൊന്നും വിഷന് പിന്നെ ഓർമ്മയില്ല. സോ അവിടെ ഒരു മൈൻഡ് കൺട്രോൾ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വാണ്ട പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും വിഷൻ എന്തോ സംശയം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ വാണ്ട ആ സീൻ ഒന്ന് മാറ്റുന്നുണ്ട്. സോ
പിന്നീട് വിഷൻ അപ്പോ സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇങ്ങനെ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വാണ്ട ഇപ്പോഴും വിഷനെ മൈൻഡ് കൺട്രോൾ ചെയ്യാത്തത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, വാണ്ട അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വാണ്ട പറയുമ്പോഴൊക്കെ ചാടിക്കളിക്കുന്ന ഒരു കുട്ടിക്കൊരങ്ങനെയല്ല അവൾക്ക് വേണ്ടത്. പകരം അവളുടെ പണ്ടത്തെ വിഷനെ തന്നെയാണ് അവൾക്ക് വേണ്ടത്. അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു വിഷൻ, അവളെ സ്നേഹിക്കുന്ന വിഷൻ. അങ്ങനെയുള്ള ഒരാളെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വാണ്ട ആഗ്രഹിക്കുന്നില്ല. അത് തെറ്റാണെന്ന് വാണ്ടയ്ക്ക് നന്നായിട്ട് അറിയാം. ഇനി അങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ലൈഫിന് എന്താണ് അർത്ഥം? ഇങ്ങനെയാണ് വാണ്ട ചിന്തിക്കുന്നത്. നിങ്ങളെ ശരിക്കും ഇഷ്ടമല്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? ആ ഇഷ്ടം നിലനിൽക്കില്ല. നിലനിന്നാലും അത് സത്യമായിരിക്കില്ല. പതുക്കെ പതുക്കെ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായി തോന്നാൻ തുടങ്ങും. ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് വാണ്ട വിഷനെ മൈൻഡ് കൺട്രോൾ ചെയ്യാത്തത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വാണ്ടയ്ക്ക് അവളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് മാജിക് ഇതുവരെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ വാണ്ടയിൽ നിന്ന് തന്നെ ഉണ്ടായതുകൊണ്ട് അവർക്കും പവറുകൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടുകൂടിയായിരിക്കും വാണ്ടയ്ക്ക് അവരുടെ മേല് അവളുടെ മാജിക് ഉപയോഗിക്കാൻ പറ്റാത്തത്. വാണ്ട അവരെ ഉറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അവരെ തടയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഒരുപക്ഷെ ഇതുപോലെ തന്നെ വിഷനും വാണ്ടയിൽ നിന്ന് ക്രിയേറ്റ് ആയതുകൊണ്ട് വിഷന്റെ മേൽ വാണ്ടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാജിക്കിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. എന്നാലും വാണ്ട വേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് വിഷനെ മൈൻഡ് കൺട്രോൾ ചെയ്യാത്തത്. അതുപോലെ വിഷൻ എങ്ങനെയാണ് ആളുകളുടെ തലയിൽ തൊട്ടിങ്ങനെ വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ കളയാനുള്ള പവർ കിട്ടുന്നത്? അതിന്റെ ഒരു കാരണം, ഈ പുതിയ ഹെക്സ് വിഷനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ മൈൻഡ് സ്റ്റോണിന്റെ ശക്തിയുണ്ട്. മൈൻഡ് സ്റ്റോൺ കൊണ്ട് നമുക്ക് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റും. മാത്രമല്ല വിഷൻ ഒരു റോബോട്ടാണ്. ഒരു റോബോട്ടിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് പുതിയ വിഷൻ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് മൈൻഡ് സ്റ്റോണിന്റെ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ വിഷൻ പുറപ്പെടുവിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിരിക്കാം. എന്തു തന്നെയായാലും വിഷൻ ആളുകളുടെ മൈൻഡിനെ വാണ്ടയുടെ കൺട്രോളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് എന്താണ് നമ്മുടെ കമ്പനി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ വിഷൻ എങ്ങനെ സംശയം ചോദിക്കുന്നത്. എപ്പിസോഡ് 1-ൽ നമ്മളൊരു പരസ്യം കാണുന്നുണ്ട്, സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഒരു ടോസ്റ്റ് മേക്കർ. ആ പരസ്യത്തിൽ പറയുന്നത് ഫോർഗെറ്റ് ദി പാസ്റ്റ്, ദിസ് ഈസ് യുവർ ഫ്യൂച്ചർ എന്നാണ്. അതായത് കഴിഞ്ഞ കാലം മറന്നേക്കൂ, ഇതാണ് നിങ്ങളുടെ ഭാവി. അത് വാണ്ടയുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പരസ്യമാണ്. പലപ്പോഴും ഈ പരസ്യങ്ങൾ വരുന്നത് വാണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വാണ്ട അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, സബ് കോൺഷ്യസ്ലി അങ്ങനെ സംഭവിക്കുന്നതാണ്. TV ഷോകളുടെ ഇടയ്ക്ക് എന്തായാലും പരസ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതൊരു TV ഷോയുടെ മാനറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത്. പക്ഷേ ഈ വരുന്ന പരസ്യങ്ങൾ പോലും വാണ്ടയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അവൾ കണ്ടും കേട്ടും മറന്നിട്ടുള്ള കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈ ടോസ്റ്റ് മേക്കർ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെയാണ്. ഇതിലൊരു റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയി കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് റെഡ് കളർ മാത്രം കണ്ടുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവില്ല. ഒരുപക്ഷെ വാണ്ടയുടെ കായോസ് മാജിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ റെഡ് കളർ മാത്രം നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. വാണ്ടയുടെ പവർ അല്ലെങ്കിൽ കായോസ് മാജിക് റെഡ് കളറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്ത് ഇടയ്ക്കൊക്കെ റെഡ് കളർ മാത്രം കാണാൻ പറ്റുന്നത്. പിന്നെ വാണ്ടയുടെ ചെറുപ്പത്തിൽ അവളുടെ മുന്നിൽ വന്ന് വീണ മിസൈൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിന്റെ പൊട്ടാതെ പോയ മിസൈൽ, അല്ലെങ്കിൽ വാണ്ട പൊട്ടാതെ ആക്കിയ മിസൈൽ. അതിലും ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയി കത്തുന്നുണ്ടായിരുന്നു. ആ ഓർമ്മകളിൽ കൂടെയാണ് ഈ പരസ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? മിസൈലിലേതുപോലെ തന്നെ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് എഴുതിയിട്ടുണ്ട്, റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇനി അടുത്ത സംശയം, എല്ലാവരെയും വാണ്ട മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ഹാർട്ട് അങ്ങനെ ഒരു ഡൗട്ടുകൾ ചോദിക്കുന്നത്? അതിന്റെ ഒരു കാരണം, തൽക്കാലത്തേക്ക് വാണ്ടയുടെ കൺട്രോൾ കുറച്ചൊന്ന് പോയതായിരിക്കാം. ആ സമയത്ത് മിസ്സസ് ഹാർട്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് നിർത്താതെ പറയുന്നുണ്ട്. ഇവർ ശരിക്കും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലാണ്. ഈ സമയത്ത് വാണ്ടയ്ക്കും മിസ്റ്റർ ഹാർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കാരണം അവളുടെ സമാധാനം പോവുകയാണല്ലോ. അപ്പൊ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ പ്രവർത്തിക്കുന്നു. അവളുടെ മൈൻഡ് കൺട്രോളിലുള്ള മിസ്സസ് ഹാർട്ടിന്റെ വായിക്കൂടെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും എനിക്കൊരു സംശയമുണ്ട്. അഗത ഇടയ്ക്ക് ഇവരുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് അഗത മിസ്റ്റർ ഹാർട്ടിനെ നോക്കി കൈകൊണ്ട് എന്തോ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ വാണ്ടയെ ടെൻഷനാക്കി അവളുടെ പവർ പുറത്തെടുപ്പിക്കാൻ വേണ്ടി അഗതയായിരിക്കാം മിസ്റ്റർ ഹാർട്ടിന്റെ മേൽ നിന്ന് വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ കളഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അല്ലാത്ത രീതിക്ക് വാണ്ടയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ മേൽ നിന്ന് വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ മിസ്റ്റർ ഹാർട്ടിന്റെ ഈ ചോദ്യങ്ങൾ നിർത്തണമെന്നുള്ള വാണ്ടയുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കാരണമാണ് മിസ്റ്റർ ഹാർട്ടിന്റെ തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അയാളുടെ ചോദ്യങ്ങൾ നിന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, വാണ്ട വേണമെന്ന് വിചാരിച്ചിട്ടല്ല മിസ്റ്റർ ഹാർട്ടിന്റെ തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുന്നത്. അത് അവൾ പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി നടക്കുന്നതാണ്. ഈ ഒരു സമയത്ത് വാണ്ട റിയാലിറ്റിയിലേക്ക് വരികയും വിഷനോട് മിസ്റ്റർ ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വിഷൻ അയാളുടെ തൊണ്ടയിലേക്ക് കൈ കടത്തിയാണ് ഭക്ഷണം പുറത്തെടുത്ത് അയാളെ രക്ഷിക്കുന്നത്. അതായത് ശരിക്കുള്ള വിഷന്റേതുപോലുള്ള പവറുകൾ വാണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വിഷനുണ്ട്. വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ മിസ്റ്റർ ഹാർട്ടിന്റെ മേലേക്ക് തിരിച്ചു വരുന്നു. അയാൾ ഒന്നും പറ്റാത്ത പോലെ തിരിച്ചു നടന്നു പോകുന്നു. ഇവിടെ അവർക്ക് മുന്നിലേക്ക് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തായിരുന്നു ഇവരുടെ മുന്നത്തെ സ്റ്റോറി? എവിടുന്നാണ് ഇവർ വരുന്നത്? ഇവരുടെ കല്യാണം എപ്പോൾ കഴിഞ്ഞു? എവിടെയാണ് ഇവരുടെ വിവാഹ മോതിരം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഇത് വിഷൻ എന്തായാലും ഓർമ്മയുണ്ടാവില്ലല്ലോ, കാരണം വിഷൻ ഇപ്പോൾ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. പക്ഷെ വാണ്ടയ്ക്കും അത് ഓർത്തെടുക്കാൻ പറ്റാത്തത് പോലെയാണ് അവൾ പെരുമാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വാണ്ട വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അവൾ പോലും അറിയാതെ അവൾ ഇങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിപ്പെട്ടു. അവൾ ആഗ്രഹിച്ചിരുന്ന റിയാലിറ്റി അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നുപോയി. ഇപ്പൊ വാണ്ട ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ജീവിച്ചു പോവാണെന്ന് മാത്രം. പിന്നെ ഈ വാണ്ട വിഷൻ TV ഷോ പുറത്തിരുന്ന് ആരാ കണ്ടുകൊണ്ടിരുന്നത്? വേറെ ആരാ? നമ്മളുടെ ഡാർസി തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ സ്വോർഡിന്റെ സിമ്പൽ അല്ലെങ്കിൽ വാളിന്റെ സിമ്പൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ സ്വോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും സാധനങ്ങളുമാണ്. സെക്കൻഡ് എപ്പിസോഡിൽ വാണ്ടയും വിഷ്ണും ചേർന്ന് ഒരു പുതപ്പിന്റെ അടിയിലേക്ക് പോകുന്നുണ്ടല്ലോ. ആ സമയത്ത് പെട്ടെന്ന് ലൈറ്റ് അണയുന്നു, ക്യാമറയുടെ ആംഗിൾ വേറെ ഭാഗത്തേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള
സീനുകൾ സംഭവിക്കുന്നത് പണ്ടത്തെ TV ഷോകളിലും സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വാണ്ടയുടെ ഈ സ്റ്റോറി ഒരു TV ഷോ മോഡലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സംശയം, സോഡിന്റെ ടീം ഈ TV ഷോയുടെ സിഗ്നൽ പിടിച്ചെടുത്ത് അത് പുറത്തിരുന്ന് TV കൂടെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ആരാണ് ഈ സിഗ്നൽ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ വാണ്ട ഉള്ളിലെ കാര്യങ്ങൾ ഒരു TV ഷോ മോഡലിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പുറത്തുള്ള ആരെങ്കിലും ഇരുന്ന് കാണണമെന്ന് വാണ്ട ആഗ്രഹിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇതൊരു TV ഷോ ആയതുകൊണ്ട് അതിന് പറ്റിയൊരു സിഗ്നൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വാണ്ട അറിഞ്ഞുകൊണ്ട് എന്റെ TV ഷോ എല്ലാവരും കാണണം, അതുകൊണ്ട് ഞാനൊരു TV സിഗ്നൽ പുറത്തേക്ക് വിടുന്നു എന്ന് പറഞ്ഞ് അയക്കുന്നൊന്നുമല്ല. ഇനി TV ഷോകളിൽ വരുന്ന ഇൻട്രോകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയും ഒരുപാട് കാലം കഴിഞ്ഞു പോയതുപോലെയുമുള്ള ഇൻട്രോകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ബില്ലിയും ടോമിയും ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ. അതിൽ കാണിക്കുന്നത് അവരുടെ കുട്ടിക്കാലവും ഇവർ യാത്ര പോയതും പിക്നിക് പോയതും ബർത്ത്ഡേ ആഘോഷിച്ചതും അതും ഇതൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് നടന്നത്? ഇതൊന്നും നടക്കാനുള്ള സമയം അവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വാണ്ടയുടെ ചിന്തകളാണ്. അതൊക്കെയാണ് ഈ ഇൻട്രോ ആയിട്ട് കാണിക്കുന്നത്, അല്ലാതെ ശരിക്കും നടന്നിട്ടുള്ളതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ വിഷന്റെയും ബില്ലിയുടെയും ടോമിയുടെയും ഒക്കെ മനസ്സിൽ തോന്നും, അവിടെയുള്ള മറ്റുള്ള ആളുകളുടെ മനസ്സിലും തോന്നും. അതാണല്ലോ വാണ്ടയുടെ കഴിവ്. എപ്പിസോഡ് 2 തന്നെ അവർ മാജിക് ഷോ കാണിക്കുന്ന പെട്ടിയിൽ മൈൻഡ് സ്റ്റോണിന്റെ ഒരു സിമ്പിൾ കാണാം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എപ്പിസോഡിൽ മൈൻഡ് സ്റ്റോൺ വാണ്ടയുടെ മുന്നിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ കണ്ടിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നാണ് വാണ്ടയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്ന ശരിക്കുള്ള മൈൻഡ് സ്റ്റോൺ കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ അതിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം ഇത്. എന്നാലും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. വാണ്ടയ്ക്ക് കിട്ടുന്ന ഹെലികോപ്റ്റർ സോഡിന്റെ ആയിരുന്നു. അതിലും നമുക്ക് റെഡ് കളറും യെല്ലോ കളറും കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ മൈൻഡ് സ്റ്റോണിന്റെ കളറായ യെല്ലോയും വാണ്ടയുടെ പവറിന്റെ കളറായിട്ടുള്ള റെഡുമായിരിക്കും നമുക്ക് ഇവിടെ കാണുന്നത്. എന്നാൽ പോലും നമുക്കതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാം വാണ്ടയുടെ ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. പിന്നെ മാജിക് ഷോ കാണിക്കാൻ വേണ്ടി അഗത കൊടുക്കുന്ന സ്ക്രാച്ചി എന്ന് പറയുന്ന ഈ മുയൽ ശരിക്കും അഗതയുടെ ഒരു വളർത്തു മൃഗമാണ്. അവരിടയ്ക്കിടയ്ക്ക് അതിനെ താലോലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞ ഈ സ്ക്രാച്ചിക്കും അഗതയ്ക്കും ഒക്കെ വേറെ ഒരുപാട് സ്റ്റോറികളുണ്ട്. പക്ഷെ അത് വാണ്ട വിഷനിൽ ഇല്ലെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഞാനായിട്ട് തന്നെ ഇരുന്നാ പോരെ എന്ന് വാണ്ട ചോദിക്കുമ്പോൾ അഗത ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്നിട്ട് വീണ്ടും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞെട്ടുന്നതിന്റെ കാരണം ഒരുപക്ഷെ താനിവിടെ ഒളിച്ചു വന്ന് വാണ്ടയെ പെറ്റിച്ചുകൊണ്ട് താമസിക്കുന്നതാണ്. വാണ്ടയ്ക്ക് എങ്ങാനും പിടികിട്ടിയോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വാണ്ട സ്വയം തന്റെ പവർ തിരിച്ചറിഞ്ഞോ ഇനി എന്ത് ചെയ്യും എന്നുള്ള പേടി കൊണ്ടായിരിക്കും. ഏകദേശം ഈ ഒരു സമയത്താണ് മോണിക്ക ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. എന്നിട്ട് അവൾ ജെറാൾഡിൻ എന്ന് പറയുന്ന ക്യാരക്ടറായി വെസ്റ്റ് വ്യൂവിന്റെ ഉള്ളിലേക്ക് വരുന്നു. ഈ ഷോയിൽ പലപ്പോഴായിട്ട് എല്ലാവരും ഫോർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് പറയുന്നു. ഇതിന്റെ കാരണം വാണ്ടയ്ക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ റിഫ്ലക്ഷനാണ്. വാണ്ട ഒരു നോർമൽ ആയിട്ടുള്ള കുടുംബജീവിതം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഭർത്താവായിട്ടുള്ള വിഷം കൂടെയുണ്ട്. ഇപ്പൊ കുട്ടികളും കൂടി വന്നാലാണ് ഒരു കുടുംബം കംപ്ലീറ്റ് ആവൂ എന്ന് വാണ്ട വിചാരിക്കുന്നു. വാണ്ട കണ്ടു വളർന്ന ആളുകളുടെ ഇടയിലും പല കുടുംബങ്ങളിലും അവൾ കണ്ടിട്ടുള്ള TV ഷോകളിലും ഇങ്ങനെ കുട്ടികൾ വരുന്നതോടെ ജീവിതം കൂടുതൽ മനോഹരമാവുന്നതായിട്ടും കളർഫുൾ ആവുന്നതായിട്ടും വാണ്ട കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വാണ്ടയുടെ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഫോർ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ എപ്പിസോഡിന്റെ അവസാനം വാണ്ട പ്രഗ്നന്റ് ആവുകയും ചെയ്തു. റേഡിയോയിൽ കൂടെ വാണ്ടയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് മിസ്റ്റർ വു ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഡോട്ടി വാണ്ടയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? വാണ്ടയ്ക്ക് അവളുടെ മേലുള്ള മൈൻഡ് കൺട്രോൾ പോയിട്ടാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് ചെയ്തതും അഗത തന്നെയാണ്. അഗത ഡോട്ടിയുമായിട്ട് കൂട്ടായിരുന്നു. സോ അഗതയാണ് ഡോട്ടി കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെ ചെയ്താലാണ് വാണ്ട വീണ്ടും ടെൻഷൻ അടിക്കൂ, അവളുടെ പവർ പുറത്തെടുത്ത് ഉപയോഗിക്കൂ. അപ്പോഴാണ് അഗതയ്ക്ക് അത് കണ്ട് മനസ്സിലാക്കാനും അത് വലിച്ചെടുക്കാനും പറ്റൂ. ഇങ്ങനെ പല പല കളികളാണ് അഗത കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഡോട്ടി ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സീൻ വന്നു കഴിയുമ്പോൾ വാണ്ട സബ് കോൺഷ്യസ്ലി അടുത്ത പരസ്യം ഇടുവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്ട്രക്കർ വാച്ചുകൾ. ഇതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ പറയണ്ടല്ലോ. ഹൈഡ്രാ ബേസിൽ വാണ്ടയുടെ മേൽ മൈൻഡ് സ്റ്റോൺ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്ത ആളുടെ പേരാണ് ബാരൺ സ്ട്രക്കർ. അയാളുടെ ഓർമ്മകൾ കാരണമാണ് ഇവിടെ ഒരു സ്ട്രക്കർ വാച്ചിന്റെ പരസ്യം വന്നിരിക്കുന്നത്. അഗത ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഭർത്താവ് റാൽഫിനെ പറ്റി പറയാറുണ്ടല്ലോ. എന്നാൽ അങ്ങനെ ഒരാളെ പറ്റി നമുക്ക് ഇതുവരെ അറിയില്ല. വാണ്ടയ്ക്ക് കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നതോടെ, അവൾ പ്രഗ്നന്റ് ആവുന്നതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം കളർഫുൾ ആയി മാറുകയാണ്. അവൾ കണ്ടു വളർന്ന TV ഷോകളിലേതുപോലെ ഓരോ കാലഘട്ടവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും സ്റ്റൈലും വസ്ത്രവും അവിടുത്തെ ഉപകരണങ്ങളും വീടുകളും സ്റ്റോറുകളും കാറുകളും എല്ലാം മാറി മറിയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നടക്കുവാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വാണ്ടയുടെ ഉള്ളിൽ എന്താണോ ആഗ്രഹം അതുപോലെയാണ് ഇതൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് എപ്പിസോഡ് 3ലേക്ക് കടക്കുന്നു. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് റോബോട്ടായിട്ടുള്ള വിഷ്ണുവും വാണ്ടയ്ക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? വാണ്ട എങ്ങനെ പെട്ടെന്ന് ഗർഭിണിയായി? എങ്ങനെയാണ് വാണ്ട പെട്ടെന്ന് പ്രസവിക്കുന്നത്? വാണ്ടയുടെ കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് വളർന്നു വലുതാവുന്നത്? ഇതിനൊക്കെ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. വാണ്ട കൺട്രോൾ ചെയ്യുന്ന അത്രയും ഭാഗത്തെ കാര്യങ്ങൾ വാണ്ടയ്ക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് നടക്കുന്നത്. പിന്നെ വാണ്ടയുടെ മക്കളായതുകൊണ്ട് അവർക്കും ചില മാജിക്കൽ പവറുകൾ ഉണ്ട്. പലർക്കും ഒരു സംശയം തോന്നും, ഇവിടെ ടൈമാണോ മാറുന്നത്? അതായത് വാണ്ട ടൈമിനെ സ്പീഡപ്പ് ആക്കിയിട്ടാണോ പെട്ടെന്ന് 10 മാസം ഗർഭിണിയാവുന്നതും കുട്ടികൾ വലുതാവുന്നതൊക്കെ? എന്നാൽ അങ്ങനെയല്ല. വാണ്ട ടൈമിനെ സ്വാധീനിക്കുന്നേ ഇല്ല. വാണ്ട റിയാലിറ്റിയെ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതും ടൈമുമായിട്ട് ബന്ധമൊന്നുമില്ല. ഹെക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കണം എന്ന് വാണ്ട തീരുമാനിക്കും. അവിടുത്തെ ഫിസിക്സും ലോസും, അതായത് പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ വാണ്ടയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കും. അല്ലാതെ ടൈമുമായിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ജെറാൾഡിനോ അല്ലെങ്കിൽ വാണ്ട പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നോക്കാൻ വരുന്ന ഡോക്ടറോ അവൾ പെട്ടെന്ന് പ്രസവിക്കുന്നതിനെ സംശയിക്കാത്തത്? കാരണം അവർ സംശയിക്കാൻ പാടില്ല. അവർ സംശയിക്കുന്നത് വാണ്ടയ്ക്ക് ഇഷ്ടമല്ല. അടുത്ത കാര്യം
നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഹെർബ് മതിൽ മുറിക്കുന്നത്, എന്തുകൊണ്ടാണ് ഹെർബ് അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? അതിന്റെ കാരണക്കാരി അഗതയാണ് ഹെർബിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതും പറയിപ്പിക്കുന്നതും. അതിന്റെ കൂടെ തന്നെ അഗത ജെറാൾഡിനെ പറ്റി വിഷനോട് കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അഗത ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? വിഷന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ജീവിതത്തിനെ പറ്റി സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിഷന് സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവൻ അത് വാണ്ടയുടെ അടുത്ത് നിന്ന് ചോദിക്കും. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വാണ്ട ടെൻഷൻ ആവുമ്പോൾ വാണ്ട വീണ്ടും വീണ്ടും പവർ ഉപയോഗിക്കും. അപ്പൊ അഗതയ്ക്ക് അത് കാണാനും വലിച്ചെടുക്കാനും ചിലപ്പോൾ പറ്റും. ഇതാണ് അഗതയുടെ പ്ലാൻ. അത് മാത്രമല്ല വാണ്ടയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നിൽക്കാനായിരുന്നു അഗത വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ജെറാൾഡിൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ അഗതയ്ക്ക് ജെറാൾഡിൻ ഒരു തടസ്സമായിട്ട് തോന്നുകയും ചെയ്തു. പിന്നീട് നമ്മൾ വീണ്ടും ഒരു പരസ്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ദേവതയെ കണ്ടെത്തൂ എന്നാണ് ആ പരസ്യത്തിന്റെ ടൈറ്റിൽ. ഹൈഡ്ര സോക്ക് എന്ന് പറയുന്ന കുളിക്കാനുള്ള ഒരു സോപ്പിന്റെ പരസ്യമായിരുന്നു അത്. ഇത് വളരെ ഈസിയാണ്. ഹൈഡ്രയുടെ കേന്ദ്രത്തിൽ വെച്ചാണ് വാണ്ടയുടെ മേലെ പരീക്ഷണങ്ങൾ നടന്നത്. വാണ്ടയുടെ ഉള്ളിലുള്ള അതിന്റെ ഒരു ഓർമ്മ കാരണമാണ് ഈ പരസ്യം ഇങ്ങനെ വരുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ദേവതയെ കണ്ടെത്തൂ എന്ന് പറയുമ്പോൾ അഗത വാണ്ടയോട് പറഞ്ഞതുപോലെ വാണ്ടയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്ന മഹാമന്ത്രവാദിനെ ഉണർത്തുന്നതിനെ പറ്റിയുമായിരിക്കാം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ആ ചിത്രത്തിൽ കണ്ട കൊക്ക് ജീവനോടെ വന്നപ്പോൾ വാണ്ടയ്ക്ക് ഇതിനെ മായ്ച്ചു കളയാൻ പറ്റാതിരുന്നത്. കൊക്കുകളാണ് കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്നാണ് ഈ വിശ്വാസം. ഇത് വാണ്ടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാണ്ടയുടെ വീട്ടിലെ ചുമരിൽ ആ ചിത്രം വരയ്ക്കുന്നതും. അപ്പോൾ കൊക്കിനെ അപ്രത്യക്ഷമാക്കി കഴിഞ്ഞാൽ ഇനി കുട്ടികൾ വരാതിരിക്കൂ എന്നുള്ള വാണ്ടയുടെ മനസ്സിന്റെ ഉള്ളിലൊരു പേടി കൊണ്ടായിരിക്കും വാണ്ട ആ കൊക്കിനെ മായ്ച്ചു കളയാൻ നോക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവാത്തത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കുമ്പോൾ വാണ്ടയുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ കാവോസ് മാജിക് കൊണ്ട് ആരൊക്കെ ജീവനിലേക്ക് വരുന്നുണ്ടോ അവരുടെ മേലൊന്നും വാണ്ടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് അവളുടെ പവർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കുട്ടികളായാലും വിഷനായാലും കൊക്കായാലും. പിന്നെ ഡോക്ടർ വിഷനോട് പറയുന്നുണ്ട് ചെറിയ പട്ടണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ല. വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു കാര്യം പറയില്ലല്ലോ. അവിടെ തൊട്ടടുത്ത് ഹെർബിനെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് അഗത നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അഗത തന്നെ ആയിരിക്കാം ഡോക്ടറിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതും വിഷന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് മോണിക്ക ഇടയ്ക്ക് പേട്രോയുടെ കാര്യം ഓർക്കുന്നത്? വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലാണെങ്കിൽ അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപക്ഷെ മോണിക്ക് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വന്ന ആളായതുകൊണ്ടായിരിക്കും പുറത്തെ കൂടുതൽ ഓർമ്മകൾ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഒരുപക്ഷെ വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് അവളുടെ മേലുണ്ടാവില്ല. തന്റെ പ്രസവത്തിൽ സഹായിച്ചതുകൊണ്ട് തന്നെ ജെറാൾഡിനോട് വാണ്ടയ്ക്ക് ഒരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ വാണ്ടയ്ക്ക് അവളുടെ മേലുള്ള മൈൻഡ് കൺട്രോൾ അല്പം കുറഞ്ഞതാവാം. പക്ഷേ ഇങ്ങനെ ആളുകൾ വിചിത്രമായി പെരുമാറുമ്പോഴൊക്കെ അത് അഗത വാണ്ടയെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യിക്കുന്നതാണോ എന്നും കൂടി നമ്മൾക്ക് എപ്പോഴും സംശയം തോന്നും. പിന്നെ എപ്പിസോഡ് 4ലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ എനിക്കുള്ളൊരു സംശയമാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇത്രയൊക്കെ വികസിച്ചു. ടൈം ട്രാവൽ, സ്പേസ് ട്രാവൽ, ഇൻഫിനിറ്റി സ്റ്റോണുകൾ, അങ്ങനെ എന്തൊക്കെ ടെക്നോളജികളാണ്. എന്നിട്ട് ഇതുവരെ അവർ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ക്യാൻസർ വന്നാണ് മോണിക്കയുടെ അമ്മയായിട്ടുള്ള മരിയ മരിക്കുന്നത്. സോ ഇത്രയും അഡ്വാൻസ്ഡ് ആയ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പോലും ക്യാൻസറിന് ഒരു മരുന്ന് ഇതുവരെ ഇല്ല. അതെന്താന്ന് മാത്രം ചോദിക്കരുത്. അടുത്തതായിട്ട് എന്തുകൊണ്ടായിരിക്കും ഈസ്റ്റ് വ്യൂവിൽ നിന്ന് വന്ന പോലീസുകാര് വെസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ലെന്നും അതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലെന്നും പറയുന്നത്? ഇയാൾ ഹെക്സിന്റെ പുറത്താണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വാണ്ടയുടെ മൈൻഡ് കൺട്രോൾ ഹെക്സിന്റെ പരിധികൾ ഭേദിച്ചു പോയിരിക്കുന്നു. ഹെക്സിന്റെ ഉള്ളിലുള്ള ആളുകളെ മാത്രമല്ല ഹെക്സിന്റെ പുറത്തുള്ള ചില ആളുകളെയും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിൽ പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് വ്യൂവിനെ പറ്റി അറിയുന്ന ഒരുപാട് പേർക്ക് അതിനെപ്പറ്റിയുള്ള ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ വാണ്ട പോലും അറിയാതെ സബ് കോൺഷ്യസ്ലി നടന്നതായിരിക്കും. വെസ്റ്റ് വ്യൂവിന്റെ മേലേക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. വാണ്ടയ്ക്ക് അതിന്റെ ഉള്ളിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതിനിങ്ങനെ ചിലരുടെ ഓർമ്മകളും കളയേണ്ടി വരും. ഇയാൾ വെസ്റ്റ് വ്യൂവിനെ പറ്റി മറന്നു പോകാനായിട്ട് മറ്റൊരു എക്സ്പ്ലനേഷനും ഇല്ല. മോണിക്ക് ഉള്ളിലേക്ക് അയക്കുന്ന സോഡിന്റെ ഈ ഡ്രോൺ ഹെലികോപ്റ്ററാണ് വാണ്ടയ്ക്ക് കിട്ടുന്ന ഹെലികോപ്റ്റർ എന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഡാർസിക്ക് ആദ്യമായിട്ട് ഹെക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ TV സിഗ്നൽ അവൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഫിസിയോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ്. ഇതിന്റെ കാരണം നമ്മൾ കണ്ടതാണ്. ഉള്ളിൽ ഏതാണോ കാലഘട്ടം അതുപോലെയുള്ള സിഗ്നലാണ് പുറത്തേക്ക് വരുന്നത്. സോ ആ കാലഘട്ടത്തിൽ സിഗ്നൽ പിടിച്ചെടുക്കാനും കാണാനും പറ്റിയ ഡിവൈസുകൾ വെച്ചാലാണ് വാണ്ട വിഷൻ TV ഷോ സോഡിന് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളും ആളുകളും ഉള്ളിൽ ഏത് കാലഘട്ടത്തെ സ്റ്റോറിയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് മാറിപ്പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ജെയിംസ് വൂവിന്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയോ നമുക്ക് നോക്കാം. വൈ സിറ്റ്കോംസ്? എന്തുകൊണ്ടാണ് ഇത് TV ഷോയുടെ മോഡലിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇത് വേറെ ഏതെങ്കിലും ഡയമെൻഷനിലാണോ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് മറ്റൊരു യൂണിവേഴ്സ് ആണോ? ഇങ്ങനെയൊക്കെ അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് വാണ്ട അവൾ നിർമ്മിച്ച ഹെക്സിന്റെ ഉള്ളിൽ മറ്റൊരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു ഡയമെൻഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം മറ്റൊരു ഡയമെൻഷൻ പോലെ തന്നെയാണ് വാണ്ടയുടെ ഈ ഹെക്സും. കാരണം അവിടുത്തെ ഫിസിക്സും ലോസും ഒക്കെ വേറെയാണ്. അതൊക്കെ വാണ്ട തീരുമാനിക്കുന്ന പോലെയാണ് നടക്കുന്നത്. വിഷൻ ജീവനോടെ ഉണ്ടോ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലായി. അത് വാണ്ട നിർമ്മിച്ച വിഷനാണ്. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. വൈ ഹെക്സഗണൽ ഷേപ്പ്? ഹെക്സഗണൽ അല്ലെങ്കിൽ ഷഡ്ഭുജാകൃതിയിലാണ് വാണ്ട ഈ ഹെക്സ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡാർസി ഇതിനെ ഹെക്സ് എന്ന് വിളിച്ചത്. പക്ഷെ എന്താണ് ഈ ഷേപ്പ് വരാൻ കാരണം? ഒന്നാമത്തെ കാര്യം, ഇതിനെ പലപ്പോഴും ഹെക്സ് മാജിക് എന്ന് വിളിക്കാറുണ്ട്. ഇത് വാണ്ട വേണമെന്ന് വെച്ച് ഈ ഷേപ്പിലാക്കിയതല്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തേനീച്ചകളുടെ കൂട്ടിലെ ഓരോ ഭാഗവും ഹെക്സഗണൽ ഷേപ്പിലാണ്.
എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്? തേനീച്ചകൾ അറിഞ്ഞുകൊണ്ടല്ലോ ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ആദ്യം അവര് ഒരു റൗണ്ട് ഷേപ്പിലാണ് അത് ഉണ്ടാക്കുക, പിന്നെ പതുക്കെയാണ് അത് ഹെക്സഗണൽ ഷേപ്പായിട്ട് മാറുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ തേനീച്ചക്കൂടിന് ഏറ്റവും കട്ടിയും സുരക്ഷയും നൽകാൻ പറ്റുന്ന ഷേപ്പാണ് ഹെക്സഗണൽ ഷേപ്പ്. ആ കൂട് പൊട്ടാതിരിക്കാനും പുറത്തുനിന്ന് വരുന്ന ഫോഴ്സിനെ തടയാനും ഈ ഷേപ്പാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ വാണ്ട അവളുടെ കായോസ് മാജിക് ഉപയോഗിച്ചപ്പോഴും ഇങ്ങനെ ഒരു ഷേപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോം ആവാൻ ഇത് തന്നെയായിരിക്കും കാരണം. അവളുടെ കായോസ് മാജിക്കിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ പറ്റുന്നതും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്നതും ഈ ഒരു ഹെക്സ് ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഫോം ആയത്. എപ്പിസോഡ് 4ന്റെ അവസാനം വാണ്ട തിരിഞ്ഞു നോക്കുമ്പോൾ മരിച്ച വിഷന്റെ ഡെഡ് ബോഡിയാണ് അവൾക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൽ മരിച്ചുപോയ പിയട്രോയുടെ ബോഡിയും അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ശരിക്കുള്ള റിയാലിറ്റിയെ മറന്ന് അവൾ ഉണ്ടാക്കി ഈ ഫേക്ക് റിയാലിറ്റിയിൽ ജീവിക്കുമ്പോഴും പഴയ ഓർമ്മകളും ട്രോമയും വാണ്ടയെ വിട്ടു പോകുന്നില്ല. അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതായത് പിയട്രോയുടെയും വിഷന്റെയും മരണം വാണ്ട ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും അത് നടന്ന കാര്യങ്ങളാണല്ലോ. അതിന്റെ ഓർമ്മകൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അതിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്ന് കാണുന്നത്. ഇത് വാണ്ടയുടെ ഓരോ തോന്നലുകളാണ്. എപ്പിസോഡ് 5ൽ വാണ്ട പിള്ളേരെ ഉറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓരോ എപ്പിസോഡിലെയും ആഗ്നസിന്റെ അഭിനയം കാണുമ്പോഴാണ് അന്തം വിട്ടു പോകുന്നത്. ഈ ഷോയെ പറ്റി നേരത്തെ ഒരറിവില്ലാത്ത ഒരാൾക്ക് ആഗ്നസ് ശരിക്കും മഗധ ഹാർക്നസ് ആണെന്ന് അറിയുമ്പോൾ വലിയൊരു ഞെട്ടലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ ആഗ്നസ് ഞാനെല്ലാം ശരിക്കാണോ ചെയ്യുന്നത്, ഞാൻ വാണ്ടയുടെ പ്ലാൻ പോലെയാണോ എല്ലാം ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും മാറ്റി ഷൂട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാകഥ മനഃപൂർവ്വം വിഷന് ഡൗട്ട് അടുപ്പിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ വിഷൻ എന്താ ഇതൊക്കെ എന്ന് വാണ്ടയോട് ചോദിക്കും. വാണ്ട ടെൻഷൻ അടിക്കും. അവളുടെ പവർ ചിലപ്പോൾ പുറത്തേക്ക് എടുക്കും. അങ്ങനെ ആ പവർ അഗതയ്ക്ക് വലിച്ചെടുക്കാനും പറ്റും. ഇതൊക്കെയായിരുന്നു അഗതയുടെ പ്ലാൻ. എന്തുകൊണ്ടാണ് ടൈലർ ഹീവാർഡ് വാണ്ടയെ ഒരു കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? വിഷന്റെ ബോഡി അയാളുടെ കയ്യിലുണ്ട്. അതിനെ അയാൾക്ക് വീണ്ടും ഒരു ആയുധമാക്കി മാറ്റണം. പക്ഷേ വിഷൻ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവന്റെ ബോഡി ഒരിക്കലും ഒരു ആയുധമാക്കാൻ കൊടുക്കില്ലെന്നാണ്. അപ്പോൾ ടൈലർ ഹീവാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പോലീസിന്റെ പിടിയിലാവാതിരിക്കാൻ വേണ്ടി അയാൾ നടത്തിയ ഒരു പ്ലാൻ ആയിരുന്നു അത്. ശരിക്കുള്ള വിഷന്റെ ബോഡി അയാളുടെ കയ്യിൽ തന്നെ വെക്കുന്നു. വാണ്ട ഉള്ളിലേക്ക് കയറി വരുന്ന CCTV ഫൂട്ടേജുകൾ അയാൾ എഡിറ്റ് ചെയ്ത് വേറെ പോലെയാക്കി. എന്നിട്ട് വാണ്ട അവിടുന്ന് വിഷന്റെ ശരിക്കുള്ള ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അങ്ങനെ വാണ്ടയെ ഒരു കുറ്റക്കാരിയാക്കി കാണിച്ച് അതിന്റെ മറവിക്കോടെ പ്രൊജക്ട് കാറ്ററാക്ട് അല്ലെങ്കിൽ വിഷനെ വീണ്ടും ജീവൻ വെപ്പിച്ച് ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അയാളുടെ പ്ലാൻ. അടുത്തായിട്ട് എപ്പിസോഡ് 5ൽ ലാഗോസ് ടിഷ്യൂ പേപ്പേഴ്സിന്റെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. ഇവിടെ ചോപ്പ് നിറത്തിൽ എന്തോ ഒരു ലിക്വിഡ് പോയിട്ടുള്ളതായിട്ടും ഈ ടിഷ്യൂ പേപ്പർ വെച്ച് അതൊക്കെ മായ്ച്ചു കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അറിയാതെ എവിടെയെങ്കിലും വൃത്തികേടായാൽ അത് മായ്ച്ചു കളയാൻ വേണ്ടി ലാഗോസ് ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനെയാണ് പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത് വാണ്ട തടയുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. കുറെ പേര് വാണ്ട അറിയാതെ മരിച്ചുപോയി. വാണ്ട എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെങ്കിലും മനഃപൂർവ്വം അല്ലാതെ കുറെ പേർ കൊല്ലപ്പെട്ടു. ഇതിന്റെ കുറ്റം വന്നത് വാണ്ടയുടെ തലയിലേക്കാണ്. താൻ കാരണം ആളുകൾ മരിച്ചതിന്റെ ഒരു കുറ്റബോധം വാണ്ടയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്ലഡിന്റെ കളറിലുള്ള ഈ ലിക്വിഡ് ഇവിടെ പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. വാണ്ടയ്ക്ക് അറിയാതെ പറ്റിയ ഒരു രക്തച്ചൊരിച്ചിലാണത്. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിഷ്യൂ പേപ്പർ കാണിക്കുന്നത്. ഈ പരസ്യങ്ങളൊക്കെ വാണ്ടയുടെ ഉള്ളിലെ ഓർമ്മകളിൽ നിന്ന് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സ്പാർക്കി മരിക്കുമ്പോൾ അല്ലെങ്കിൽ അഗത സ്പാർക്കിയെ കൊന്നിട്ട് കൊണ്ടുവരുമ്പോൾ വാണ്ടയുടെ പിള്ളേര് വാണ്ടയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സ്പാർക്കിയെ വീണ്ടും ജീവൻ വെപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പൊ വാണ്ട പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നാണ്. പക്ഷെ മരിച്ചുപോയ വിഷനെ വീണ്ടും ജീവൻ വെപ്പിച്ച് തന്റെ കൂടെ നിർത്തിയിരിക്കുന്ന ആളാണ് വാണ്ട. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ വിഷൻ പഴയ വിഷൻ അല്ല, അത് പുതിയൊരു വിഷനാണ്. സോ മരിച്ചുപോയ ഒരാളെ അല്ലെങ്കിൽ ഒരു ജീവനെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന് വാണ്ട പറയുമ്പോഴും അതൊക്കെ പെട്ടെന്ന് ആശ്ചര്യം തോന്നുന്നു. ഇനി തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ വാണ്ടയ്ക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടോ? കാരണം അങ്ങനെയുള്ള കഴിവൊന്നും ഒരു സാധാരണ വിച്ചിനുള്ളതായിട്ട് അഗത ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ആ കഴിവും കൂടി തനിക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് അഗത ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പക്ഷെ വാണ്ട അതുപോലെ ചെയ്യാനൊന്നും പറ്റില്ലെന്ന് പിള്ളേരോട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ അതേ എപ്പിസോഡിൽ വാണ്ടയും വിഷനും തമ്മിൽ ഒരു തർക്കം നടക്കുന്നുണ്ടല്ലോ. ഈ തർക്കം കൂടി വന്നപ്പോൾ വാണ്ട വിഷനെ മൈൻഡ് കൺട്രോൾ ചെയ്യുകയോ ആ സീൻ കട്ട് ചെയ്ത് മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ എപ്പിസോഡ് തീർന്നു എന്നുള്ള അർത്ഥത്തിൽ എൻ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും വിഷൻ വിട്ടുകൊടുത്തില്ല. അവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടായിരിക്കും വിഷനെ അവൾ മൈൻഡ് കൺട്രോൾ ചെയ്യാത്തതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവൾക്കൊരു കുട്ടിക്കുരങ്ങനെ അല്ല വേണ്ടത്. ഹെക്സ് വിഷൻ പറയുന്നുണ്ട്, എനിക്ക് എന്റെ മുന്നത്തെ ജീവിതത്തെ പറ്റി ഓർമ്മയില്ല. വെസ്റ്റ്വ്യൂവിൽ വരുന്നതിന് മുന്നത്തെ ഒരു കാര്യവും തനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വിഷൻ പറയാൻ എന്താ കാണുമെന്ന് മനസ്സിലായല്ലോ. അവനുണ്ടായിട്ട് തന്നെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. വെസ്റ്റ്വ്യൂവിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ വിഷൻ ഉണ്ടായത്. അപ്പൊ പിന്നെ അവനങ്ങനെ അതിന്റെ പുറത്തുള്ള ഓർമ്മകൾ ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടായിരിക്കും വാണ്ട വിഷൻ ഉണ്ടാക്കിയപ്പോൾ അവനവന്റെ പഴയകാലത്തെ ഓർമ്മകൾ കിട്ടാത്തത്? അതിന്റെ കാരണം ആ ഓർമ്മകൾ ഉണ്ടെങ്കിൽ വിഷന് മനസ്സിലാവില്ലേ താൻ മരിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് താൻ വീണ്ടും ജീവനോട് വന്നത്? അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി വിഷൻ പെട്ടെന്ന് വാണ്ട ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കണ്ടുപിടിക്കും. സോ അങ്ങനെയൊന്നും നടക്കാതെ ഒരു സമാധാനമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് വിഷന് പഴയ ഓർമ്മകളൊന്നും ഇല്ലാത്തത്. വാണ്ടയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഇതൊക്കെ രൂപപ്പെട്ടത്. അഗത പിയട്രോ എന്ന പേരിൽ ഒരാളെ വേഷം കെട്ടിച്ച് വിട്ടപ്പോ എന്തുകൊണ്ട് വാണ്ട അവന്റെ പുതിയ മുഖം കണ്ട് സംശയിച്ചില്ല? ആക്ച്വലി അവൾക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ തന്റെ സന്തോഷത്തിന് വേണ്ടി താൻ പോലും അറിയാതെ ലോകം തനിക്ക് വേണ്ടി അയച്ച പുതിയൊരു പിയട്രോ ആയിരിക്കും ഇതെന്നാണ് വാണ്ട വിചാരിക്കുന്നത്. ഇനിയൊരു പക്ഷെ അവളുടെ പവർ കാരണം മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട ഒരുത്തം വന്നതാണെങ്കിലും മരിച്ചുപോയ പിയട്രോയുടെ കുറവ് ഒരുപക്ഷെ ഇവൻ കാരണം ശരിയായാലോ? ഇങ്ങനെയായിരിക്കും വാണ്ട ചിന്തിച്ചത്. പാവം വാണ്ട മനസ്സിലാക്കിയില്ല ഇതൊക്കെ അഗതയുടെ പ്ലാൻ ആണെന്ന്. സോ അത് പറയുന്നതിനോടൊപ്പം
തന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് വന്നിരുന്നു ഇത് എക്സ്മെൻ യൂണിവേഴ്സിലെ ക്വിക്സിൽവർ ആണോന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് അഗത അയച്ച വെസ്റ്റ്യൂണിന്റെ ഉള്ളിൽ തന്നെ ജീവിച്ചിരുന്ന ഏതോ ഒരു ചെറുപ്പക്കാരനാണ്. എപ്പിസോഡ് 6 വരുമ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്കിൽ നിക് ഫ്യൂറിയുടെയും നത്താഷയുടെയും പോലെയുള്ള ഒരു കോസ്റ്റ്യൂം കാണിക്കുന്നുണ്ട്. ഇത് വാണ്ടയുടെയും പീട്രോയുടെയും കുട്ടിക്കാലത്ത് നടന്നതായിട്ടാണ് ഫേക്ക് പീട്രോ അവളോട് പറയുന്നത്. ഇതൊക്കെ പറയിപ്പിക്കുന്നത് നമ്മുടെ അഗതയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് ചോദിച്ചാൽ അത് വാണ്ട പോലും അറിയാതെ അവളുടെ മനസ്സിലേക്ക് വന്നു പോയതാണ്. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെതറിക്കിടക്കുന്ന പല ഓർമ്മകളിൽ നിന്നൊക്കെയാണ് ഈ പരസ്യങ്ങളും ഈ സീനുകളും ഈ സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടാവുന്നത്. അതിന്റെ ഇടയ്ക്ക് അവൾ പോലും ശ്രദ്ധിക്കാതെ നടന്നുപോയൊരു കാര്യമാണിത്. അവൾക്ക് ഓർമ്മയുള്ള ഏതോ ആൾക്കാരുടെ കോസ്റ്റ്യൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർമ്മ അവൾക്കുള്ളതായിട്ട് അവൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു. അത്രേ ഉള്ളൂ. അഗത മൈൻഡ് കൺട്രോൾ ചെയ്ത് വിട്ട ആളാണ് ഈ ഫേക്ക് പീട്രോ എങ്കിൽ അവനെങ്ങനെ സൂപ്പർ സ്പീഡ് കിട്ടി? കാരണം ആ പവർ അഗത കൊടുത്തതാണ്. അത്രത്തോളം കഴിവുള്ള ആളാണ് അഗത ഹാർക്നസ്. ഈ എപ്പിസോഡിൽ ഹെർബ് വാണ്ടയോട് ചോദിക്കുന്നുണ്ട്, ഞാനെല്ലാം വാണ്ട പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റം വരുത്തണോ? അങ്ങനെയൊക്കെ. ഇതെന്തായാലും അഗത ഹെർബിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും വാണ്ടയെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി. ഇതിനു മുന്നും ഹെർബിനെ അഗത മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹെക്സിന്റെ ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോൾ ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അകലം കൂടുന്തോറും വാണ്ടയ്ക്ക് ആളുകളുടെ മേലുള്ള മൈൻഡ് കൺട്രോൾ പവർ കുറഞ്ഞു വരും. ഇത് കഴിഞ്ഞ ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി ഒരു ഐലൻഡിൽ ഒറ്റയ്ക്ക് വിശന്നിരിക്കുവാണ്. അപ്പോൾ ഒരു സ്രാവ് കയറി വന്ന് ആ കുട്ടിക്ക് തിന്നാൻ എന്തോ കൊടുക്കുന്നു. പക്ഷെ അത് തുറക്കാൻ പറ്റാതെ ആ കുട്ടി അവിടെ ഇരുന്ന് മരിച്ച് അസ്ഥികൂടമായിട്ട് പോകുന്നു. ഇതിന്റെ അർത്ഥം ക്ലിയർ അല്ലെങ്കിലും ചിലർ പറയുന്നത് ഈ സ്രാവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗത ഹാർക്നസിനെയാണെന്നാണ്. പക്ഷെ എനിക്ക് അതറിയില്ല. കാരണം ഇത് വാണ്ടയുടെ മൈൻഡിൽ നിന്നുണ്ടാവുന്ന പരസ്യമാണല്ലോ. അപ്പൊ അഗതയെ ആ സമയത്ത് വിശ്വാസം ഉണ്ടായിരുന്ന വാണ്ട അവളെ ഒരു സ്രാവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ കുട്ടി മരിച്ചു പോകുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു പക്ഷെ വാണ്ടയായിരിക്കാം. അവൾക്ക് കിട്ടുന്ന ഫുഡിന്റെ പാക്കറ്റാണ് ഇവിടുത്തെ പുതിയ ജീവിതം. അവളത് ആസ്വദിക്കാനും കഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വാണ്ടയ്ക്ക് അതിന് സാധിക്കുന്നില്ല. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തനിക്ക് കിട്ടിയ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ വെസ്റ്റ്യൂരെ ജീവിതം ശരിക്കും ആസ്വദിക്കാൻ പറ്റാതെ ആ കുട്ടി മരിച്ചു പോകുന്നത് പോലെ വാണ്ടയും വീണ്ടും പഴയതിനേക്കാൾ മോശാവസ്ഥയിൽ എത്തുമെന്നായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഊഹങ്ങൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ പരസ്യത്തിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പറയുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ബില്ലിക്കും ടോമിക്കും പവറുകൾ കിട്ടുന്നത്? വാണ്ടയുടെ മക്കളായതുകൊണ്ട് അത് ജനറ്റിക്കലി കിട്ടിയ പവറുകളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കുട്ടികൾ വെറും ഒരു ഇല്യൂഷൻ അല്ല. ഇത് ശരിക്കുള്ള ആത്മാവുള്ള രണ്ട് ജീവനുകളാണ്. അവരെയാണ് വാണ്ട സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും പവർഫുൾ ആണ് നമ്മളുടെ വാണ്ട. ഈ സീനിൽ അഗത കാറിന്റെ ഉള്ളിൽ നിന്ന് അഭിനയിക്കുന്നതാണ് നമുക്ക് നേരത്തെ മനസ്സിലായി. വീണ്ടും വിഷ്ണുവിനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയാണ് അഗത ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതും വിഷ്ണുവോട് വാണ്ടയെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതും. അഗത ഒരു പഠിച്ച കള്ളി തന്നെ. ഇവിടെ ഫേക്ക് പീട്രോ വാണ്ടയോട് പലവട്ടം ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതറിയാൻ വേണ്ടി അഗതയാണ് അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചോദിപ്പിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാലാണല്ലോ വാണ്ടയുടെ പവറൊക്കെ വലിച്ചെടുത്ത് അഗതയ്ക്ക് വേഗം സ്ഥലം വിടാൻ പറ്റും. പക്ഷെ പീട്രോ അങ്ങനെ ചോദിക്കുമ്പോൾ വാണ്ടയ്ക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വാണ്ട ഭയങ്കരമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അത് സബ് കോൺഷ്യസ്ലി അവൾ പോലും അറിയാതെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് താൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വാണ്ടയ്ക്ക് ആലോചിച്ചെടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഒരു പക്ഷേ വാണ്ട അത് ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് റിയാലിറ്റിയിലേക്ക് വരാൻ ആഗ്രഹമില്ല. പകരം അവൾ സൃഷ്ടിച്ച ഈ റിയാലിറ്റിയിൽ ജീവിക്കാനാണ് അവൾക്ക് ആഗ്രഹം. അടുത്ത സംശയം, എന്തുകൊണ്ടാണ് ഹെക്സ് വിഷന് ഹെക്സിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്തത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാണ്ട നിർമ്മിച്ച ഹെക്സിന്റെ പരിധിയുടെ ഉള്ളിൽ മാത്രമാണ് വാണ്ടയുടെ കഴിവുകൾ കൊണ്ട് നിർമ്മിച്ച ആളുകൾക്ക് നിലനിൽക്കാൻ പറ്റും. അതാ കൊക്കായാലും വാണ്ടയുടെ കുട്ടികളായാലും വിഷനായാലും. ഇനി വാണ്ട വേറെ ഏതെങ്കിലും ഒരു ജീവൻ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഹെക്സിന്റെ ഉള്ളിൽ മാത്രമാണ് നിലനിൽപ്പുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയ അല്ലെങ്കിൽ വെസ്റ്റ്യൂയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങൾക്കും ആളുകൾക്കും പുറത്തേക്ക് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വാണ്ട സൃഷ്ടിച്ചതിന് മാത്രമാണ് ഹെക്സിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് വിഷം പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് പീസുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഹെക്സിന്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നത്. മാത്രമല്ല വാണ്ട ഹെക്സിനെ വീണ്ടും വികസിപ്പിക്കുമ്പോൾ വിഷം തിരിച്ച് ശരിയാവുന്നുണ്ട്. പിന്നെ ഇവിടെ ടൈലർ ഹേവാർഡ് ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അയാളുടെ കയ്യിൽ ശരിക്കുള്ള വിഷന്റെ ബോഡി ഉണ്ട്. അത് വെച്ച് അയാൾ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വാണ്ട നിർമ്മിച്ച വിഷൻ ഉണ്ടല്ലോ, ആ വിഷന്റെ ബോഡിയും ഇയാൾക്ക് വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഉള്ളിൽ നിന്ന് വിഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ആ ബോഡി എടുക്കാമല്ലോ. ഇതായിരുന്നു അയാളുടെ പ്ലാൻ. പക്ഷേ അയാൾക്ക് അറിയില്ലായിരുന്നു ഈ വിഷന് ഹെക്സിന്റെ ഉള്ളിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന്. ഇനി എപ്പിസോഡ് 7 വരുമ്പോൾ ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതുവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് വീഡിയോ ഗെയിം ചീട്ടുകളായിട്ട് മാറുന്നത്, എന്തുകൊണ്ടാണ് വാണ്ടയുടെ കൺട്രോൾ പോകുമ്പോൾ എല്ലാം കാലഘട്ടം മാറി മാറി കളിക്കുന്നത്, ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ പുറത്തേക്ക് വരുന്ന TV സിഗ്നൽ എങ്ങനെ നിന്നു? ഒരു കാരണം ഹെക്സിന്റെ പരിധി കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി വാണ്ടയുടെ പവർ കുറയുകയും അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന റേഡിയേഷൻ സിഗ്നലുകളും കുറയുകയും ചെയ്തിട്ടുണ്ടാവും. വാണ്ട ഇപ്പോൾ വളരെ ടയേർഡ് ആണ്. അതല്ലെങ്കിൽ വാണ്ട സബ് കോൺഷ്യസ്ലി പുറത്തുള്ളവർ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ആ TV സിഗ്നൽ നിർത്തുകയും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും വാണ്ടയുടെ മാനസിക നില തെറ്റുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ അഗത വന്ന് പിള്ളേരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആക്ച്വലി അവൾ ആ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് പിള്ളേരെ കരുവാക്കി അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളുടെ പവർ പുറത്തെടുപ്പിച്ച് അത് വലിച്ചെടുക്കാമെന്നായിരുന്നു അഗതയുടെ പ്ലാൻ. ഇത് കഴിഞ്ഞ അവസാനമായിട്ട് നമ്മളൊരു പരസ്യം കൂടി കാണുന്നുണ്ട്. നെക്സസ് എന്ന് പറയുന്ന ഗുളികയുടെ പരസ്യം. ഇത് വാണ്ടയുടെ മാനസിക നിലയെ കാണിക്കുന്ന ഒരു പരസ്യമായിരുന്നു. വാണ്ട അപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡും ഭയങ്കര ടയേർഡും ആയിരുന്നു. ആ അവസ്ഥയെയാണ് ഈ പരസ്യത്തിൽ കൂടെ കാണിക്കുന്നത്. മാത്രമല്ല ഈ പരസ്യം കയറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സൗണ്ട് വാണ്ട കേട്ട് കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വാണ്ട സീൻ മാറ്റി ഇങ്ങനെ ഒരു പരസ്യം ഇട്ടത്. പക്ഷെ ഇതിൽ
യൂണിവേഴ്സിലെ നെക്സസിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നെക്സസ് ബീയിങ് എന്നാണ് അതിന് പറയുക. ഓരോ യൂണിവേഴ്സിലും മിക്കവാറും ഒരു നെക്സസ് ബീയിങ് ആണ് ഉണ്ടാവാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ മാത്രം ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. ഇനി എന്താണ് ഈ നെക്സസ് ബീയിങ് എന്ന് വെച്ചാൽ, ഒരു യൂണിവേഴ്സിന്റെ റിയാലിറ്റിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള, ഒരു യൂണിവേഴ്സിന്റെ റിയാലിറ്റിയെ അങ്ങനെ തന്നെ തകർത്ത് വെക്കാൻ കഴിവുള്ള, ഒരു യൂണിവേഴ്സിന്റെ ഭാവിയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള, ഇങ്ങനെ ഒരു യൂണിവേഴ്സിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള, അത്രയും കഴിവുള്ള ഒരു വ്യക്തിയെയാണ് ആ യൂണിവേഴ്സിലെ നെക്സസ് ബീയിങ് എന്ന് വിളിക്കുക. ഒരുപക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ യൂണിവേഴ്സിലെ നെക്സസ് ബീയിങ് വാണ്ട മാക്സിമോഫ് ആണെന്നായിരിക്കും. ഒരു തരത്തിൽ നോക്കിയാൽ വാണ്ടയ്ക്ക് അതിനുള്ള എല്ലാ കഴിവുമുണ്ട്. എന്നാലും അതിനെപ്പറ്റി നമ്മൾക്കിപ്പോ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ബില്ലിക്ക് അഗതയുടെ മൈൻഡ് വളരെ സൈലന്റ് ആയിട്ട് തോന്നിയത്? കാരണം വളരെ സിമ്പിൾ ആണ്. വാണ്ടയ്ക്ക് അഗതയെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ ബില്ലിക്കും അഗതയുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വിച്ചാണ് അഗത ഹാർക്നസ്. മോണിക്കയ്ക്ക് എങ്ങനെ സൂപ്പർ പവർ കിട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 വട്ടം ഹെക്സിക്കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴാണ് അവളുടെ DNA-യിൽ മാറ്റം വന്ന് അവൾക്ക് സൂപ്പർ പവർ കിട്ടുന്നത്. പക്ഷെ കമന്റിൽ ഒരാളുടെ സംശയം കണ്ടു, മോണിക്ക അല്ലാതെ മറ്റൊരാൾ അങ്ങനെ ചെയ്താൽ അയാൾക്കും സൂപ്പർ പവർ കിട്ടുമെന്ന്. ആക്ച്വലി നമുക്കതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം മോണിക്ക അല്ലാതെ വേറെ ആരും 3 വട്ടം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അത്ര സ്ട്രോങ് അല്ലാത്ത മറ്റൊരാളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോവായിരിക്കാം. നമ്മൾക്കതിന് കറക്റ്റ് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. പിന്നെ വാണ്ട മോണിക്കയെ മുകളിലേക്ക് ഉയർത്തി താഴെ അടിക്കാൻ പോകുന്നുണ്ട്. വാണ്ട ഒരു പാവമാണെങ്കിൽ വാണ്ട അങ്ങനെ ചെയ്യൂ. കാരണം അത്രയും ശക്തിയിൽ ഒരു മനുഷ്യനായിട്ടുള്ള മോണിക്കയെ അടിയിലേക്ക് പിടിച്ചടിച്ച അവൾ ചിലപ്പോൾ മരിച്ചു പോകും. പക്ഷെ സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് മോണിക്ക് രക്ഷപ്പെട്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, വേണ്ടി വന്നാൽ വാണ്ട ആളുകളെ കൊല്ലാനും മടിക്കില്ല. ചില സമയങ്ങളിൽ വാണ്ട അത്രയ്ക്ക് അങ്ങോട്ട് പാവമല്ല. പിന്നെ മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ വാണ്ട അങ്ങനെ പാവമായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം എന്നും അവൾക്ക് എതിരായിട്ട് നിന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്തിനാ അവൾ മാത്രം പാവമായിട്ടിരിക്കുന്നത്? എന്തായാലും ഇതുവരെ കണ്ട കഥയിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ ഡൗട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ 2 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോ അതിൽ വന്ന ചില ഡൗട്ടുകൾ കൂടി നോക്കാം. ഞാനത് ചോദിച്ചിരുന്നു, എന്തെങ്കിലും ഡൗട്ടുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്താൽ മതിയെന്ന്. വാണ്ടയ്ക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടോ? വാണ്ട അന്യനെ പോലെയല്ല. പക്ഷെ ഹെക്സ് നിർമ്മിച്ചു കഴിഞ്ഞ് മിക്കവാറും സമയത്ത് വാണ്ട പണ്ട് നടന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അവളുടെ ശരിക്കുള്ള യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം അവളുടെ ശരിക്കുണ്ടായിരുന്ന ജീവിതത്തെ പറ്റി അവൾക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ ഇപ്പോൾ അവളുടെ സമാധാനമുള്ള ഈ റിയാലിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടി ചിലർ കയറി വരുമ്പോൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അവൾ അവളുടെ ശരിക്കുള്ള യാഥാർത്ഥ്യത്തെ പറ്റി ഓർമ്മിക്കും. സോ ഈ 2 സമയത്തും വാണ്ട 2 തരത്തിലാണ് പെരുമാറാറുള്ളത്. അത് ഡബിൾ പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ടല്ല, വാണ്ട അവളുടെ പുതിയ ലൈഫിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി ജീവിക്കുന്നതാണ്. എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പോലും കഴിവുള്ള വാണ്ടയ്ക്ക് എന്തുകൊണ്ട് അഗതയെ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അഗത ഹാർക്നസ് 300 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡാർക്ക് മാജിക് കൈവശമുള്ള ഒരു വിച്ചാണ്. അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈൻഡ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഓൾറെഡി അഗത അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ സ്പെൽ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ആരും അവളെ മൈൻഡ് കൺട്രോൾ ചെയ്യാതിരിക്കാൻ. അതുപോലെ എന്തുകൊണ്ടാണ് ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അഗതയും അതിലൊരു ക്യാരക്ടറായി മാറാത്തതും മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെടാത്തതും? അതിന്റെ ഉത്തരം ഞാൻ തന്നു കഴിഞ്ഞു. വെസ്റ്റ് യു കൺട്രോൾ ചെയ്യുന്നത് വാണ്ട തന്നെയാണോ അതോ അഗതയോ? വെസ്റ്റ് യു കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് വാണ്ടയാണ്, അതും സബ് കോൺഷ്യസ്ലി. അഗത ചെയ്യുന്നത് വാണ്ടയെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ബ്രോ വാട്ട് ഈസ് ഫുൾ പവർ ഓഫ് വാണ്ട? അത് നിങ്ങൾ കാണാതിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറെ പേര് ചോദിച്ചു, എന്താണ് ബ്രോ ഈ വക്കാൻഡ വിഷൻ? ഗൈസ്, അതൊന്നുമില്ല. ഒരാൾ അക്ഷരം തെറ്റി പ്ലീസ് വീഡിയോ ഇടൂ നെക്സ്റ്റ് പാർട്ട് വക്കാൻഡ വിഷൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോ ഞാൻ വെറുതെ ജെമിനയിൽ പോയി വാണ്ട വിഷൻ വക്കാൻഡ വിഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. അതൊരു കോമഡി ആയിരുന്നു. ബ്രോ ഡോറ ബുജി ചെയ്യാമോ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2 അടി പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ പറ്റാത്ത കണ്ണുപൊട്ടിയ ഒരു പാവം കുട്ടിയുടെ കഥയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഈ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോറി ബ്രോ, ഡോറ ബുജി നമ്മൾ ചെയ്യുന്നില്ല. വെസ്റ്റ്യൂൽ പ്രവേശിച്ചതിന് ശേഷം മോണിക്ക് എന്തുകൊണ്ട് വീണ്ടും ജെറാൾഡിനായി മാറിയില്ല? ഒന്നാമത്തെ കാരണം, ആ സമയത്ത് വാണ്ട വളരെ ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പവറുകൾ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാൾ വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി 2 വട്ടം ഹെക്സിക്കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയപ്പോൾ തന്നെ ജീനിൽ ചേഞ്ചുകൾ വന്നു. അതുകൊണ്ട് 3ാമത്തെ വട്ടം കടന്നു പോകുമ്പോൾ അവൾക്ക് കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും അതിൽ കൂടെ കടക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ രീതിയിൽ അവൾ മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ വിശ്വാസവും ധൈര്യവും വെച്ച് അവൾ അതിനെ അതിജീവിച്ച് അപ്പുറത്തേക്ക് കടന്നു. ഓൾറെഡി 2 വട്ടം കടന്നുകൊണ്ട് 3ാമത്തെ വട്ടം കടക്കാനും ഈസിയായി. അവൾക്ക് സൂപ്പർ പവറും കിട്ടി. വാണ്ടയ്ക്ക് എങ്ങനെയാണ് പവർ കിട്ടിയത്? മൈൻഡ് സ്റ്റോണിൽ നിന്ന് തന്നെയാണോ അതോ അതിന് മുൻപേ പവർ ഉണ്ടായിരുന്നോ? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. വാണ്ടയ്ക്ക് മുൻപേ ഉള്ള പവറുകളെ മൈൻഡ് സ്റ്റോൺ ഉണർത്തുക മാത്രമാണ് ചെയ്തത്. അതിന്റെ കൂടെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു പവറും വാണ്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ അവസാനം കാണിച്ച ബുക്ക് ഏതാണ്? അത് നമുക്ക് അടുത്ത എപ്പിസോഡിലും പിന്നീട് പല സ്ഥലങ്ങളിലും കാണേണ്ടി വരും. അതപ്പോൾ പറയാം. ബ്രോ സംശയങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം ഉണ്ട്. എന്തായാലും ബ്രോയുടെ ഒട്ടുമിക്ക സംശയങ്ങളും തീർന്നെന്ന് കരുതുന്നു. ഇപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താണ്? ഡൂംസ്ഡേക്ക് മുന്നേ ഫുൾ ചെയ്യോ അതോ അതിന്റെ കുറച്ച് ദിവസം മുന്നേ നല്ല ലെങ്ത് ഉള്ള 2 വീഡിയോ ഇടും? അതായത് ഡൂംസ്ഡേക്ക് മുന്നേ എല്ലാ സീരീസ് സിനിമയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ അതോ ഡൂംസ്ഡേ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യുമോ എന്നാണ് ആൾ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. അതിപ്പോ പറയാൻ കഴിയില്ല.
അടുത്തത് വളരെ മികച്ചൊരു സംശയം, വാണ്ട ഈ ചെയ്യുന്നൊന്നും അവെഞ്ചേഴ്സ് കാണുന്നില്ലെന്ന്. ആക്ച്വലി ഇത് കാണാൻ വേണ്ടിയിട്ട് ഏത് അവെഞ്ചേഴ്സ് ആണ് ബാക്കി അവിടെ ഉള്ളത്? വെറുതെ പറഞ്ഞാണ്, പല അവെഞ്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഫാർ ഫ്രം ഹോമിൽ കണ്ടതുപോലെ തോർപ്പ് അവിടെ ഇല്ല. ഡോക്ടർ സ്ട്രേഞ്ച് എവിടെയാണെന്നറിയില്ല. മാത്രമല്ല ഡോക്ടർ സ്ട്രേഞ്ച് ടീം പ്രതിരോധിക്കുന്നത് ഭൂമിയുടെ പുറത്തുനിന്ന് വരുന്ന മാജിക്കൽ അറ്റാക്കുകളെയാണ്. പക്ഷേ ഇത് ഭൂമിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന മാജിക്കൽ അറ്റാക്കാണ്. ഇത് പെട്ടെന്ന് സെൻസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ഇനി അവർ സെൻസ് ചെയ്ത് വന്നാൽ തന്നെ വാണ്ടയെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടി വരും. പിന്നെ ഈ ചോദ്യം ഞാൻ വായിക്കുന്നില്ല, അതിന് ഉത്തരം പറയാം. പുറത്തുനിന്ന് ബാക്കി എല്ലാവരും എല്ലാ സാധനങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ ആ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ടല്ലോ. പക്ഷേ വിഷൻ ഉണ്ടാക്കിയത് 2014 പിന്നെ എന്തുകൊണ്ടാണ് ഉള്ളിൽ 1950 കാലഘട്ടമാകുമ്പോൾ വിഷന്റെ രൂപം അതിനനുസരിച്ച് മാറാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കാരണം വിഷനെ ക്രിയേറ്റ് ചെയ്തത് വാണ്ടയാണ്. വാണ്ടയ്ക്ക് എങ്ങനെയുള്ള വിഷനെയാണോ വേണ്ടത് അതാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വാണ്ടയല്ലേ. അപ്പൊ അവളുടെ ഇഷ്ടവും ആഗ്രഹവും പോലെയാണ് കാര്യങ്ങൾ നടക്കൂ. Day 20 ഇന്റർസ്റ്റെല്ലാർ ചെയ്ബ്രോ. ആക്ച്വലി ഞാൻ മെയിൻ ആയിട്ട് മാർവൽ സിനിമകളാണല്ലോ ചെയ്യാറ്. അത് തന്നെ ചെയ്ത് തീരുമെന്ന് എനിക്ക് അറിയില്ല. അത് തന്നെ ഞാൻ പെട്ടെന്ന് ഇടുന്നുമില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഇന്റർസ്റ്റെല്ലാർ പോലെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കോംപ്ലക്സ് സ്റ്റോറി ഉള്ള ഒരു സിനിമ. അത് അത്രയ്ക്ക് ഈസി അല്ല. പക്ഷെ സിനിമ സ്റ്റെല്ലർ എന്ന് പറയുന്ന എനിക്ക് അറിയുന്ന ഒരു ചാനലിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻസ് ആണ് ഇന്റർസ്റ്റെല്ലാറിനെ പറ്റി ഇട്ടിരിക്കുന്നത്. അത് അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ചെയ്യാം. വാണ്ടയ്ക്ക് വിഷന് സുഖമാണോ? വാണ്ടയുടെ ആരാണ് വിഷൻ? വിഷന്റെ ആരാണ് വാണ്ട? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. വാണ്ടയ്ക്ക് വിഷന് ഇപ്പൊ അത്ര സുഖമില്ല. വാണ്ടയുടെ കൊച്ചച്ഛനാണ് വിഷൻ. വിഷന്റെ കുഞ്ഞമ്മയാണ് വാണ്ട. ഓക്കെ, സോറി ബ്രോ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. ശരിക്കും വാണ്ടയുടെ ഭർത്താവാണ് വിഷൻ. വിഷന്റെ ഭാര്യയാണ് വാണ്ട. അവർക്ക് സുഖമാണ്. അടുത്തൊരു മികച്ച ഡൗട്ട്, വാണ്ട ഉണ്ടാക്കിയ വിഷന്റെ മൈൻഡ് സ്റ്റോൺ നേരത്തെ മൈൻഡ് സ്റ്റോണിന്റെ അത്രയും പവർ തന്നെ ഉള്ളതാണോ? അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ വാണ്ട ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ മൈൻഡ് സ്റ്റോൺ പഴയ മൈൻഡ് സ്റ്റോണിന്റെ ഒരു കോപ്പിയാണ്. ഒരു ഇൻഫിനിറ്റി സ്റ്റോണിനെ അല്ലെങ്കിൽ മൈൻഡ് സ്റ്റോണിനെ തകർത്ത് കളഞ്ഞ ആളാണ് വാണ്ട. എന്ന് വെച്ച് പുതിയൊരു ഇൻഫിനിറ്റി സ്റ്റോൺ പഴയതിന്റെ അതേപോലെ തന്നെ അത്ര പവറിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരാൾക്ക് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ മൈൻഡ് സ്റ്റോണിന്റെ ഒരു അംശം അല്ലെങ്കിൽ ഒരു ചെറിയ ശക്തി വാണ്ടയുടെ ഉള്ളിലുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിയാണ് അവൾ വിഷനെയും അവന്റെ നെറ്റിയിലിരിക്കുന്ന പുതിയ മൈൻഡ് സ്റ്റോണിനെയും ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉത്തരം പറയാത്ത ഇത്ര ഡൗട്ടുകളൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ ഒരു എപ്പിസോഡും കൂടി ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ആ എപ്പിസോഡും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താത്തതെന്ന് ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇതുവരെയുള്ള സ്റ്റോറിയിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം. എന്ന് വെച്ച് ഞാൻ മാർവലിനെ പറ്റി എല്ലാം അറിയുന്ന ആളൊന്നുമല്ല. എനിക്ക് മാർവൽ കോമിക്സിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. എനിക്ക് സിനിമകളെ പറ്റി മാത്രമേ അറിയൂ. എനിക്കുള്ള ഡൗട്ടുകൾ ഞാൻ തീർക്കുന്നത് ഇന്റർനെറ്റിൽ നിന്നും മറ്റു വീഡിയോകളിൽ നിന്നൊക്കെയാണ്. പിന്നെ കുറെ ഉത്തരവൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുക്കും. ഇതൊക്കെ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും നീണ്ടുപോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാലും അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പൊ ഇനിയും വലിച്ചു നീട്ടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നതുവരെ once again it's me Amit signing out. The Scarlet Witch.